വണക്കം മക്കളെ, വെൽക്കം ടു ഇത് നല്ല കൊമ്പേട്ടെ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഗസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട UDC കുമാരിയാണ്. ഹലോ. യെസ്. അപ്പോ ഇന്ന് നമ്മുടെ സെഗ്മെന്റ്, അതിനു മുമ്പ് ആദ്യം പറയാനുള്ളത്, നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണിത്. എല്ലാവരിലേക്കും പോഡ്കാസ്റ്റ് ആയിട്ട് എന്റർടൈനിങ് ആയിട്ടുള്ള ഡിസ്കഷൻസ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം തുടങ്ങുന്ന സംഭവമാണ്. പിന്നെ ഇതില് നിങ്ങള് ഒരുപാട് ടെക്നിക്കൽ ബ്രില്യൻസുകളൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം തീർച്ചയായും തുടക്കക്കാരായിട്ടുള്ള കുറച്ച് 3 സുഹൃത്തുക്കൾ കൂട്ടുകാരുടെ ചേർന്ന് തുടങ്ങുന്നു. ഇത് അതെ അതെ അതെ. 3 പേരെ അവിടെ ഒരുമിച്ച് പരിപാടി അവതരിപ്പിച്ചാലും തീർച്ചയായും. പക്ഷെ നമ്മള് അതുപോലെ ആവാതിരിക്കും. ശുഭാപ്തി ആ, വിശ്വാസം കൈവെടിയരുത് എന്നുള്ള ഒരു അതെ റെക്കമെൻഡേഷനിൽ അതെ നമ്മൾ തുടങ്ങാണ്. തീർച്ചയായിട്ടും അതെ. ഞങ്ങളെ നോട്ട്, ജണ്ട്, മാല, ഹാരം മുതലായവ കൊണ്ട്, സ്നേഹം കൊണ്ട് ഞങ്ങളെ വീർപ്പ് മുട്ടിക്കരുത് എന്നപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണം. കമന്റ് വന്ന് തുടക്കത്തിൽ തന്നെ ഞങ്ങളെ കല്ലെറിഞ്ഞ് കൊല്ലരുത്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പലതരം സെഗ്മെന്റുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. അപ്പം ഇന്നത്തെ ഇതില് ഞങ്ങളുടെ മൂന്നാമത്തെ കൂട്ടുകാരനുണ്ട്, ചക്രവാണി. അപ്പം ചക്രവാണി ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തിയിട്ടില്ല. അതെ അതെ പക്ഷെ വീഴ്ച. അദ്ദേഹം ചേരുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം പലതരം സെഗ്മെന്റുകളിലൂടെ കടന്നു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സെഗ്മെന്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്നെ കൊടുമൈ സർവണൻ ഇത് എന്നുള്ളതാണ്. അതായത് റീമേക്ക് പടങ്ങളുണ്ടല്ലോ, നമ്മുടെ മലയാളത്തിൽ നിന്നും റീമേക്ക് ചെയ്ത് കുളമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ കൾട്ട് അല്ലല്ല, ലെവലിലേക്ക് അങ്ങനെ എത്തിച്ചിട്ടുള്ള. അങ്ങനെ ഒരിക്കലും പറയില്ല. നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ എന്തുമാത്രം കൾട്ട് പടങ്ങൾ കണ്ട് നമ്മള് ആനന്ദം കൊണ്ടിട്ടുണ്ട്. ഒരുപാടെണ്ണം, നോട്ട് ജസ്റ്റ് 1 or 2. നമ്മൾ ഒരുപാടെണ്ണം കണ്ട് സന്തോഷിച്ചിട്ടുള്ളതാണ്. So, അത് ശരിയാണ്. അത് സോറി, ഞാൻ എന്റെ വേർഡ്സ് ഒന്നുകൂടെ റീഫ്രേസ് ചെയ്യേണ്ടതാണ്. അതാ ഞാൻ പറഞ്ഞത്, കൾട്ട് ഡെഫിനറ്റ്ലി ലെവലിലേക്ക് ഡെഫിനറ്റ്ലി എത്തിച്ചിരിക്കുന്ന നമ്മളെ ആസ്വാദനത്തിന്റെ ആരും സഞ്ചരിക്കാത്ത കൊടുമുടിയില് പുതിയ തലങ്ങളിലൂടെയൊക്കെ തീർച്ചയായും. കൊടുമുടിയിലേറിയ കൊടുമൈകളെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു കാര്യം തുടങ്ങുമ്പം ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് വേണമല്ലോ തുടങ്ങാനായിട്ട്. അപ്പൊ ഈ തമിഴിലെ തീർച്ചയായും ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറിന്റെയും നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെയും ലാലേട്ടന്റെയും പടം വെച്ചിട്ടാണ്. സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരായിരിക്കുമെന്ന്. ശ്രീ രജനീകാന്ത്. ഞാൻ തലൈവറിന്റെ, ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുകയാണ്, ഞാൻ തലൈവറിന്റെ ഒരു കട്ട ഫാനാണ്. ഇവിടെ മറ്റു ചിലർ ഞാൻ അദ്ദേഹത്തിന് ഞാൻ ഒരു മോഹൻലാൽ ഫാനാണ്. സോ ദിസ് വിൽ ഓൾസോ ബി ഒരു ഫൈറ്റ് ആയിരിക്കും, ഒരു ഫാൻ ഫൈറ്റ് ആയിരിക്കും. സോ ഫാൻ, ലെറ്റ്സ് അത് സീ ദാറ്റ്. അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം ഞാനും ഒരു ലാലേട്ടൻ ഫാൻ തന്നെയാണ്. പക്ഷെ എനിക്ക് തലൈവറയും ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഭാഷ പോലുള്ള പടങ്ങളൊക്കെ കണ്ട് ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഇവിടെ ചിലർക്ക് തീർച്ചയായും രജനീകാന്ത് പടങ്ങളോട് വലിയ താല്പര്യമില്ല. ഒരു കാര്യമുണ്ട്. ഐ കൈൻഡ് ഓഫ് എൻജോയ്ഡ് ജയിലർ കണ്ട് എനിക്ക് ജയിലർ, ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അപ്പം അവിടെയാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. കാരണം എനിക്ക് ജയിലർ ഇഷ്ടപ്പെട്ടില്ല. ഒരു തലൈവർ ഫാൻ ഉള്ള നിലയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ലാലേട്ടൻ ശിവരാജ് കുമാരൊക്കെ പൊളിച്ചു. പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് കൊള്ളായിരുന്നു. പക്ഷെ ഈ ഫ്ലാഷ് ബാക്കിലൊക്കെ വന്ന കുറച്ച് ഫ്ലാഷ് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അതങ്ങനെ പോട്ടെ, ഇച്ചിരി പ്രശ്നമായിരുന്നു. ഒരു ഫാൻ എന്നുള്ള നിലയ്ക്ക് നീ അത് എടുത്തു പറയാൻ പാടില്ല. ഞാനാണത് പറയേണ്ടത്. പക്ഷെ നീ അത് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് ആ, ഇതിന്റെ അതാണ് കോമഡി. അതാണ് ഇവിടുത്തെ അത്ഭുതം. കാര്യം അതാണ് എന്ത് അവിടുത്തെ കണ്ടാലും കൊമേഡി. പുള്ളിയെ വിമർശിക്കുന്ന ആൾക്ക് ആ പടം ഇഷ്ടപ്പെട്ടു. തീർച്ചയായും. നമ്മൾ ഈ കാരണം ഭാഷയൊക്കെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറ്റത്തില്ല. പക്ഷെ അല്ല, ജയിലർ എനിക്ക് നമുക്ക് ഭാഷ ഇഷ്ടപ്പെട്ടു. ഇഷ്ടമാണ് കേട്ടോ. ഐ മീൻ ഭാഷ ഇഷ്ടമാണ് കേട്ടോ. സോറി, പ്രൊണൗൺസിയേഷൻ. എനിക്ക് ആ പടം ഇഷ്ടമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ നിനക്ക് മൊത്തം ഇഷ്ടപ്പെട്ടില്ലല്ലോ. അതാണ് ഇല്ല നമ്മൾ ഇല്ല, ഇന്നിവിടെ എടുക്കാൻ ഒരിക്കലും ഇല്ല. പോകുന്നത്. ഒരിക്കലും ഇല്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മുത്തു തീർച്ചയായും. ആൻഡ് തേന്മാവിൻ ഓ, കൊമ്പത്താണ്. ഇത് അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജയിലറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും എനിക്കൊന്ന് മെൻഷൻ ചെയ്യാനാണെന്ന്. കാരണം നിനക്കത് ഇഷ്ടപ്പെടാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത്, നീ അത് തിയേറ്ററിലല്ല കണ്ടത്. അപ്പൊ ഞാൻ അതൊരു ആ, അതെ അതെ, ഒരു അതൊരു ഫാക്ടറാണ് കേട്ടോ. ആ കാരണം ഞാനതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു തമിഴ് ഓഡിയൻസിന്റെ ഇടയ്ക്കിരുന്നാണ് ഞാൻ കണ്ടത്.
അപ്പൊ എനിക്ക് അതിന്റെ ഉം. ആരവങ്ങളും ആ ഒരു എന്താ പറയുന്നേ പുള്ളിയോടുള്ള ഒരു ആവേശം. ആരാധനയും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞാൻ കണ്ടത്. അതിനെ എന്റെ ഫാമിലിയുടെ കൂടാണ് കണ്ടത്. സോ പേരൻസും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പടം. അവർക്ക് അവരുടെ കുറച്ചും കൂടെ ഒരു എലമെന്റ്സ് ഉണ്ടായിരുന്നു അതിനകത്തിൽ. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറെ എലമെന്റ്സ് ഉണ്ടായിരുന്നു അതിനകത്തിൽ. ഒരു ഫാമിലി ഓറിയന്റഡ് പടം കൂടെ ആയിരുന്നല്ലോ ഇന്നോവേ. അതെ അതെ, തലവെട്ടെന്നൊക്കെ ഉണ്ടെന്ന്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് എ ഇല്ല ഫാമിലി ഇല്ല അല്ലേ? ഇല്ല, അപ്പം ഞാനത് ചുമ്മാ ഒരു എന്താ പറയുന്നത്, എനിക്കും പടം ഒരു ദുരന്തം പടം എന്നുള്ള രീതിയിൽ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കും പടം ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിൽ കുറച്ച് എലമെന്റ്സ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് അതൊരു കൂറപ്പടമാണ് അല്ലെങ്കിൽ മോശം പടമാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. കാര്യം അത് പുള്ളിയുടെ ഏജ് വെച്ചിട്ട് ഉള്ള ലിമിറ്റേഷൻസ് വെച്ചിട്ട് നെൽസൺ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. കാരണം അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം ആ മനുഷ്യന് പ്രായമുണ്ട്, നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. ഉം. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം പുള്ളി നൈസായിട്ട് കവർ ചെയ്ത്, അതും പുള്ളി ഇപ്പം നിനക്ക് രജനീകാന്ത് പടങ്ങളിൽ ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ ഈ ആക്ഷൻസ്, ഓവർ ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും ഓവർ തീർച്ചയായിട്ടും ആയിട്ടുള്ള, അതെ അതാണ്. പക്ഷെ അതാണ് നാച്ചുറൽ പുള്ളിയുടെ അല്ലാത്ത. സ്റ്റൈല്. ഉം. അതാണ് പുള്ളിയുടെ സ്റ്റൈൽ, അതാണ്. പക്ഷെ രജനി എന്നുള്ള ആക്ടറിനെ ഉപയോഗിക്കുന്ന ഡയറക്ടേഴ്സ് വളരെ കുറവാണ്. പുള്ളിയുടെ സൂപ്പർ സ്റ്റാർ ആ സ്റ്റാർഡം ആണ് ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നത്. കാര്യം പുള്ളിയുടെ ഫസ്റ്റ് പടങ്ങളൊക്കെ ഇപ്പം മുള്ളും മലരും പോലുള്ള പടങ്ങളൊക്കെ കാണുവാണെങ്കിൽ അതിലൊന്നും ഇങ്ങനത്തെ സൂപ്പർ സ്റ്റാർ രജനി ഇല്ല. അതിലൊക്കെ ഒരു ആക്ടർ രജനിയുണ്ട്. ജോണി ജോണി എന്ന് പറഞ്ഞൊരു പടമുണ്ട്, എല്ലാരും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പടങ്ങളുള്ള ഒരു പടമാണ്. അതിലും അതില് ഡബിൾ റോളാണ് പുള്ളി വരുന്നത്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഒരു ആക്ടർ രജനീകാന്തിന്റെ ഒരു ഫേസസ് ഇങ്ങനെയൊക്കെ കാണാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മുരട്ടിക്കാളെ ആ സമയം തൊട്ടൊക്കെ പുള്ളി പതിയെ ആ സ്റ്റാർഡത്തിലോട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഒരു രജനീകാന്ത് ലെവലിലോട്ടൊക്കെ എത്തിയത്. പക്ഷെ അസലെത്തി. എന്നാലും കാല, കബാലി പോലുള്ള പടങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ പുള്ളിനെ കാണാം നമുക്ക്, ആ ആക്ടർ എന്നുള്ള ഒരു ഇതൊക്കെ. പക്ഷെ ആ സോറി, ഫാൻസിന് അത്രയും അത് ഇഷ്ടമല്ല. സൂക്ഷ്മമായിട്ട് ചകഞ്ഞെടുത്ത് കഷ്ടപ്പെട്ടിരുന്ന് കാണാൻ ഞാൻ പുള്ളിയുടെ ഫാൻ അല്ലാത്തത് കൊണ്ട്. അതാണ് അത് നിന്നെ കാണിക്കണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനായിട്ടാണ്. പക്ഷെ ജയിലർ ഇഷ്ടപ്പെട്ടല്ലോ, സമാധാനം സന്തോഷവും. ഒരു ഞങ്ങളെ ഈ മുത്തു കാണാനായിട്ടും അതുപോലെ തന്നെ നാഗവല്ലി, നമ്മുടെ ചന്ദ്രമുഖി, ചന്ദ്രമുഖി യെസ് യെസ്, സീരീസ് ഒക്കെ ചന്ദ്രമുഖി തീർച്ചയായും. ബംഗളൂരിലൊന്ന് ചന്ദ്രമുഖി പോയായിരുന്നു. സീരീസ് ഐ ടോട്ടലി എൻജോയ്ഡ് ചന്ദ്രമുഖി സീരീസ്. അതെ, ഒതലമായും എന്നെ കൊണ്ടുപോയി സർവ്വം. പ്രഭുവിന്റെ അവസ്ഥയൊക്കെ എന്റെ പൊന്ന്. പുള്ളിയുടെ പ്രഭു അപ്പന്റെ പ്രൊഡക്ഷനാണ് ചന്ദ്രമുഖി. അപ്പം പ്രഭു ഒരു എക്സലന്റ് ആക്ടറാന്ന് എനിക്ക് മനസ്സിലായത് ആ പടം കണ്ടിട്ടാണ്. പ്രഭു മാത്രം ഇനത്തിൽ അഭിനയിക്കുന്നത്. അത് നമുക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അത് മറ്റൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സീരീസില് നമുക്കത് ഉറപ്പായിട്ടും. നമുക്ക് ലെറ്റ്സ് കം ബാക്ക് ടു ദാറ്റ് മണിച്ചിത്രത്താഴിന്റെ ആഫ്റ്റർ. അതെ, പി വാസു അണ്ണൻ കൊണ്ടുപോയി തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഒക്കെ ആയിട്ട് ചെയ്തു വെച്ചതിന്റെ ഒക്കെ ഒരു അത് നമ്മൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കങ്കന റണാവത്തിൽ എത്തി നിൽക്കുന്ന ആ ഒരു മഹാ അതെ എന്താ അതെ, പറയുന്നത് യാത്ര. മഹാപ്രേമിക. യെസ് യെസ് യെസ്. അപ്പൊ നമ്മൾ മുത്തുവിലേക്ക് വരികയാണെങ്കിൽ രണ്ട് തരത്തിലാണ്. ഇപ്പം ചന്ദ്രമുഖിയുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. കാര്യം മലയാളികൾ തേന്മാവിൻ കൊമ്പത്ത് കണ്ടു കഴിഞ്ഞിട്ട് മുത്തു കാണുമ്പം ഇതെന്തുവാ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. പക്ഷെ തമിഴന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തു എന്ന് പറയുന്നത് അവരുടെ ഒരു ഫേവറേറ്റ് രജനി പടങ്ങളിലൊന്നാണ്. അത് ഈയിടെ റീ റിലീസും കൂടെ ചെയ്തായിരുന്നു. പക്ഷെ അത് ഇറങ്ങിയത് വേട്ടയാട് വിളയാടിന്റെ കൂടെ ആയിരുന്നു എന്ന് മാത്രം. അല്ല, വേട്ടയാട് വിളയാടിന്റെ കൂടെയാണ്. വേട്ടയാട് വിളയാടിന്റെ കൂടെ ബാബയാന്ന് തോന്നുന്നു റീ റിലീസ് ചെയ്ത്. എന്തോ കമൽ രജനി പടങ്ങൾ രണ്ടും, അല്ല മുത്തു തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ആൾക്കാർ കൂടുതലും പോയത് വേട്ടയാട് വിളയാട് കാണാൻ വേണ്ടിയിട്ടാണ്, ഓബിയസ്ലി. അത് അത്രയും കിടിലം പടമായിരുന്നു. ഞാനൊരു കമലഹാസൻ ഫാനാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മള് അത് ഹാവ് ടു എക്സ്റ്റാബ്ലിഷ് തന്നെ. ഞാൻ ഭയങ്കര ഒരു കമലഹാസൻ ഫാനാണ്. അത് റീസെന്റ് ആയ ഫാൻ അല്ല, ആക്ച്വലി മലയാളത്തിലെ കമലഹാസനെ കണ്ട് ഫാനായ ആളാണ് ഞാൻ. സോ ഈ ചാനലിലുള്ള 3 പേരും ഞങ്ങളെല്ലാരും ഒരു ആർഡന്റ് കമൽ ഫാൻസ് ആണ്. അതുകൊണ്ട് അപ്പൊ ആൾക്കാർ ചോദിക്കും, നീ കുറച്ചു മുമ്പ് രജനീകാന്ത് ഫാനാന്നല്ലേ പറഞ്ഞു, ഇപ്പൊ നീ കമൽ ഫാനാണ്. ഞാനൊരു സിനിമ ഫാനാണ് സത്യം. അതെ 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 അതെ, നമ്മളെല്ലാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാവരുടെയും. പക്ഷെ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറഞ്ഞു വേണമെങ്കിൽ പറയാം, അത് ശരിയാണ്. അപ്പം മൈ പോയിന്റ് ബീയിങ്, മുത്തു
തമിഴന്മാർക്കുള്ളതുപോലെ തന്നെ എനിക്കും ഒരു ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പടങ്ങളാണ് ഈ മുത്തുവും ചന്ദ്രമുഖിയൊക്കെ. കാര്യം അതൊക്കെ മുത്തു എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു ഇത് തേന്മാവിൻ കൊമ്പത്തിന്റെ റീമേക്ക് ആണെന്നുള്ള രീതിയിൽ. കാരണം ഈ കഥയിലും ഒക്കെ കാര്യങ്ങൾ കുറച്ചൊക്കെ അവര് കുറച്ച് ഡിഫറൻസസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചത്. അന്ന് അവസാനത്തേക്ക് നമുക്കത് ആ അന്ന് നമ്മൾ കാണുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ബോധം ഇല്ലായിരുന്നു. ഞാനത് അതെ. ആ ഒരു രീതിയിലാണ് കണ്ട് എൻജോയ് ചെയ്തത്. പിന്നെ ഇപ്പം നോക്കുമ്പോഴാണ് ശരിയാണല്ലോ ആണല്ലോ ഇങ്ങനെയായത്. പക്ഷെ ഒരു പടം എന്നുള്ള നിലയിൽ എനിക്കത് ഇഷ്ടമാണ്. അത് ഇപ്പോഴും അത് കാര്യം ആ ഒരു ചൈൽഡ്ഹുഡ് ചെറുപ്പത്തിൽ പ്ലീസ്. കണ്ടായതുകൊണ്ട് ഈ സൺ ടിവിയില് KTVയിലൊക്കെ. ഇതിനകത്തിലുള്ള മറ്റേ നമ്മുടെ ചക്രവാണി അണ്ണനാണെങ്കിലും ഇവിടെ നമ്മുടെ മിസ്റ്റർ ദിഗംബരനാണെങ്കിലും എല്ലാരും ചൈൽഡ്ഹുഡില് തമിഴ് സിനിമകൾ കണ്ടു വളർന്ന ആൾക്കാരാണ്. ഞാൻ ഡിഫറെന്റ് ആണ്. കാരണം എനിക്ക് ഉള്ള ഒരു നെഗറ്റീവ് എന്ന് പറയാം. എനിക്ക് അത് ഞാൻ ഔട്ട് ഓഫ് ഇന്ത്യ വളർന്ന ആളാണ്. അപ്പം എനിക്കിവിടെ കേബിൾ TV കിട്ടുമായിരുന്നു, ബട്ട് ലിമിറ്റഡ് ചാനൽസേ കിട്ടത്തുള്ളായിരുന്നു. അതും ഏഷ്യാനെറ്റ് കിട്ടുമായിരുന്നു, സൂര്യ കിട്ടത്തില്ല. സോ സൂര്യയിൽ സംരക്ഷണം ചെയ്യുന്ന മിക്ക പടങ്ങളും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ റീസെൻ്റ്ലി ആണ് സൂപ്പർമാൻ പോലത്തെ പടങ്ങൾ, പിന്നെ വേറെ ഏതാ ഇത് നരസിംഹോ, ഏതൊക്കെയോ കുറേ പടങ്ങൾ, ഞാൻ അങ്ങനത്തെ കുറേ പടങ്ങൾ, നാട്ടുരാജാവ് പോലത്തെയൊക്കെ പടങ്ങൾ ഞാൻ ഈ അടുത്തിടയ്ക്കാണ് കാണുന്നത്. ഏഷ്യാനെറ്റിൽ ഇടുന്ന പടങ്ങൾ ഞാനൊരു 100 തവണ കണ്ടിട്ടുണ്ട്. ആൻഡ് അതിനകത്തിൽ ആ ലിസ്റ്റിനകത്തിൽ വരുന്ന പടമാണ് തേന്മാവിൻ കൊമ്പത്ത്. എനിക്ക് ഇതിൻ്റെ അകത്തുള്ള ഡയലോഗ്സ് വരെ കാണാതെ അറിയാവുന്ന അവസ്ഥയിലാണ് ഞാനത് കണ്ടിട്ടുള്ളത്. ബട്ട് മുത്തു എന്ന് പറയുന്നത് റീസെൻ്റ്ലി എൻ്റെ ആ ഒരു ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പടമാണ് ബിക്കോസ് ഓഫ് ദിസ് ലിമിറ്റേഷൻ. അപ്പം എന്നെ സംബന്ധിച്ച് മുത്തു വാസ് ആൻ അബോമിനേഷൻ. പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു 10 വയസ്സൊക്കെ ആവുന്നിടം വരെ ഞങ്ങളുടെ വീട്ടിൽ TV ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ടൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം TV വന്നു കഴിഞ്ഞിട്ട് 10 എന്ന് പറയുന്നില്ല, ഒരു 8-9 വയസ്സ് വരെ എന്തോ. അപ്പം അതായത് ഒരു 4ാം ക്ലാസ്സിലോട്ടൊക്കെ പഠിക്കുന്ന സമയം എന്തോ. അപ്പം അതിന് മുമ്പായിരിക്കും ഒരു പീരീഡ് അപ്പോഴാണ് TV വരുന്നത്. അപ്പൊ അങ്ങനെ തമിഴ് പടങ്ങളിലോട്ട് ഞാൻ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. KTV, സൺ TV ഒക്കെ ചാനലുകളൊക്കെ സ്ഥിരമായിട്ട് കണ്ട് അങ്ങനെ കണ്ടാണ് ഞാൻ തമിഴ് പഠിച്ചത്. എന്നിട്ട് ഞാൻ ക്ലാസ്സിലൊക്കെ പോയിട്ട് പിള്ളേരുടെ അടുത്ത് തമിഴ് പറഞ്ഞിട്ട് എന്റെ അപ്പ എന്നോട് ചോദിക്കും, നീ തമിഴൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്, എന്റെ വീട് സേലത്തിന്റെ അടുത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഈ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ നമ്മുടെ കുമാരിയോട് സജസ്റ്റ് ചെയ്തത്, നമുക്ക് മുത്തു കാണാം എന്ന് തീർച്ചയായിട്ടും. പറഞ്ഞ് അങ്ങനെ ഇരുത്തി ഞങ്ങൾ കാണിച്ചത് ഒന്നിച്ചിരുന്നത്. എന്തിനായിരുന്നു എന്താവശ്യമായിരുന്നു എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. റീവാച്ച് അപ്പൊ നമ്മള് ചെയ്തപ്പോ നിനക്കും കുറെ പ്രോബ്ലംസ് തോന്നിയില്ലേ? ഉറപ്പായിട്ടും കാര്യം ഞാൻ പണ്ട് കണ്ട ആ ഒരു ഫീലിൽ ഇരിക്കുവായിരുന്നു. എന്റെ ആ ഒരു പണ്ടത്തെ നൊസ്റ്റാൾജിയ എക്സ്പീരിയൻസ് മുഴുവൻ തകർത്ത് കളയുന്ന അവസ്ഥയായിരുന്നു. തീർച്ചയായിട്ടും. അത് ഇന്റൻഷണൽ അല്ലായിരുന്നു, ബട്ട് ഇറ്റ് വാസ് സപ്പോസ് ടു ഹാപ്പൻ ബിക്കോസ് ദ മൂവി ഇസ് നോട്ട്. അതൊരു കാര്യം അത് ആ നമ്മുടെ പെർസ്പെക്റ്റീവും ചേഞ്ച് ആയല്ലോ. നമ്മളും ആ ഒരു ചെറുപ്പത്തിലെ ഇതല്ല. അപ്പൊ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. നമ്മുടെ സിനിമ നോളജും കുറച്ചുകൂടെ അല്ലെ, കാണുന്ന രീതിയും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു പരിണിത ഫലമാണ്. അപ്പം ഇല്ലേ. അത് തന്നെ ഇതിലെ പറ. ഡയറക്ടർനെസ്സിനെ പറ്റി പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇപ്പം മുത്തു ഡയറക്ട് ചെയ്തിരിക്കുന്നത് KS രവികുമാർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അദ്ദേഹം ഒരുപാട് തമിഴ് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ചെയ്യുന്ന പടങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു സീനിൽ പുള്ളി ക്യാമിയോ റോൾ വരാറുണ്ട്. ഈ പടത്തിനകത്തും ഉണ്ട്. കുളുവാലി പോയി കഴിഞ്ഞിട്ടുള്ള സംഭവത്തിന്റെ ആ അകത്ത് ഓക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അവിടുത്തെ അല്ല, എനിക്ക് പുള്ളി അറിയാം, ഏതൊക്കെയോ പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ തോന്നുന്നു ഈ ദശാവതാരത്തിന്റെ അകത്തും ഉണ്ട് പുള്ളി. ഈ പാട്ടിന്റെ അടുത്തിടയ്ക്ക് അകത്ത് വരും. കണ്ട ഏതോ ഒരു പടത്തിനകത്തിൽ ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏതാന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ എനിക്ക് അങ്ങോട്ട്. നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനില്ലേ, അത് ഗൂഗിൾ കുട്ടപ്പ എന്ന് പറഞ്ഞിട്ട് തമിഴില് റീമേക്ക് ചെയ്യുന്നുണ്ട്. അതല്ല, അതില് അത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ സുരാജിന്റെ റോള് പുള്ളിയെ ചെയ്യുന്നു. ഓ ഓ ഓക്കെ ഓക്കെ. പുള്ളിയുടെ പടങ്ങൾ പറയുകയാണെങ്കിൽ പടയപ്പയ്ക്കകത്തുണ്ട് പുള്ളി വരുന്നുണ്ട്. പാട്ടിന്റെ അകത്ത് വരും പുള്ളിയുടെ. അവരാ ഉം, മോളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പാട്ടുണ്ടല്ലോ.
ഓ ഞാൻ കണ്ടത് കള്ളു കുടിച്ചിട്ട്. ജപ്പാനാണ് കേട്ടോ. ജപ്പാന്റെ അതില് ജപ്പാൻ. ജപ്പാനില്ലേ നമ്മുടെ ആ, ഞാൻ ഓർത്ത് പറയുമ്പം കാർത്തിയുടെ ജപ്പാൻ. ജാപ്പനീസ് ഫസ്റ്റ് അല്ല ആയിരിക്കും അല്ല കണ്ടത്. അല്ലല്ല നമ്മുടെ ജപ്പാൻ കാർത്തിയുടെ പടം. ഇച്ചിരി പടം ഇച്ചിരി മോശമായിരുന്നു, ദുരന്ത്. പക്ഷെ യെസ്. പിന്നെ ഇതിലും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാന് കോമാളിയിലും ഉണ്ടല്ലോ MLA ആയിട്ട്. ആ കോമാളി ഉണ്ട് 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 ഉണ്ട്. എനിക്ക് ജയൻ അത്യാവശ്യം വലിയ രവിയുടെ. കുഴപ്പമില്ല. ഞാനൊരു ജയം രവി ഫാനുമാണ് കേട്ടോ. ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. പ്രത്യേകിച്ച് തനിയൊരുവനൊക്കെ എന്റെ മൾട്ടിപ്പിൾ വാച്ചിലുള്ളത്. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ കാണേണ്ട ഒരു പടമാണ് പേരാൻമ എന്ന് പറഞ്ഞ പടം. അത് അവൻ ഒരു ആദിവാസി, ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബില് ഉള്ള മെമ്പർ ആയിട്ടാണ് പുള്ളി അതില്. ആദിവാസി എന്ന് പറയുമ്പോ പുള്ളിയുടെ മറ്റേ പടം എനിക്ക് വനമകൻ. വനമകൻ അങ്ങനത്തെ ദുരന്തമല്ല ഇത്. ആക്ച്വലി ഒരു നല്ല ഒരു, അതായത് പുള്ളി ഒരു ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടാണ് അതിനകത്ത്. ഫോറസ്റ്റ് ഓഫീസർ ആണെന്നാണ് എനിക്ക് ഓർമ്മ. ഞാൻ ആ പടം കാണാൻ കാരണം അർണോൾഡ് അതിന്റെ അകത്ത് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇത് വന്നായിരുന്നു. അർണോൾഡിനെ പോലെ ലുക്കുള്ള ഒരുത്തനുണ്ട്. അർണോൾഡ് ഷ്വാസ്നഗർ. അപ്പം പുള്ളിയുടെ ലുക്കുള്ള ഒരു ഇംഗ്ലീഷുകാരനെ കൊണ്ടുവന്നിട്ട് അതിന്റെ അകത്ത് വില്ലനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കമാൻഡോയുടെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആ ഒരു പോസ്റ്റിൽ നിൽക്കുന്നവര്. അപ്പൊ ഞാൻ ഓർത്ത് അർണോൾഡ് തമിഴ് പടത്തിലൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് കണ്ടത്. പക്ഷെ അർണോൾഡിന്റെ അവസാനം വരെ കണ്ടില്ല. എനിക്കാണ് മനസ്സിലായത് അർണോൾഡിനെ പോലെ ഇരിക്കുന്നവർ തന്നെയാണ് ഇത്. പക്ഷെ പടം ആക്ച്വലി നല്ല പടമാണ്. കാണേണ്ട ഒരു പടമാണ്. പുള്ളിയുടെ കരിയറിൽ തന്നെ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയ പടമാണ്. കാരണം പുള്ളി ആ പടത്തിന് ശേഷമാണ് പുള്ളിയുടെ ആക്ടിങ്ങിലും കുറച്ചുകൂടെ ഒരു എന്താ പറയുക വേരിയേഷൻസ് കൊണ്ടുവരാനും ഡിഫറെന്റ് റോൾസ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് പുള്ളിക്ക് കൊടുത്ത പടമാണ്. പുള്ളി തന്നെ പുള്ളിയുടെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. കാര്യം അതിന്റെ ഡയറക്ടറും ഒരു അല്ലല്ല, പുള്ളി കുറച്ച് ഡിഫറെന്റ് റോൾസ് എടുത്തിട്ടുണ്ടെന്ന് ഞാനിപ്പോ നീ ഇത് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. കാരണം മറ്റേ ടിക് ടിക് എന്നൊക്കെ പറയുന്ന പടങ്ങളുണ്ടല്ലോ. അത് അതിനകത്തിലും മിരുതൻ സോംബി പടം, അങ്ങനത്തെ കുറെ ഡിഫറെന്റ് പടങ്ങളുണ്ട്. അതെ. പക്ഷെ ഈയിടെ ഇറങ്ങിയ പടം പൊട്ടിയായിരുന്നു. അതേത് പടം? മറ്റേ ഇതുണ്ടല്ലോ, ഒരു സൈക്കോ കില്ലറിന്റെ പടം ഇറങ്ങിയായിരുന്നു, ഇരൈവൻ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ കണ്ടായിരുന്നു. അത് എനിക്കത് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഒരു കണ്ടോണ്ടിരിക്കാൻ. പിന്നെ എനിക്ക് പുള്ളിയോടുള്ള ഒരു ഇഷ്ടം കാരണമാണെന്ന് തോന്നി ഞാനത്. എനിക്കത് കുഴപ്പം. ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത്. അതിന് പുറമെ ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പടം റിലീസായി, സൈറൻ എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇച്ചിരി ദുരന്തമാണെന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. ഇരൈവനേക്കാളും ദുരന്തമാണ് സൈറൻ എന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. ഞാൻ രണ്ടും കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഞാനിങ്ങനെ കേട്ടതാണ്. അപ്പം നമ്മള് ഇതിനൊരു വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. അതെ. എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓക്കെ. അത് ഞങ്ങളുടെ പോഡ്കാസ്റ്റിലൊക്കെ ഒരു കോമൺ തീമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ഹോൾമാർക്കാണത്. അപ്പം ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം 1994 തേന്മാവിൻ കൊമ്പത്ത് വരുന്നത്. അടുത്ത വർഷം തന്നെ അത് ഞാൻ തമിഴിൽ റീമേക്ക് ചെയ്യും എന്ന് പെട്ടെന്നായിരുന്നു. അവിടെ വെരി ഫാസ്റ്റ് രജിസ്ട്രേഷൻ. അത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം തമിഴില് തേന്മാവിൻ കൊമ്പത്തിന്റെ അകത്ത് എന്ന് പറയുമ്പം മോഹൻലാലിന്റെ ക്യാരക്ടർ മാണിക്യൻ എന്നല്ലേ പേര്? അതെ, മാണിക്യൻ ആ വീട്ടിലെ ഒരു സാധാരണ ഒരു പണിക്കാരൻ എന്നുള്ള ലെവലിലാണ് പുള്ളി. ടെക്നിക്കലി തമിഴിലും അങ്ങനെ തന്നെയാണ് തുടക്കം. പക്ഷെ പിന്നീടാണ് ഫ്ലാഷ് ബാക്കിലാണ് റിവീൽ ആവുന്നത്. അതായത് പുള്ളി വലിയൊരു ജമീന്ദാറിന്റെ മകനായിരുന്നു, ആ സ്വത്തുക്കൾ മുഴുവൻ അവരുടേതായിരുന്നു എന്ന് ഒരു കാര്യമുണ്ട്. എടി ലാലേട്ടനൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റും. ലാലേട്ടന്റെ റേഞ്ച് അല്ല രജനീകാന്ത്, മനസ്സിലായോ? ലാലേട്ടൻ ഇങ്ങനെ കുറെ ആട്ടൊക്കെ അഭിനയിക്കാനൊക്കെ പറ്റുന്നില്ല. ലാലേട്ടൻ ഇങ്ങനെ കൂറ റോളൊക്കെയാണ് ഇതിലെടുത്ത് ചെയ്യും. പക്ഷെ രജനീകാന്തിന്റെ ഒരു ലെവല് വേറെയായി. ഇങ്ങനത്തെ പറയുന്ന പുള്ളിനെ വേലക്കാരനൊക്കെ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാല് ഞങ്ങള് ഫാൻസ് അടങ്ങിയിരിക്കില്ല, കടപ്പുറകളൊക്കെ കുത്തിപ്പിടിക്കും. നമ്മള് നാച്ചുറൽ ആക്ടേഴ്സ് ആണ്. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? ഇതൊക്കെ അത് നിങ്ങളുടെ അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ ലാലേട്ടൻ അങ്ങനെ ഒരു സാധാരണ ഒരു പണിക്കാർ. പക്ഷെ മറ്റേ നമ്മുടെ
ഉം. നെടുമുടി വേണുവിന്റെ ചേച്ചി പുള്ളിക്കാരനെ ഒരു മകനായിട്ടാണ് കാണുന്നത്, അതായത് നമ്മുടെ അതെ കവിയൂർ അതെ പൊന്നമ്മയുടെ ക്യാരക്ടർ. അതെ അതെ. ആ സാധനം തന്നെ അവിടെയും ആ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും അവിടുത്തെ, പക്ഷെ പുള്ളി അവിടെ കുതിരവണ്ടി ഓടിക്കുന്ന ആളായിട്ടാണ് ആളായിട്ട് മുത്തു. ഇവിടെ ഉം. കാളവണ്ടി അല്ല കാള കാള പോരാണെന്ന് തോന്നുന്നില്ല. ഓട്ടമാണ് അതും. കാള റേസ്. ഓട്ടത്തിന്റെ അകത്തൊക്കെ ഉണ്ട്, അതെ അതെ. റേസ് ഉണ്ട്. മറ്റേത് ജമീന്ദാറിന്റെ കുതിരവണ്ടി ഓടിക്കുന്ന ആളായിട്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ സെക്കൻഡ് എന്നാലും ഒരു കാര്യമുണ്ട് അവിടെയും. പുള്ളിയാണ് അവിടുത്തെ മറ്റ് ജോലിക്കാരെയൊക്കെ കൺട്രോൾ ചെയ്ത് എങ്ങനെ ഇപ്പം വേലക്കാരനാണെന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും ഒരു ജമീന്ദാർ ലെവലിലാണ് പുള്ളി അവിടെ നടക്കുന്നത്. തീർച്ചയായും. പിന്നെ അപ്പൊ ആകാണ്ട്. അങ്ങനെ എന്നിട്ട് ഇവര് നാടകം കാണാൻ പോകുന്നു. അതിന്റെ അകത്തും സെയിം ഇത് തന്നെ. അവിടെ ഏഹ്, അവിടെ നെടുമുടി വേണുവിന്റെ റോള് ചെയ്തിരിക്കുന്ന പുള്ളി സ്ഥിരം ജമീന്ദാറായിട്ട് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ പുള്ളി ഹൈ ക്ലാസ് റോള്, ശരത് ബാബു എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ ചക്രപാണിയായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഇടയിൽ വരുന്ന ഒരു കാര്യമാണ്, ഉം. പുള്ളി ചെയ്തിരിക്കുന്ന റോളുകളൊക്കെ ഒൺലി ഹൈ ക്ലാസ്. അതായത് ഓ, ഒന്നെങ്കിൽ നമ്മുടെ ജമീന്ദാർ, അനൂപ് മേനോൻ പോലെയാണോ? ആ, ഒന്നെങ്കിൽ ജമീന്ദാർ, അല്ല ഡോക്ടർ, ഓ, അല്ല റിച്ച് ബിസിനസ്മാൻ. അങ്ങനെ ഇങ്ങനെ ഉള്ളി ഹൈ ക്ലാസ് റോളുകളൊക്കെ. പക്ഷെ ഓ, പുള്ളി പോർത്തൊഴിലിന്റെ അകത്തൊരു ഡിഫറെന്റ് ആയിട്ട്, അവസാനം പുള്ളിയുടെ വന്നത് പോർത്തൊഴിലാണ്. പുള്ളി ഓക്കെ. മരിച്ചുപോയി. അവസാനമായിട്ട് വന്ന പോർത്തൊഴിലാണ്. പോർത്തൊഴിലിന്റെ അകത്ത് പുള്ളി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കെന്നി എന്ന് പറഞ്ഞിട്ടൊരു, കെന്നിയാണോ കെന്നഡിയാണോ, കെന്നി എന്ന് പറഞ്ഞിട്ടൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു സൈക്കോ ഓ ഓ യെസ്, ആ സ്വഭാവമൊക്കെ പടം ഞാൻ ഉള്ളത്. കണ്ടിട്ടുണ്ട്. മറ്റേ സൈക്കോ ത്രില്ലർ കണ്ടിട്ടുണ്ടോ? പടം, നമ്മുടെ റമ്മി ശരത് നായകന്റെ പടം. കുമാറിന്റെ ആ. റമ്മി. നീ എന്ത് പറ, സുപ്രീം സ്റ്റാർ ആണ് പുള്ളി തമിഴിലെ റമ്മി നായകൻ എന്നൊക്കെ. ജംഗിളി റമ്മിയുടെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ. നിർത്തിയൊക്കെ അപമാനിക്കുമോ? അപ്പൊ നമ്മുടെ തീർച്ചയായിട്ടും. റമ്മി നായകൻ യെസ് യെസ് യെസ്. അഭിനയിച്ചിരിക്കുന്ന പുറത്തൊഴിലുണ്ട്. പക്ഷെ പുള്ളിയെ കണ്ടു അതിലാ കഴിഞ്ഞാൽ മറ്റേ പുള്ളി. അത്യാവശ്യം മനസ്സിലായി, മറ്റേ റെഡ് തലയൊക്കെ ഇട്ടല്ലേ, മീൻ റെഡ് മുടിയൊക്കെ ഇട്ട്. പക്ഷെ പുള്ളി ഭയങ്കര ഡിഫറെന്റ് അതെ ആയിട്ടാ അതെ അതെ അതിന്റെ അതെ, ഇത് കേട്ടോ. കൊള്ളായിരുന്നു. ചിലപ്പം അതങ്ങനെ ആയതാണോ ഇനിയിപ്പം, അതോ അതിനു വേണ്ടിയിട്ടുള്ള മേക്ക് ഓവർ ആണോ, ചിലപ്പം പ്രായമായില്ല ഇപ്പം അങ്ങനെ ആ ആ ആ. ആയതായിരിക്കാം. പക്ഷെ എന്നാലും പുള്ളിയുടെ ഓ, മറ്റു പക്ഷെ പടങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഡിഫറൻസ് ആണ്. ഞാൻ ആക്ച്വലി മുത്തു കണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പോർത്തുഗലിൽ കാണുന്നത്. പക്ഷെ എനിക്കത് റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള എനിക്ക് ആ പുള്ളിയെ മനസ്സിലായില്ല കേട്ടോ. ഇപ്പൊ നീ പറഞ്ഞപ്പോഴാണ് ആളാണെന്ന് അല്ലേ, തന്നെ ഞാൻ. അതെ അതെ അതെ. ആദ്യം നമുക്ക് കാണാൻ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ആ ഒരു രീതിയിലോട്ട് മാറി. പക്ഷെ നല്ല ഒരു അത് ഡിഫറെന്റ് മേക്ക് റോളായിരുന്നു. ഓവർ പുള്ളി ആണ്. അങ്ങനെ അതെ അതെ. ചെയ്തിട്ടില്ലാത്ത ഒരു റോളും അങ്ങനത്തെ. ഇപ്പം അപ്പൊ ഇതിന്റെ അകത്തും അതുപോലെ തന്നെ ഇവര് നാടകം കാണാൻ പോകുന്നു. ഇതില് ശോഭനയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മീനയാണ്. പക്ഷെ മറ്റേതിന്റെ അകത്ത് ഇല്ലാത്ത എനിക്ക് തോന്നുന്നു മറ്റേ പൂങ്കുഴലിയുടെ പൂങ്കുഴലിയോ അങ്ങനെയല്ലേ ആ പെണ്ണിന്റെ പേര്, മറ്റേ ആ ആ മോഹൻലാലിനെ. ആ ആ, അല്ല, ആ ആ, കാർത്തുമ്പി അല്ലേ? കാർത്തുമ്പി. അല്ല, കാർത്തുമ്പിയാണ് ശോഭന. ശോഭന. കാർത്തുമ്പിയാണ് ശോഭന. ആ ആ ആ, അപ്പം മറ്റേ അതല്ലേ അവളുടെ പേര്. കാർത്തുമ്പി എന്നാണ് ശോഭനയുടെ പേര്. ആരുടെ പേരാ ശോഭനയുടെ നിനക്ക് പേര്. വേണ്ടത്? മറ്റേ പാട്ടിലെ കള്ളിപ്പൂങ്കുയിലെ പാട്ടിലെ ആ കുയിലി. പെണ്ണുണ്ടല്ലോ. കുയിലി, കുയിലി, അതെ അതെ, കുയിലി. കുയിലി അങ്ങനെയാണ് പേര്. പൂങ്കുഴലി ഉം. എന്തൊക്കെയാണ്. കുയിലി. കുയി കുയിലിയുടെ റോളിന് സിമിലർ ആയിട്ടുള്ള ഒരു റോൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇത് പുള്ളിയുടെ തന്നെ, അതായത് രാധാരവി അവതരിപ്പിക്കുന്ന വില്ലന്റെ ക്യാരക്ടറിന്റെ മോളാണ് ഇതില് ജമീന്ദാറിനെ വളയ്ക്കാൻ മറ്റേ ഇക്കിള് വരുന്ന പെണ്ണ്. ഇക്കള് വരുന്ന പെണ്ണ്. യെസ് യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. ആ അല്ല, ആ കുയിലിന് ഈക്വൽ ആയിട്ടുള്ള റോളാണോ അത്? ഞാൻ വെച്ച് KPS ലളിതയുടെ റോളിന് ഈക്വൽ ആയിട്ടുള്ള റോളായിരിക്കും. കാരണം ജമീന്ദാറിന്റെ അതും ശരിയാണ്. അതെ കറക്റ്റ്. KPC ലളിതയുടെ KPS റോളിന് ലളിതയുടെ ഈക്വലന്റ്, റോൾ. കാരണം മുത്തുവിന്റെ പുറകെ അല്ലല്ലോ കാർത്തു നടക്കുന്നത്. കാർത്തൂന്റെ അപ്പൊ ഇതില് റോളിന്റെ ഈക്വൽ കുയിലില്ല. ആയിട്ട്. ശ്രീനിവാസന് പോലത്തെ ഒരു റോൾ ഉണ്ടല്ലോ ഇതിനകത്തിൽ. മറ്റേ ഉണ്ട്. മറ്റേ പൊന്നമ്പലം. പുള്ളി. ആ, പൊന്നമ്പലം. പൊന്നമ്പലം എനിക്ക് പുള്ളിയെ ഓർമ്മ മറ്റേ പുള്ളി മറ്റേ പ്രജാപതിക്ക് അല്ലല്ല, എന്തായിരുന്നു മറ്റേ നെപ്പോളിയന്റെ ആടിന്റെ അകത്ത്. പടത്തിനകത്തില്. അല്ല, നെപ്പോളിയന്റെ പടത്തിനകത്തില് മറ്റേ ഓ പുഷപ്പെടുക്കുന്നു. വാറന്റിന്റെ അകത്ത്. ഇത് വാറന്റ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് കേട്ടോ. ഞങ്ങളുടെ എപ്പോഴേലും നമ്മുടെ കൾട്ട് ക്ലാസിക്സുകളിൽ എപ്പോഴെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് തീർച്ചയായും നമുക്ക് തീർച്ചയായും. ശ്രമിക്കാം. അതൊരു മസ്റ്റ് വാച്ച് പടമാണ്. അതൊരു ബ്യൂട്ടിഫുൾ പടമാണ്.
അപ്പം ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പൊ KPC ലളിതയുടെ റോളാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. കറക്റ്റ്. ആ അതെ അതെ. ഇതില് വില്ലനായിട്ട് രാധാരവി എന്ന് പറഞ്ഞ പുള്ളിയാണ്. അമ്പലത്താൻ എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് പുള്ളിയുടെ പേര്, ഒരു മറ്റൊരു റൈവൽ ഉം. ജമീന്ദാർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ. അപ്പൊ പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വത്തുക്കളെല്ലാം പുള്ളിയുടെ പേരിലാക്കുക. ആ അതിനു വേണ്ടിയിട്ടാണ് പുള്ളി മോളെ പിമ്പി എന്ന് വേണേ പറയാം, അത് കെട്ടിച്ചു നമ്മുടെ കൊടുക്കാനായിട്ട് സുകുമാരിയുടെ നോക്കുന്നു റോളുമായിട്ട് എന്നുള്ളത്. ഏകദേശം നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ് അല്ലേ? ആ സുകുമാരിയുടെ അതെ അതെ അതെ, ആ കാര്യം അതെ, സുകുമാരിയുടെ ആ റോൾ എടുത്ത് ഗാന്ധാരി ഇങ്ങനെ ആ കാര്യം റോള്. ഗാന്ധാരിയും അതെ. അപ്പം പക്ഷെ അത് മാറ്റണ്ടായിരുന്നു, കാരണം ആ, സുകുമാരി ഒരു പവർഫുൾ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു റോളാണ് സുകുമാരിയുടെ. കാരണം പുള്ളിക്കാരി ഇങ്ങനെ ജിൽ ജില്ലെന്ന് നിൽക്കുമ്പോ, മറ്റേ സത്യം പറഞ്ഞാല് അപ്പുറത്ത് നെടുമുടി വേണം നിൽക്കുമ്പം പുള്ളി ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, പുള്ളിക്ക് അത്രയും പവർ ഇല്ലെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സുകുമാരി അത് അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇല്ല, പക്ഷെ ഒരു കാര്യമുണ്ടേ, തമിഴ്നാട്ടില് എന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ പിന്നെ ആൾക്കാർ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ ആ സമയത്തൊക്കെ ഇപ്പം രജനീകാന്തിന്റെ തന്നെ ആം, ഒരു പടത്തിന്റെ അകത്ത് ഉം, പുള്ളിക്കാരനെ എപ്പോഴും അനാഥപ്പയലെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന, അതായത് ഇത് പടമാണെന്ന്, അരുണാചലം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഓക്കെ. അതിന്റെ അകത്ത് ഒരു ഇവന്റെ മുത്തശ്ശിയായിട്ടൊരു ഒരു ക്യാരക്ടർ ചെയ്തു. വടിവുക്കരസി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്, ആക്ട്രസിന്റെ പേര്. പുള്ളിക്കാരി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ മുത്തശ്ശിയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ. പുള്ളീനെ ആ പടത്തിന്റെ അകത്ത് ഇവന്റെ അപ്പനും അമ്മയ്ക്കും ഒരു അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അവര് കൊച്ചുങ്ങളില്ലായിരുന്ന സമയത്ത് അപ്പൊ അവര് അങ്ങനെ എടുക്കുന്നതാണ് പുള്ളിനെ, അപ്പൊ എടുത്തു വളർത്തുന്നതാണ് പുള്ളീനെ. അപ്പം ഇവരുടെ ഫാമിലിയില് തലമുറ തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു കാപ്പുണ്ട്, കയ്യിലിടുന്ന ഒരു തള ഓക്കെ. പോലത്തെ ഒരു ഐറ്റം. അത് മൂത്ത മകൻ എന്നുള്ള നിലയിൽ രജനീകാന്തിന്റെ കയ്യിലാണ് കിടക്കുന്നത്. അത് ഈ അമ്മച്ചിക്ക് ഇഷ്ടമല്ല. കാര്യം ഇവരുടെ തലമുറ തലമുറയായിട്ട് മൂത്ത മകന് ഓ കൊടുക്കും. ഓ ഓ ഓ. ഇവരുടെ കുട്ടി അല്ലല്ലോ, എടുത്ത് എടുത്തു വളർത്തിയതായിരുന്നു. വളർത്തിയതാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ പടത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പുള്ളീനെ അപമാനിക്കുന്ന രീതിയിൽ ഓരോ വർത്താനം പറയും. ഇച്ചിരി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പക്ഷെ ലാസ്റ്റ് നന്നാവും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇങ്ങനെ പറയും, ഇങ്ങനെ അനാഥപ്പായലെ എന്നൊക്കെ പറയും, നീ എന്ത് ഇവിടെ കിടന്ന റോള് കളിക്കാൻ, നീ ആരാന്നൊക്കെ ചോദിക്കുന്ന ഒരു ഇതുണ്ട്. ആ പടം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ വക ഡെത്ത് ത്രെറ്റ്സും ഇങ്ങനത്തെ ഇങ്ങനെ എന്തോ തലൈവറയാണോ പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ തെറിവിളിയും മറ്റു കാര്യങ്ങളും. എന്നിട്ട് രജനീകാന്ത് തന്നെ നേരിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് അനൗൺസ്മെന്റ് പോലെ ഇങ്ങനെ വിട്ടു. അതായത് ഇങ്ങനെ സിനിമയായിട്ട് കാണുക, അല്ലാണ്ട് അവരൊരു അഭിനേത്രിയാണല്ലോ, അവരവരുടെ റോള് ചെയ്തു എന്നേ ഉള്ളൂ, അല്ലാണ്ട് എന്നെ എല്ലാവരും ചീത്ത വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് അത് മനസ്സിലാക്കേണ്ട അവസ്ഥ വന്നു. ഇതൊരു ഫോക്ക് ലോർ ആണ്, ലെജൻഡ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മറ്റേ ദളപതി പടത്തിന്റെ അതില് മമ്മൂട്ടി മരിക്കുന്നതിന് വരെ ശരിക്കും രജനീകാന്ത് ആയിരുന്നു മരിക്കാനിരിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ ഓഡിയൻസ് ഒക്കെ പിന്നെ തിയേറ്റർ വലിച്ചു സമ്മതിക്കത്തില്ല കയറി. തോന്നുന്നു. അത് ആ അതറിയത്തില്ല. പക്ഷെ ട്രൂ മണിരത്നം സ്റ്റോറി ആണോ അതിങ്ങനെ എനിക്കറിയില്ല. ആ ആ പടത്തിന് 2 ക്ലൈമാക്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ മണിരത്നം പറയുന്നത് അതിനൊറ്റ ക്ലൈമാക്സേ ഉള്ളൂ എന്നുള്ള രീതി, അതങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ്. അതൊന്നും നമുക്കറിയില്ല എന്താണ്. ഇതേ അവസ്ഥ തന്നെ നീലാംബരിയായിട്ട് രമ്യ കൃഷ്ണൻ ഞാനത് പടയപ്പേല് പറയാൻ ചെയ്തപ്പോ വരുമായിരുന്നു. പുള്ളിക്കാരിക്ക് നീലാംബരി ഒരു ആദ്യം സ്ട്രോങ് ക്യാരക്ടർ ആണല്ലോ. എനിക്ക് പുള്ളിക്കാരിയാണ് ആ ആ പടത്തിനകത്ത് രജനീകാന്തിനേക്കാളും ഇഷ്ടം. അപ്പൊ 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 ആ ഒരു റോള് ചെയ്യാനായിട്ട് പുള്ളിക്കാരിക്ക് ഒരു മടി ഉണ്ടായിരുന്നു. കാര്യം ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട്. പക്ഷെ പുള്ളിയാണ് പിന്നെ അതിനൊരു കോൺഫിഡൻസ് കൊടുത്ത് ഇങ്ങനെയൊക്കെ അവര് പറഞ്ഞാണത്. പക്ഷെ അതിന് ഇത്രയും ഭീകരമായിട്ട് അതിനും ഉണ്ടായിരുന്നു ആൾക്കാർ അവരുടെ വീടിന് കല്ലെറിയാൻ പോവുക, ഏതാണ്ടൊക്കെ ചെയ്യാൻ ഓ നോക്കിയായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് ഓക്കെ. കാര്യമില്ല. കാര്യം അത്രയും ആരാധനയാണല്ലോ ആൾക്കാർക്ക്. ഇപ്പൊ പക്ഷെ MGRനൊക്കെ ഇപ്പോഴും ഇതുപോലത്തെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പോഴും ആ ഒരു ലെവലിലുള്ള ഫാൻ ബേസ് ഇപ്പത്തെ ആക്ടേഴ്സിനുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഐ മീൻ എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പത്തെ പുതിയ തലമുറയിലുള്ളവർക്ക് അതായത് ഇപ്പത്തെ വിജയ് പോലത്തെ ആക്ടേഴ്സിന്, അല്ലെങ്കിൽ സൂര്യ പോലത്തെ ആക്ടേഴ്സിന്. വിജയ്ക്കൊക്കെ ഉണ്ട് അവർക്കുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ പോയിട്ട് ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കാനും അങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ, സൈബർ അറ്റാക്കും ബുള്ളിങ്ങും ഒക്കെ ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും ആൾക്കാരുണ്ട്. പക്ഷെ അല്ലാണ്ട് അതിപ്പം ഫാൻസ് എന്ന് പറയുമ്പോൾ നമ്മള് ആഹ് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മള് ഒരർത്ഥത്തിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും ഇപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാള് നമ്മുടെ ഒരു ബ്രദറിനെയോ അല്ലെങ്കിൽ എന്താ പറയുക അതുപോലെ കാണുന്ന ഒരാളെ ആരെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമല്ലോ. അവരെ നമുക്ക് ഇങ്ങനെ വഴക്ക് പറയുന്നത്
ഡിഫെൻഡ് ആ, ചെയ്യുകയല്ല ഞാൻ, അവരുടെ ഒരു മാനസികാവസ്ഥ, എനിക്ക് അവരുടെ മനസ്സിലായി, പെർസ്പെക്റ്റീവിൽ നിന്ന് എനിക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ. മനസ്സിലായി, അണ്ടർസ്റ്റാൻഡ്. അപ്പം പക്ഷെ അതിനൊരു ലെവലുണ്ട്. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഇതാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ നമ്മള് വിചാരിക്കും മലയാളത്തിലൊക്കെ മാത്രമേ ഉള്ളൂ, അതായത് ഇങ്ങനെ ഒരു ബോഡി ഷെയ്മിങ് അല്ല അങ്ങനത്തെ ക്രൂരമായിട്ടുള്ള സൈബർ അറ്റാക്ക് ഒക്കെ ഉള്ളൂ എന്നൊക്കെ. അവിടെ ഇതൊക്കെ തന്നെയാണ് കളി. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക, പല ഇതിപ്പോ പേരുകളിട്ട് കേട്ടിട്ട് വിളിക്കുക, എനിക്ക് തോന്നുന്നു അതൊക്കെയാണ്. മലയാളത്തില് കുറവാണ് മെച്ചം. മലയാളത്തിൽ മോശമൊന്നും അല്ല. അത് നമുക്ക് വേറൊരു ഡിഫറെന്റ് ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബാക്ക് ടു ചെയ്യണം, ഡെഫിനറ്റ്ലി. മുത്തു. ബാക്ക് ടു ദ പോയിന്റ്. യെസ്. നമ്മളുടെ വിഷയത്തിൽ നിന്നും തെന്നി ഹോൾമാർക്ക്. മാറുന്നു. അപ്പം മുത്തുവിന്റെ കാര്യത്തിലാണെങ്കിൽ സെയിം റുട്ടീനിൽ തന്നെയാണ് കഥ പോകുന്നത്. അതായത് അവര് നാടകം കാണാൻ പോകുന്നു. നാടകം കാണാൻ പോകുമ്പോ അവിടെ നാടകം കാണാൻ പോകുന്നിടത്ത് പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അവിടെ ഒരു പുള്ളിക്കാരിയുടെ മാനം കാക്കാൻ വേണ്ടി ഒരു ഓണർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് അവിടെ. യെസ് യെസ് യെസ്. ആ ഫൈറ്റിൽ എല്ലാരെയും അടിച്ച് പപ്പടമാക്കി കഴിയുമ്പോഴത്തേക്കും ജമീന്ദാർ പറയും നായികനെ കൊണ്ട് പോകാനായിട്ട് ഓടി വീട്ടിലോട്ട് രക്ഷപ്പെട്ടാണ്. ചെല്ലാനായിട്ട്. പക്ഷെ പുള്ളി അവരുടെ കൂടെ കേറുന്നില്ല. എന്നിട്ട് ഇവര് പോവാണ്. ഇവര് പോകുമ്പോഴാണ് മറ്റേ കാട്ടില് ഒറ്റപ്പെടുന്നത് പോലത്തെ സിറ്റുവേഷനുകൾ ഉണ്ട്. അവിടെ ഇവിടെ ആണെങ്കിൽ ആ ഒരു മലയാളത്തിൽ ഇച്ചിരി സീക്വൻസ് ഉണ്ട്. ഡിഫറെന്റ് ആണല്ലോ. ആ ആ ആ പറഞ്ഞു. അവിടെ തമ്പ്രാൻ ചേട്ടനെ അവിടെ പിടിച്ചു വെച്ച് അടിച്ചു. അടി കൊള്ളുന്നുണ്ട്, ഞാനത് പറയാൻ വരുമായിരുന്നു, അതാ ഞാൻ പറയാൻ വന്നത്. ഇവിടെ നന്നായിട്ട് അടി അങ്ങനെ കൊള്ളുന്നുണ്ട്. ഉണ്ടാവുന്നില്ല. ഇവിടെ അങ്ങനെ ഉണ്ടാവുന്നില്ല. അടി കൊള്ളുന്നുണ്ട്. പിന്നെ മോഹൻലാൽ ആക്ച്വലി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. അതെ അതെ, കറക്റ്റ്. അല്ല ഇതവിടെ പുള്ളി അങ്ങനെ പറ്റില്ലല്ലോ. അല്ല പുള്ളി അന്വേഷിക്കുന്നുണ്ട്, മോഹൻലാൽ ചോദിക്കുന്നുണ്ട് തമ്പുരാൻ ചേട്ടൻ കേറിയോന്ന് തമ്പ്രാൻ ചോദിക്കുന്നുണ്ട്. ചേട്ടൻ കേറിയോന്ന് ആ ചോദിക്കുന്നു. അപ്പൊ ഇവള് പറയുന്നുണ്ട് എല്ലാരും കേറിയോ എല്ലാം വണ്ടി കേറി, വിട്ടോ. എല്ലാരും കേറി വണ്ടി. അതെ അതെ അതെ. പക്ഷെ ഇവിടെ റിയലിസ്റ്റിക് ആണെങ്കിൽ അവിടെ പിന്നെ രജനീകാന്ത് ഇങ്ങനെ അടി കൊണ്ടോടുന്ന ആളല്ലേ, അടിച്ച് പരത്തുന്നതാണ്. ഐ ആം ദ ഡേഞ്ചർ തെറിപ്പിക്കുന്നു. ആണ് പുള്ളി. അപ്പം അവിടെ അങ്ങനെ എല്ലാരും ഇടിച്ച് തെറിപ്പിക്കും. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ ആഹ്, രജനീകാന്തിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ പുള്ളിയുടെ പൊളിറ്റിക്കൽ പ്രവേശനം ഒരുപാട് നാളുകളായിട്ട് ചർച്ചയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു ഇടയ്ക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുള്ളി കാരണം ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. കാരണം ഓ ജയലളിതയ്ക്ക് വോട്ട് ചെയ്യരുത് എന്ന് പുള്ളി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഓ കാര്യം അവര് തമ്മിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ജയലളിത പോകുന്ന ഉം, ഈ മിനിസ്റ്റർ ഒക്കെ വരുമ്പോഴത്തേക്കും വണ്ടികളെല്ലാം നിർത്തിവെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിന്നപ്പോഴത്തേക്കും പുള്ളി കാറിന് പുറത്തോട്ടിറങ്ങി. പുള്ളി അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിന്നു. അപ്പം അത് കണ്ടിട്ട് ആൾക്കാർ ഓടിക്കൂടി. അങ്ങനെ അവിടെ ബ്ലോക്ക് ചെയ്ത് അങ്ങനത്തെ കുറച്ച് മാസ് മൂവ്മെന്റ്സ് അല്ല സൃഷ്ടിച്ച ഇപ്പം ഒരു മനുഷ്യനാണ്. നീ ഇതിപ്പോ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചത്. ഈ തമിഴ്നാട്ടില് പൊളിറ്റിക്സും സിനിമയും എന്ത് ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു. കാരണം മുകേഷ് സ്പീക്കിംഗ് ഞാൻ എപ്പോഴും കാണുന്ന ഒരു ചാനലാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ചാനൽ. അപ്പൊ അതിനകത്തില് പുള്ളി ഇങ്ങനെ ഒരു കോടീശ്വരന്റെ ആദ്യത്തെ ഒരു കോടീശ്വരൻ പരിപാടി അവതരിപ്പിച്ചിരുന്നത് മുകേഷ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ ഒരു ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ കോടീശ്വരൻ നിർത്തി വെക്കേണ്ടി വരുന്നത് ആ ഒരു എലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് അവര് ഓപ്പോസിറ്റ് ടീം ആ, വിജയിച്ചത് കൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം എന്ത് ക്ലോസ്ലി റിലേറ്റഡ് ആണ് പൊളിറ്റിക്സും സിനിമയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. വെരി വെരി ഡിഫറെന്റ് ടു മലയാളം. ഐ മീൻ എനിക്കറിയാവുന്നിടത്തോളം മലയാളം സിനിമയും പൊളിറ്റിക്സുമായിട്ട് അങ്ങനെ ഭീമമായിട്ടുള്ള ബന്ധം ഇപ്പം ഉണ്ട്. ഇപ്പം കാര്യം ഇപ്പം പൊളിറ്റിക്സിനേക്കാളും വേണമെങ്കിൽ പറയാം. പക്ഷെ ബട്ട് സ്റ്റിൽ അല്ല, പക്ഷേ എല്ലാരും മൂവിയിൽ നിന്ന് ഇപ്പം മാറി കമ്മ്യൂണിസ്റ്റ് നിന്നിട്ടാണല്ലോ. പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അധികാരത്തിൽ വരുന്ന അവരുടെ ആ ഒരു സമയമുണ്ടല്ലോ, ഇങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത്. പക്ഷെ അവര് കൂടുതലും നാടകങ്ങളൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് യെസ് യെസ്. അവരുടെ ആ നീ ഒരു പറയുന്ന ആദ്യത്തെ പോർഷനാണ് നിങ്ങൾ എന്നെ സമയം, കമ്മ്യൂണിസ്റ്റ് ആക്കിയ പോലത്തെ നാടകം. യെസ് യെസ്, അതുപോലത്തെ തീർച്ചയായിട്ടും. നാടകങ്ങള് അങ്ങനത്തെ. അപ്പം ഇവിടെയും സിനിമ അതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പ്രകടമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ MGR അല്ല അങ്ങനത്തെ വലിയ ഫിഗേഴ്സ് ഒക്കെ ഉള്ളത്. ഇപ്പൊ ജയലളിത ആണെങ്കിലും സിനിമയിൽ നിന്ന് വന്നതാണ്. ഇപ്പൊ ദേ വിജയ് വന്നിട്ടുണ്ട്. ഇപ്പം തമിഴ്നാട് രാഷ്ട്രീയം പറഞ്ഞത് ശരിയാണ്. കാര്യം അന്ന് MGR ഈ അണ്ണ
അവരൊക്കെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് അവര് ഒരു ടൂളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ മെസ്സേജ് പാർട്ടിയുടെ MGR ഒക്കെ കയറി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ പാർട്ടിയുടെ മെസ്സേജസ് ഒക്കെ മിനിസ്റ്റർ ആയി കഴിഞ്ഞും പുള്ളി ആക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ പിന്നീട് PM ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. കാരണം ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. MLA MP ഒക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ചീഫ് മിനിസ്റ്റർ അങ്ങനെ പോയി സിനിമയിൽ പോയി അഭിനയിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് ലോയുടെ എതിരായതുകൊണ്ട്, കാരണം വേറെ ജോലി പാടില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ അല്ല, വേറെ ഇത് പാടില്ലല്ലോ, കാരണം ഒരു ചീഫ് മിനിസ്റ്റർ ആണല്ലോ. അപ്പം അതുകൊണ്ട് അപ്പൊ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി പിന്നെ നിർത്തിയത്. അങ്ങനെ അത് കുറച്ച് സ്റ്റോപ്പ് ചെയ്ത്. എന്നാലും പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ അതിന് മുമ്പ്. അപ്പം ഇതില് ഞാൻ പറയാൻ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രജനീകാന്ത് അപ്പം പുള്ളിയുടെ രാഷ്ട്രീയ പ്രവേശനം എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പൊ പുള്ളി ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ സിനിമയിൽ വരുന്നില്ല. പക്ഷെ പുള്ളിയുടെ സിനിമകളിലൊക്കെ പൊളിറ്റിക്കൽ ഡയലോഗ്സ് ഉണ്ടാവും എപ്പോഴും. ഇപ്പം റീസെന്റ് പുള്ളി പാർട്ടി ആരംഭിക്കാനായിട്ട് പോയി, പിന്നെ കോവിഡ് വന്നപ്പം പ്രായത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ അത് അവസാനിപ്പിച്ചു. അത് തന്നെ പുള്ളിയുടെ ഫാൻസിൽ കുറെ പേരെ നിരാശരാക്കി. കാരണം അവർ വർഷങ്ങളായിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് തലൈവർ വരും, തമിഴ്നാട്ടിൽ ഇറങ്ങണം എന്നാണ്. തലൈവർ വരും, പുള്ളി ഒരു പാർട്ടി ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞ അത്രയും ഇതായിട്ടേ അവര് അത്രയും എന്താ പറയുന്നത്, ഫാൻസിൽ നിന്നേക്കാളും കൂടുതൽ അവരൊരു പാർട്ടി പ്രവർത്തകരാവാൻ തയ്യാറായിട്ടുള്ള രീതിയിലാണ്. ഒരുപാട് സന്തോഷിച്ചു പുള്ളി അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തത്. കാരണം വർഷങ്ങളായിട്ട് പറയുന്നതാണല്ലോ പല പടങ്ങളിലും ഇങ്ങനത്തെ പൊളിറ്റിക്കൽ ഡയലോഗ്സ് ഒക്കെ. ഇപ്പൊ മുത്തൂലാണെങ്കിലും അവര് മീനയൊക്കെ സ്റ്റേജില് നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളി താഴെ ഇരിക്കുകയാണ്. പുള്ളി താഴെ ഇരുന്ന് പുള്ളി ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇവരെന്തോ കാണിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പം എന്നാ പിന്നെ അപ്പം മീനയ്ക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും പുള്ളി ഇങ്ങനെ ഇരിക്കുന്നതും പുള്ളിയുടെ ഈ കമന്ററി ഒക്കെ. എന്നാ പിന്നെ താൻ സ്റ്റേജിലോട്ട് വന്നൊന്ന് അഭിനയിച്ച് കാണിക്കുക എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ പുള്ളി അറിയുമ്പോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നമ്മളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കൂടെ ഉള്ളവർ പറയും ഇവരെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കേൾക്കില്ല, നമ്മൾ വേണം പുള്ളിനെ മേളില് കയറ്റാൻ എന്ന് പറയും. അതായത് നമ്മൾ വേണം പുള്ളിനെ മിനിസ്റ്റർ ആക്കാൻ, ചീഫ് മിനിസ്റ്റർ ആക്കാൻ എന്നുള്ളത്. അപ്പം പുള്ളി അറിയൂ നമുക്ക് ഇതൊന്നും ഈ മേടയും അതായത് സ്റ്റേജും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. പൊളിറ്റിക്കൽ ഇത് വെച്ചുകൊണ്ട് തന്നെയുള്ള ഡയലോഗാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ട് പിന്നെ ഇവര് പുള്ളി ഇങ്ങനെ എല്ലാരെയും ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് മീനെയും കൊണ്ട് പോകുന്നു. അപ്പോഴാണ് കുളുവാലിയിൽ ചെല്ലുന്നത്. അപ്പൊ ഒരു കൊക്ക കാളവണ്ടി അടക്കം ചാടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് ഈ പടത്തിലെ എല്ലാം ഞാൻ ക്ഷമിക്കും. ഈ ഒരു പോർഷൻ ആസ് എ പേഴ്സൺ ഹു വാസ് ബോൺ ഇൻ കേരള എന്നെയും കൊണ്ട് ഇത് പറ്റൂല. എന്നെയും കൊണ്ട് ഈ ഒരു പോർഷൻ ഒരു 8 വയസ്സ് അല്ലെ ഒരു 9 വയസ്സൊക്കെ ഉള്ള ഒരു പയ്യൻ, അല്ലെങ്കിൽ അതിനു മുന്നേ ആയിരിക്കും. ഇതിപ്പോ എത്ര, ഞാനിത് എന്നാ കാണുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഒരു ചെറിയ പയ്യൻ എന്ന് വെച്ച് നോക്കുമ്പോ ഇങ്ങനെ കാളവണ്ടിയൊക്കെ ചാടിക്കുന്നത് കാണുമ്പോ നമുക്ക് ഇങ്ങനെ കിടിലം എന്നൊക്കെ നമുക്കറിയാം അത് നടക്കത്തില്ലെന്ന്. പക്ഷെ എന്തായാലും 8 വയസ്സുള്ള നീ മീന പറയുന്ന മലയാളം കേട്ടിട്ട് ഇറങ്ങി ഓടിയില്ലെന്ന് പറയുന്നതല്ലേ? ഇല്ല, അത് നമുക്ക് അത് വേറൊരു കാര്യമുണ്ട്. എനിക്ക് ഇച്ചിരി മലയാള ഭാഷയോട് ഇത്തിരി സ്നേഹം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് തമിഴ് പടങ്ങളിൽ ഏറ്റവും ദേഷ്യമുള്ള ഒരൊറ്റ കാര്യമാണ്, എപ്പം മലയാളികളെ കാണിച്ചാലും ഒരുമാതിരി കോണച്ച മലയാളം പറയുന്ന ഒരു പരിപാടിയുണ്ട്. സഭ്യമായ ഭാഷ സംസാരിക്കും മാത്തുക്കുട്ടി. എന്താ പറയുന്നത്, നമുക്ക് വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എനിക്ക് പറയുമ്പോ തന്നെ എന്റെ രക്തം തിളയ്ക്കുന്നു. നമ്മള് നമ്മളെ തമിഴന്മാരെ കാണിക്കുമ്പോ ഓക്കെ, നമ്മളും മോശമല്ല കാര്യം, നമ്മള് പാണ്ഡ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് അവരെ കാണിക്കുന്നതൊക്കെ. അത് ഒരു അർത്ഥത്തിൽ നമ്മള് ഒരു തമിഴിയൻ ആണ് ഇന്ന ആളെന്ന് പറയുമ്പോഴത്തേനും അതിനോട് ഇപ്പം ഈ നമ്മള് തമിഴ്നാട്ടിലോ നടക്കുന്ന ഒരു കഥയാണെങ്കിൽ നമ്മൾ ആ ഒരു ട്രൂ ടു ദ ലാംഗ്വേജ് ആകാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അറ്റ്ലീസ്റ്റ്. ഉണ്ട്. ഒരു 75% വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഒരു 10% ആത്മാർത്ഥത പോലും മലയാളത്തിനോട് തമിഴ് കാണിക്കത്തില്ല. അതാണ് അത് ശരിയാണ്. പിന്നെ ഒരു ഇതും ഉണ്ടായിരുന്നു. മലയാളം സിനിമ എന്നൊക്കെ പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെ ബിറ്റ് പടങ്ങൾ ഇറക്കുന്ന ഇതെന്നുള്ള രീതിയിൽ മലയാളം പടം കാണാൻ പോകാന്നൊക്കെ പറയും. 5:30-ക്കുള്ള വണ്ടി എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ആ ഒരു
ഞാനിച്ചിരി സഭ്യമായ ഭിത്തിപടം എന്നൊക്കെ ഓ പറയുമ്പോ ഓ, പിന്നെ തുണ്ടുപടം ഇത് അല്ല അതിപ്പം ബിജുമേനോന്റെ പുതിയ പടത്തിന്റെ പേര് തുണ്ടെന്നാണ്. ഞാനത് കണ്ടിട്ട് ഞാനിങ്ങനെ അല്ല, ആ എന്താണ് തുണ്ട് ആ തുണ്ടല്ല ഈ തുണ്ട്. ഇത് അത് കടലാസ്. കോപ്പി അടിക്കാൻ ഉപയോഗിക്കുന്ന തുണ്ട്. ഇതാണ് ഓവർ ദ ടൈം ലാംഗ്വേജിൽ വരുന്ന മാറ്റങ്ങൾ. അത് നമുക്ക് വേറൊരു ടോപ്പിക് ആയിട്ട് ചെയ്യും. ഇനി പറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങ് പോകും. എനിവേസ് അപ്പം കുളുവാരി എന്ന് തീർച്ചയായും. പറഞ്ഞുള്ള ഒരു ഫിക്ഷണൽ സ്ഥലമാണ്. മറ്റേത് കന്നഡ കന്നഡ തന്നെയാണ് സംസാരിക്കുന്ന അല്ലെ? സംസാരിക്കുന്നത്. ദൈവം കന്ന ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഏതോ കാടൻ ഭാഷ സംസാരിക്കുന്ന പക്ഷേ ആൾക്കാരുടെ ഇടയിലിട്ടത് തോന്നുന്നു. ഇത് പക്ഷെ ദൈവത്തിനും അറിയാത്ത ഏതോ ഭാഷയാണ് കുളുവാരിയിൽ അവർ സംസാരിക്കുന്നത്. മലയാളം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയാം, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത്, അതായത് മോഹൻലാലിന്റെ ക്യാരക്ടർ എന്നിട്ട് അവിടെ ചെന്നിട്ട് ചായ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചാള എന്നും പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള സീൻസ് ആണ്. പക്ഷെ ഇതേ സാധനം അവിടെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയപ്പം ടീ ഷോപ്പ് എന്ന് അവിടെ ഫ്രണ്ടില് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളി അകത്ത് നിന്നിട്ട് ഒരു ടീ തരാൻ പറയുമ്പോൾ അവിടുത്തെ മലയാളിയായ ടീ ഷോപ്പ് ഓണർ പുള്ളിയുടെ ഫ്രണ്ടിൽ, കടയുടെ ഫ്രണ്ടിൽ തന്നെ ടീ ഷോപ്പ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കടയുടെ ഓണർ ചോദിക്കുകയാണ് എന്താണ് ടീ എന്ന്. ഒരു Yes. മനോഹരമായ ഒരു ഓ ചായയോ അങ്ങനെ എന്തോ ഒരു എങ്കിലും പറയുന്നു. അല്ല, മലയാളികളാണെങ്കിലും തമിഴന്മാരാണെങ്കിലും ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത് ഇത് അന്യഗ്രഹത്തിൽ നിന്നൊന്നും വന്നതല്ലല്ലോ. ടീ ഷോപ്പ് എന്ന് എഴുതി വെച്ചിട്ട് ടീ എന്താന്ന് ചോദിക്കുന്നു. അല്ല, ഒരു എനിക്ക് അങ്ങനെ അല്ലെ അവിടെ നോക്കുകയാണെങ്കിൽ ഇത് എന്താണെന്നറിയാമോ? അത് ലോജിക്കൽ അല്ല. ആ അല്ല, നീ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. പുള്ളിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. വായിക്കാനറി അതുകൊണ്ട് ടീ ഷോപ്പ് എന്ന് എഴുതി ടീ. അല്ല, ഇതിനകത്ത് അയ്യോ, വേറൊരു ഇവിടെ കാര്യമുണ്ട്. നമ്മള് ലോജിക്കലായിട്ട് നോക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക മലയാളികൾക്കും ഒരു 30% തമിഴ് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. കാരണം 30% തമിഴ് മലയാളം പോലെയാണ്. അപ്പൊ അത്രയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് മിക്കവരും. ആ, പക്ഷെ ഇതെന്താ ഇത്? അതാണ് അവിടെ കൊണ്ടുപോയിട്ട് വല്ല വല്ല ഗുജറാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആണ് വെക്കുവാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. കാരണം മനസ്സിലാക്കാം മലയാളവും തീർച്ചയായിട്ടും. തമിഴും അല്ല അങ്ങോട്ടും വേണ്ട, ഇങ്ങോട്ടും ഗുജറാത്തി തമിഴന്മാർക്ക് വരെ ഒന്നും പോവണ്ട. നമ്മുടെ കീഴിൽ മറാഠിയൊക്കെ ഉണ്ട്. മറാഠിയുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്. മുകളിലോട്ടൊക്കെ പോവാണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. ഗുജറാത്ത് വരെ ഒന്നും നമ്മൾ പോവണ്ട. പക്ഷെ കേരളത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടായി പോയി. കാരണം ആ ലാംഗ്വേജസ് തമ്മിൽ അത്രയും സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് കേരളമല്ല, അത് കുളുവാലിയാണ്, ഫിക്ഷണൽ അതെ അതെ സ്ഥലമാണ്. അതെ, തീർച്ചയായും. പക്ഷെ മലയാളമാണ് സംസാരിക്കുന്നത്. മലയാളം എന്ന് അല്ല, പറയുന്ന ഏതോ ഒരു ആദിപുരാതന ഭാഷ. മോഹൻലാലിന്റെ കേസ് ഐ കൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഞാൻ കുഞ്ഞിലെ ഇത് കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ശരിക്കും എന്തോ കാടൻ ഭാഷയാന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ സത്യമായിട്ടും വിചാരിച്ചിട്ടുണ്ട് എന്തോ സംസാരിക്കുന്നത്. കാട്ടുജാതി ഭാഷയാണ്. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഈ എവാളവെ അക്കരയിലു അരി അരി അയിനാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അതിപ്പോ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേ എന്താ ഞാൻ പറയുക, എന്താ മൂല്യനിർണയ അയിര്. അതെന്ത് എന്താ അത്? സഭ്യമായി ഭാഷയിൽ സംസാരിക്കും. എവാളുവെ അക്കരയില് ചോദിച്ചിട്ട് ഏതാണ്ട് മൂലംപറമ്പിൽ എന്തോ ഒരു സാധനം കാണിച്ചു കന്നഡയില്. അപ്പൊ ഞാൻ അവിടെ നോക്കി, എന്നാ അതെന്താണെന്ന് നോക്കി അതിന്റെ മലയാളം തപ്പി നോക്കിയപ്പോഴത്തേക്ക് മൂല്യനിർണയ അയിര്. അതെന്താ അയിര്? അയിര് ഇതൊക്കെ എന്തോ കേട്ടോ ഇതൊക്കെ. ഓ, എന്റെ ഗൂഗിളൊക്കെ ദൈവമേ. പറയാതിരിക്കുക ഭേദം. ഓളം എന്നൊക്കെ പറഞ്ഞ മലയാള അർത്ഥം ഇങ്ങനെ മലയാളം നിഘണ്ടു കൊണ്ടുപോകണ്ടല്ലേ. അതിലൊക്കെ നോക്കി നമുക്കാണ് ഓളം വരിക. ചുമ്മാ വായി തോന്നിയെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഗൂഗിളിൽ എങ്ങനെയും ചെന്ന് എനിക്ക് മലയാളം അത്യാവശ്യം അറിയാം, ഞാൻ ഇതിന്റെ അർത്ഥം ട്രാൻസ്ലേറ്റ് ചെയ്തോളാം, എനിക്കൊരു ജോലി തരുമെന്ന് ജോലി, ചോദിക്കാൻ അതെ 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 അതെ, കാരണം തീർച്ചയായിട്ടും. ഇത് അറിയാത്തവരൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞ് നോക്കിയാല് ഇതിപ്പം മലയാളത്തിന് അങ്ങനെ വലിയ ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് മലയാളം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പൊ അറിയാം കുറച്ചൊക്കെ. പക്ഷെ അങ്ങനെ വലിയ എക്സ്പോഷർ ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കും. ഇത് കണ്ടിട്ട് ഈ മൂല്യനിർണയ ആയിര്, ഓ അങ്ങനെയാണോ അതിന്റെ അർത്ഥം? എന്തോ വലിയ കാര്യമായിട്ട് എന്തോ പറയുന്നത്. എന്തോ കുളുവാരി കുളുവാരിന്ന് അവര് പറയുന്ന മലയാളം കേട്ട് കഴിഞ്ഞാൽ പെട്ടതള്ള സഹിക്കൂല. അമ്മാതിരിയാണ് പറയുന്നത്. ഇത് ഇവിടെ മുത്തുകവാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഇറുക്കി അണച്ചൊരു ഉമ്മ തരും. മലയാളികൾ പറയുന്ന ഒരു സാധനമാണല്ലോ ഇറുക്കി അണച്ചൊരു ഉമ്മ. ഇറുക്കിയാണ് തീർച്ചയായിട്ടും.
എന്നിട്ട് ഈ കെ എസ് എടാ പക്ഷെ രവികുമാർ ഇത് ഡയറക്ടറിന്റെ നമ്മുടെ നീ ഓർക്കണം, ഇത് നമ്മുടെ ഉട്ടോപ്പിയയാണ്, നമ്മുടെ ഒരു ഫിക്ഷണൽ, അതെ ഫിക്ഷണൽ അതെ അതെ, സ്ഥലമാണ്. കറക്റ്റ്. അവിടെ അങ്ങനെയാണ് സംസാരിക്കുന്നത്, ശരിയാണ്, മൽഗുഡിയൊക്കെ ലോജിക്കലി പോലെയാണ്. കറക്റ്റ് ആണ്. അപ്പൊ അവിടെ ഈ നമ്മുടെ ഡയറക്ടറിന്റെ ഒരു ക്യാമിയോ വരുന്നുണ്ട്. ഈ മലയാള നാട്ടില്, ഈ കുളുവാലിയില് ഒരു ജന്മി പോലത്തെ ഒരു സെറ്റപ്പിലാണ് പുള്ളി വരുന്നത്. എന്നിട്ട് പുള്ളിയും കുറെ മലയാളം പറയുന്നുണ്ട്. അത് പിന്നെ വേണ്ട, അതിലോട്ടൊക്കെ കടക്കാതിരിക്കുന്ന അല്ല, അത് അതായത് പറയുന്നതിന് മുമ്പേ അർത്ഥം ഒരു കാര്യം, ചോദിക്കുന്നത്, ട്രാൻസ്ലേറ്റ് ടീ ചെയ്യുന്നു. അല്ലല്ല ടീ ഷോപ്പിൽ വെച്ച് തന്നെ വേറൊരു സീനുണ്ട്. പുള്ളിക്കാരിയുടെ ഫേക്ക് ഓർണമെന്റ്സ് ഊരിയിട്ട് ഈ ചായക്കടക്കാരന് കൊടുക്കുന്ന ഒരു സീനുണ്ട്. അത് മികച്ചതായിരുന്നു. അത് അതെ എന്നിട്ട് അതെ അതെ അതെ. പുള്ളിക്കാരി അവര് പറയുന്നുണ്ട് അവർക്ക് മനസ്സിലാകത്തില്ല, കുഴപ്പമില്ലെന്നൊക്കെ. അതായത് ഇപ്പൊ മലയാളത്തിൽ ഈ കന്നഡയിലെ പുള്ളിക്കാരിനെ അങ്ങനെ അവിടെ ഒരു രാജകുമാരിയായിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ ഇല്ല അവര് ഇല്ല ഇല്ല, വലിയ രാജകുമാരി രാജകുമാരിയാന്നൊക്കെ എന്ന് വെച്ചാൽ പറഞ്ഞോണ്ട് അതെ ഇവിടെ അതെ വഴിയൊക്കെ ഒരുക്കി ഉള്ളവന്മാരൊക്കെ. കൊടുക്കുന്ന പക്ഷെ അത് നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് ഡയറക്ടർ ബ്രില്യൻസ് ആണ്. കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടില് രാജഭരണം മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വെച്ചതായിരിക്കും. തീർച്ചയായിട്ടും കാലങ്ങൾക്ക് മുമ്പേ തീർച്ചയായിട്ടും. സഞ്ചരിച്ച ഡയറക്ടറാണ്. അതാണ് ഇങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ഓർണമെന്റ്സ് ആയിരുന്നു. ഒക്കെ ഉണ്ട്. അതെ. യെസ് നമുക്ക് യെസ് തോന്നും, പുള്ളിക്കാരിയുടെ അതായത് അല്ലല്ല ഡെഫിനറ്റ്ലി പുള്ളിക്കാരിയുടെ അറ്റയർ ഒക്കെ കാണുമ്പോഴത്തേനും വേണമെങ്കിൽ നമുക്ക് ബാലെന്നും ആ പറഞ്ഞ് ഇറങ്ങി വരുന്നതാണല്ലോ. ആ അല്ല, അത് കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നില്ല. നമ്മളിങ്ങനെ ഇങ്ങനത്തെ പഴയ കാലത്തെ വേഷമൊക്കെ ഇട്ട് കുറെ ആഭരണം ഒക്കെ ഇട്ട് ആര് വന്ന് കണ്ടാലേ ഉടനെ നമ്മള് തീർച്ചയായിട്ടും രാജകുമാരി ആക്കിയിട്ട് തമ്പ്രാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പുരാട്ടിയായിട്ട്, അതെ അതെ രാജകുമാരി വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. തീർച്ചയായിട്ടും. ഇവിടെ എങ്ങാനും ഇറക്കി അടി കിട്ടുമെന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു കുളുവാലി എന്നുള്ള പേരിട്ട് ഫിക്ഷണലാണെന്ന് പറഞ്ഞ് തള്ളി വെച്ചത്. പക്ഷെ അത് ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ മറന്നു. ഏറമാന്റെ പാട്ടുകൾ, കുളുവാലിയിലെ മുത്തം വന്നല്ലോ എന്ന് പറയുന്ന പാട്ടുണ്ട്. അതിനകത്ത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരുവൻ പാട്ടാണ്. മുതലാളി എന്നുള്ള പാട്ടൊക്കെ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ബസ്സിലൊക്കെ ഇരുന്നുകൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ സ്വയം ഇങ്ങനെ എന്റെ തലക്കകത്ത് ഇങ്ങനെ മൂളുമായിരുന്നു. പക്ഷേ സൈക്കിൾ ചവിട്ടുമ്പോൾ, ജോലി ഈ ചെയ്യുമ്പോഴൊക്കെ. എ ആർ റഹ്മാൻ വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ്. ഇതിനകത്തിലുള്ള മിക്ക സോങ്സും ഭയങ്കര ഫേമസ് ആണ്. ഇപ്പൊ തില്ലാന തില്ലാന ഉണ്ട്, തില്ലാന തില്ലാന ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ പാട്ടുകളുണ്ട്. പിന്നെ വിടുകഥയാന്നുള്ള പാട്ട്, അതൊക്കെ നമ്മളെ സാഡ് മൊമെന്റ് ഒക്കെ പിന്നെ വരുമ്പോഴത്തേക്ക് ബിജിഎം എന്തായിരുന്നു? ബിജിഎം ഒന്ന് മൂളിക്കെ മിസ്റ്റർ ദിഗംബരൻ, എന്തായിരുന്നു അത്? എന്തിനത് വെറുതെ അത് തന്നെ. വേണ്ട, ഞാൻ അങ്ങനെ ബീറ്റ് ബോക്സ് ചെയ്യുന്നില്ല, നീ അങ്ങനെ ചോദിക്കണ്ട. തീർച്ചയായിട്ടും. അപ്പം ഇത് ഞാൻ പറയാൻ വന്ന ഇതാണ്, എ ആർ റഹ്മാന്റെ മ്യൂസിക്കിൽ വന്നുകൊണ്ട് ഭയങ്കര ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. പക്ഷെ കമ്പാരിസൺ ഇപ്പൊ ഒരു രീതിയിൽ നമ്മളിപ്പോ കമ്പയർ ചെയ്യുവാണല്ലോ. അപ്പം മലയാളത്തിലെ പാട്ടുകളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ്. നമ്മളത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇപ്പൊ കള്ളിപ്പൂങ്കുലയാണെങ്കിലും, കള്ളിപ്പൂങ്കുലയൊക്കെ ആക്ച്വലി ഒരു ഭയങ്കര പോയട്രി പോലത്തെ ഒരു പാട്ടാന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനകത്തിൽ ആ ഒരു ഫുൾ കഥ ഇങ്ങനെ ഡിപ്പിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതി അയാളുടെ അവസ്ഥ, മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ അവസ്ഥ ഇങ്ങനെ ആ ഒരു ട്രജക്ടറി മൊത്തം ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്ന പോലെയാണ് ആ പാട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. കള്ളിപ്പൂങ്കുയിലെ കറുത്തവെണ്ണയൊക്കെ എന്തുമാത്രം നമ്മൾ കുഞ്ഞിലെ കേട്ടിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് പാട്ടാണ് കറുത്തവെണ്ണ. പാട് നടക്കുന്ന പാട്ടാണ്. എന്താ, എനിക്കെപ്പോഴും കറുത്തവെണ്ണ പറയുമ്പോഴത്തേനും മറ്റേ പുള്ളിക്കാരി മറ്റേ കൊട്ടക്കകത്ത് നിന്ന് ഓറഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു സാധനമാണ് ഓർമ്മ വരുന്നത്. പിന്നെ ഒത്തിരി ഒത്തിരി പാട്ടുകളുണ്ട്. പിന്നെ ഏതായിരുന്നുള്ളത്? മാനം തെളിഞ്ഞേ നിന്ന അങ്ങനെയുള്ള കുറെ പാട്ടുകളുണ്ട്. അത് അപ്പം നമുക്ക് സത്യം പറഞ്ഞാല് കമ്പാരിസൺ പോവുകയാണെങ്കിൽ മലയാളത്തിലെ പാട്ടുകളും ഈക്വലി ബ്യൂട്ടിഫുൾ പാട്ടുകളാണ്. കോമഡി എന്താന്ന് വെച്ചാലേ, ഞാൻ പാട്ടുകൾ ഇതിനകത്തിൽ ഏതൊക്കെ പാട്ടുകളുണ്ട് എന്ന് ഇങ്ങനെ തപ്പി നോക്കിയപ്പോഴത്തേനും ബേർണി ഇഗ്നേഷ്യസ് എന്ന് കണ്ടു. എനിക്ക് ഇതാരും ബേർണി ഇഗ്നേഷ്യസ്, ഈ പേര് ഞാൻ ഇവിടെ നോക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുന്ന പാട്ടുകൾ, പുള്ളിയുടെ പാട്ടുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് ബേർണി ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന ആളെ ഞാൻ ഇത്ര നാള് വേണി ഇഗ്നേഷ്യസ് എന്നായിരുന്നു വിചാരിച്ചു എന്ന് മനസ്സിലാക്കി.
അപ്പോ അങ്ങനെ ഒരു കാര്യം അതിനകത്തുണ്ട്. ഓ പിന്നെ ഞാൻ ആൾക്കാരധികം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ എനിക്കിഷ്ടമുള്ള ഒരു ഒരു എന്താ പറഞ്ഞാ ആ ഒരു ഇത് ഒരു ഫിക്ഷണൽ ഗ്രൗണ്ട് പോലെയാണല്ലോ അത് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത് മൊത്തത്തിൽ ഒരു ഫിക്ഷണൽ ടൗണിലാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ടൗൺ അല്ല, ഒരു വില്ലേജിലാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു വൈബിന് ചേരുന്ന ഒരു പാട്ടുണ്ട് അതിനകത്തില്, നിലാപ്പൊങ്കലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. നീ നമ്മള് കേൾക്കുന്ന വ്യൂവേഴ്സ് ആർക്കെങ്കിലും ആ പാട്ട് ഇഷ്ടമാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഒരു ഫോക്ലോർ പാട്ട് പോലെയാണ്. ഭയങ്കര രസമാണ്. നിലാപ്പൊങ്കലായല്ലോ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് പാടാൻ അറിയത്തില്ല, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പാടേ. പക്ഷെ അതൊരു ഭയങ്കര ഒരു ഫോക്ലോർ പോലെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ പാട്ടാണ്. ബാക്കിയുള്ള പാട്ടുകളെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഓ പിന്നെ നീ അത് പറഞ്ഞപ്പോഴാണ് മറ്റേ രജനീകാന്ത് സ്റ്റേജിലേക്ക് വന്ന് അഭിനയിച്ച് കാണിക്കുന്ന ആ ഒരു സീക്വൻസ് ഒന്നും ഇല്ലാതെ പാവം മോഹൻലാൽ തറയിലിരുന്ന് എന്റെ അതെ മനസ്സിലൊരു നാണു. ഇതൊരു അതെ ഉള്ളത്. അപ്പൊ അങ്ങനെ പാട്ടുകളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ അതാ ആണ് ഞാൻ അതിനകത്ത്. പറഞ്ഞേ, ലാലേട്ടൻ എവിടെ കിടക്കുന്നു, രജനീകാന്ത് എവിടെ കിടക്കുന്നു. മോഹൻലാല് ലാലേട്ടൻ ഇങ്ങനെ പാവം സിമ്പിൾ ആയിട്ടൊക്കെ ചെയ്തിട്ട് പോകും, നാച്ചുറൽ ആയിട്ട് ചെയ്യും. തറയിലൊക്കെ അതൊന്നും ഇവിടെ ഇരുന്ന് പറ്റില്ല. കഷ്ടം. ഇവിടെ കുറച്ച് എലവേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ല, തമിഴന്മാര് കൈയിട്ടിക്കില്ല. നീ എന്ത് പറയുന്നു? നമ്മളവിടെ പക്ഷെ തലൈവർ ഇങ്ങനെ വന്നിട്ട് കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കലക്കം മാറ്റി ഇങ്ങനെ വെക്കുമ്പോഴേക്കുള്ള ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, തലൈവർ ഫാനിനെ എനിക്ക് മനസ്സിലാവും. എനിക്ക് ആസ് എ ഫീമെയിൽ പേഴ്സൺ എനിക്ക് മീനെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ കേട്ടോ. എനിക്ക് ഫ്രണ്ട്സിനകത്തിലൊക്കെ മീനെ ഭയങ്കര സുന്ദരിയാണ്. അതുപോലെ എനിക്ക് ഉദയനാണ് താരത്തിലും പുള്ളിക്കാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു 2 പടം എടുക്കുമ്പോഴത്തേനും ശോഭന ഇസ് ലൈക്ക് ഗോർജിയസ്. ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ആ എൻ്റെ മനസ്സിലൊരു നാണം എന്നുള്ള പാട്ടിൽ ഭയങ്കര രസമാണ് കാണാൻ. പുള്ളിക്കാരിയെ സത്യം പറഞ്ഞാൽ നെടുമുടിയാണ് പ്രേമിച്ചില്ലെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പ്രേമിച്ചതിൽ കുറ്റം പറയാൻ തോന്നില്ല. കാരണം പുള്ളിക്കാരി അത്ര രസമാണ് കാണാൻ. അത് ഞാൻ ഒരു മെയിലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഫോളൻ ഫോർ ഹെർ. അത്രയും ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഭയങ്കര രസമായിട്ടാണ് അത്. പ്രിയദർശൻ പിന്നെ ഇങ്ങനത്തെ എന്താ പറയുന്നേ, ഇങ്ങനത്തെ സീനറീസ് പുള്ളിക്കാരന്റെ ഫ്രെയിമിന് തന്നെ ഒരു ചില ബ്യൂട്ടി ഉണ്ട് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നുന്ന കുറെ ഫ്രെയിംസ് ഉള്ള ആളാണ് പുള്ളി. ഇതില് പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഈ നമ്മളെ കാർത്തുമ്പിയുടെ അമ്മാവനാണോ ഒന്ന് മാമനല്ലേ വരുന്നേ? മറ്റേ പപ്പുവിന്റെ ക്യാരക്ടർ അല്ലേ അല്ലല്ല, അമ്മാവനാണെന്നാണ് പറയുന്നത്. ഒരു പുള്ളി വരുമല്ലോ മറ്റേ നമ്മുടെ കിലുക്കത്തിന്റെ അകത്ത് സമർക്കാനായിട്ട് വരുന്ന അത് ചേച്ചിയുടെ ഭർത്താവ്. ചേച്ചിയുടെ ഭർത്താവ്. അതേ ക്യാരക്ടർ തമിഴിലും ഉണ്ട്, അതുപോലെയൊക്കെ തന്നെ വരും. പക്ഷെ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരും നിൽക്കുന്നതിന്റെ ക്യാമറാമാൻ അവരുടെ കാലിന്റെ ഇടയിൽ കൂടെ ഒക്കെ കൊണ്ട് പറയാടുന്നുണ്ട്. തീർച്ചയായിട്ടും അതായത് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത് ഓപ്പോസിറ്റ് ആവാസിട്ട് കാലിങ്ങനെ രണ്ടുപേരും ഭരിച്ചു. രജനീകാന്തും നിൽക്കും, മറ്റേ പുള്ളിയും നിൽക്കും. കാലിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ടുള്ള ഷോട്ടൊക്കെ ഉണ്ട്. എന്തോന്നുണ്ട് ഇങ്ങനത്തെ ആംഗിളൊക്കെ? തമിഴന്മാര് വരെ പറയുന്നത് എന്ത് ആംഗിൾ ഇത്? അങ്ങനെ വേറെ അങ്ങനത്തെ ആംഗിളൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അതായത് അവരുടെ പുള്ളിയുടെ കാലിന്റെ ഇടയിൽ കൂടെ കയറി രജനിയുടെ കാലിന്റെ ഇടയിൽ കൂടെ ഇറങ്ങി പിന്നെ അതിലും വഴി തന്നെ റിട്ടേൺ വന്നിട്ട് ഇങ്ങനെ മോളിക്കള വരുന്ന ഒരു പ്രത്യേക ഷോട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് മുത്തുവിന്റെ അകത്ത് അവരെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതില് മോഹൻലാലിന്റെ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനാണ്, ശങ്കരാടിയുടെ ക്യാരക്ടർ. ഒരു കണ്ണയ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാവം മനുഷ്യൻ. പക്ഷെ മറ്റേതില് പുള്ളിയുടെ അപ്പൻ രജനീകാന്ത് ഒരു ജമീന്ദാർ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ജമീന്ദാറാണ് അതില് പുള്ളിയുടെ ഈ നെടുമുടി വേണുവിന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആളുടെ കവിയൂർ പൊന്നമ്മയുടെ റോള് ചെയ്തിരിക്കുന്നത് അവിടെ ജയഭാരതിയാണ് ഈ ശരത് ബാബുവിന്റെ അമ്മയായിട്ട് വരുന്നത്. പുള്ളിക്കാരുടെ ഹസ്ബൻഡായിട്ട് ഫ്ലാഷ് ബാക്കിൽ രഘുവരൻ വരുന്നുണ്ട്. രഘുവരൻ ഈ ഇതില് വില്ലൻ ക്യാരക്ടർ ചെയ്തേക്കുന്ന രാധാരവിയുടെ സിസ്റ്ററാണ് ഇതില് ജയഭാരതി. അപ്പം പുള്ളി അളിയന്റെ അടുത്ത് പറയും,
ഉം, ഉം, ഉം. ആ ഈ നമ്മുടെ രഘുവരന്റെ അടുത്ത് പറയും, ആ, ജമീന്ദാറിന്റെ സ്വത്തുക്കളൊക്കെ എഴുതി അടിച്ചു മാറ്റണം. വാങ്ങിക്കാം എന്നുള്ള രീതി, അടിച്ചു Yes, yes. മാറ്റാനുള്ള പരിപാടി കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ. ഇതിനകത്തില് യങ്ങർ രജനിയുടെ, അതായത് രജനി സീനിയറിന്റെ ഭാര്യനെ കാണിക്കുന്നുണ്ടോ? രജനി ജൂനിയറിന്റെ അമ്മേനെ ഫോട്ടോ ആയിട്ടെങ്കിലും കാണിക്കുന്നുണ്ടോ? എനിക്കത് ഓർമ്മയില്ല സത്യം ഫോട്ടോ പറഞ്ഞ. ആയിട്ട്, കാര്യം ഇതും ഈ അരുണാചലം പടത്തിന്റെ അകത്തും ഇതുപോലെ തന്നെ ഒരു അപ്പൻ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അതില് അമ്മയുടെ ഇതുപോലെ ഫോട്ടോ ആയിട്ട് ഉണ്ട്, പക്ഷെ ഇതിലങ്ങനെ ഉണ്ടോന്ന് ഞാൻ ഓർക്കുന്നില്ല. ഉം, അപ്പൊ അതില് ഏഹ്, എന്താണ്, ഇങ്ങനെ പുള്ളിയുടെ അടുത്ത് പറയും, ഉം, ഇങ്ങനെ അളിയന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ അവര് സ്വത്ത് അടിച്ചു മാറ്റാനായിട്ട്. അപ്പം ഈ രഘുവരന്റെ ക്യാരക്ടർ രജനിയുടെ ആ, കാര്യസ്ഥൻ എന്ന് പറയാൻ പറ്റില്ല, അക്കൗണ്ടന്റ് എന്നൊക്കെ പറയുന്ന അതുപോലത്തെ ഒരു ആ, പൊസിഷനിലാണ് അതെ പുള്ളി അതെ അതെ ഇരിക്കുന്നത്. അതെ. അതെ അതെ അതെ. ഇപ്പൊ ഇങ്ങനെ വരവ് ചെലവെല്ലാം പുള്ളിയാണ് നോക്കുന്നത്. അപ്പൊ രജനീകാന്തിന്റെ ക്യാരക്ടർ ഭയങ്കര ദാനധർമ്മിഷ്ഠനാണ്. അതായത് ഇങ്ങനെ തീർച്ചയായും. ഇങ്ങനെ ഒരു ടേബിളിൽ കന്യാഭവൻ. ഇങ്ങനെ കുറെ ഇങ്ങനെ തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു നീണ്ട നേരം ആൾക്കാരുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ കൊടുക്കുക. അത് തന്നെ വേറൊരു പടത്തിൽ ഇങ്ങനെ അതിന്റെ കാണിക്കുന്നു, അതിന്റെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ഈ സൈഡിൽ കൂടെ കൊടുക്കും, അങ്ങനെ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആൾ അത് സൈഡിൽ കൂടെ വാങ്ങിച്ചിട്ട് പിന്നെ വാങ്ങിക്കും. ഇവിടെ കൊടുക്കും, പിന്നെ അത് തന്നെ. കാര്യം ഇതിനും മാത്രം ഇരിക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ അവർക്ക് കൊടുക്കും. പിന്നെ സ്വർണ്ണ നാണയം, ഇങ്ങനെ അമ്പലത്തിൽ പോകുമ്പോ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ കൊടുക്കുക. ഓർക്കുന്നുണ്ട്. അത് ആ പാട്ടിനിടയ്ക്കാന്ന് തോന്നുന്നു അല്ലേ? ഒരു ഒരു പാട്ടായിരുന്നു തോന്നുന്നു, പാട്ടുണ്ട്. അവിടെ പാട്ടിന്റെ സീക്വൻസ് ആണെന്ന് ആ തോന്നുന്നു. സീക്വൻസിന്റെ അകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പുള്ളി ഭയങ്കര ഓർക്കുന്നുണ്ട് ഞാൻ. ദാനധർമ്മിഷ്ഠനാണ്. അപ്പം എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തലമുറ തലമുറയായിട്ട് ഇവരങ്ങനെയാണ് ചെയ്തുകൊണ്ടത്. അതായത് പുള്ളിയുടെ അപ്പനൊക്കെ അങ്ങനെയാണ്, അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വത്തുക്കൾ എഴുതി കൊടുക്കുക, അങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ ആ ഗ്രാമത്തിലെ എല്ലാം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സിനെല്ലാം കാരണം പുള്ളിയാണ് തീർച്ചയായും. എന്നുള്ള രീതിയിലാണ് അത്. തീർച്ചയായും. സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തില്, അപ്പം ഇവർക്കൊക്കെ ഓരോരുത്തർക്കും സ്ഥലം എഴുതി കൊടുക്കാനായിട്ട് പേപ്പറുകളൊക്കെ ഉണ്ട്. അതിലെല്ലാം പുള്ളി ഒപ്പിടണമെന്ന് പറഞ്ഞിട്ട് രഘുവരൻ ഒരു നൈസായിട്ട് ആ സൈഡിൽ കൂടെ പുള്ളിയുടെ പേരിലോട്ട് എല്ലാം കൂടെ എഴുതി വാങ്ങിക്കുന്ന രീതിയിൽ ഒരു പേപ്പർ കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കും. പുള്ളി അതൊന്നും നോക്കാറില്ല, പുള്ളി അങ്ങ് സൈൻ ചെയ്ത് വിടും. സൈൻ ചെയ്ത് വിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ആലോചിക്കുന്ന പിന്നെയാണ് ഇതൊന്നും അറിയുന്നത്. അല്ല. അല്ല, ഞാൻ ആലോചിക്കുന്ന ഉം. ഇതൊന്നും അല്ല. ഈ മണ്ടൻ എങ്ങനെ ഇത്ര റിച്ച് ആയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വായിച്ചു ഇനി അത് വരുന്നൊക്കെ. പരമ്പരാഗത സ്വത്തുക്കൾ ഉണ്ടല്ലോ, പുള്ളിയായിട്ട് ആ, ആ, ആ. ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ തലമുറ തലമുറയായിട്ട് ഉള്ളതാണല്ലോ. അതാണല്ലോ ഇവരെടുത്ത് ദാനം ചെയ്യുന്നത്. ആ, മനസ്സിലായി, ഇവരത്ര ഓക്കെ. റിച്ചാണ്. ഫാമിലി ട്രഡീഷണൽ ആയിട്ട് ഇവർ തീർച്ചയായും. കൈമാറി വരുന്ന സ്വത്താണല്ലോ. അപ്പൊ അങ്ങനെ നീ എന്റെ തലൈവറിനെ മണ്ടൻ എന്നൊക്കെ പറഞ്ഞു സൈക്കിളിലാണ് കേട്ടോ, ക്യാരക്ടർ ആണെങ്കിൽ ഓക്കെ. തീർച്ചയായിട്ടും. നമ്മള് ഇവിടെ ആണെങ്കിലും നമ്മള് ഈ ചാനലില് പേഴ്സണൽ ആയിട്ടുള്ള അറ്റാക്സ് ഒന്നും ഇല്ല. നമ്മള് ക്യാരക്ടറിനെ മാത്രമേ നമ്മള് പറയത്തുള്ളൂ. നോ പേഴ്സണൽ അറ്റാക്സ്. അതെ, അത് വേണമെങ്കിൽ എല്ലാ നമ്മള് വീഡിയോയിലും ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് വേണമെങ്കിൽ പറയാം. കൊടുക്കുക. ഈ അതെ അതെ അതെ. തീർച്ചയായിട്ടും. ഫാൻസ് ഒഫൻഡഡ് ആവരുത്. കാരണം ഞങ്ങള് ഒബിയസ്ലി ആക്ടേഴ്സിനെ അല്ല ഉദ്ദേശിക്കുന്നത്, അവർ ചെയ്തിരിക്കുന്ന ക്യാരക്ടറുകളെയാണ്. മനോഹരമായിട്ടുള്ളത്. അതെ അതെ. അപ്പം അപ്പൊ അങ്ങനെ പുള്ളി ഒരു ശുദ്ധഗതിക്കാരനായതുകൊണ്ട് പുള്ളി അങ്ങനെ എഴുതി കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. പക്ഷെ അത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അത് കൺഫ്രണ്ട് ചെയ്ത് കഴിയുമ്പം രഘുവരൻ ഓബിയസ്ലി ഗിൽറ്റ് തോന്നും. ഗിൽറ്റ് തോന്നിയിട്ട് പുള്ളി ആത്മഹത്യ ചെയ്യും. പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ രജനീകാന്താണെങ്കിൽ പുള്ളിയുടെ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്തിട്ട് പുള്ളി അതുവരെ ഭയങ്കര എന്താ പറയുന്നത്, ജ്വല്ലറി അല്ല ആടയാഭരണങ്ങൾ, ഇങ്ങനെ വലിയ മറ്റേ ഷർവാണി പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഭയങ്കര രാജ സെറ്റപ്പിൽ നിന്ന മനുഷ്യൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു കഷായ ഇങ്ങനെ വേഷം ഒരു സ്വീകരിക്കും. കാഷായ വേഷം ധരിച്ച് ഒരു സന്യാസി പോലെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ വിഡ്ഢിക്കഥയാന്നുള്ള പാട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഉഫ്, ദൈവമേ, അതെ അതെ അതെ. ചങ്ക് കലങ്ങിപ്പോയി. എങ്ങനെ നടന്ന മനുഷ്യനാണ് ഇങ്ങനെ പോകുന്നതെന്ന് ഓർക്കുമ്പോ നമുക്ക് വിഷമം വരും. നിനക്ക് വിഷമം വന്നില്ലേ? ഇല്ല. ഒരു ഇല്ല, വിഷമം കാര്യം എനിക്ക് നിനക്ക് വിഷമം കണ്ണിൽ വന്നു. ചോരയില്ലേ? ഇല്ല ഇല്ല, എനിക്ക് ഡെഫിനറ്റ്ലി വിഷമം വന്നു. ഈ ഒരു സിനിമേനെ എടുത്ത് ഇത്രയും അങ്ങ് കീറി മുറിക്കാൻ പാടുണ്ടോ കർത്താവേന്ന് ആലോചിച്ചപ്പോ എനിക്ക് വിഷമം വന്നു. ഞാൻ എന്തായി മോളോട് പറയൂ, കമന്റിലുള്ളവര് ദയവ് ചെയ്ത് തലൈവർ ഫാൻസ് എല്ലാരും വരൂ, ഡിഫെൻഡ് ചെയ്യൂ. പാവം എന്റെ ലാലേട്ടൻ മര്യാദയ്ക്ക് അഭിനയിച്ച് വെച്ചൊരു സാധനം എടുത്ത് ജമീന്ദാറും മോനും
രഘുവരനും എൻ്റെ അമ്മോ. ഇത് അതാണ് നമ്മൾ ഒരു സിനിമ എടുക്കുമ്പോൾ അതിനെ റീമേക്ക് ചെയ്യുമ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യണം, മനസ്സിലായി? ഇതൊക്കെ ആ, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലമെന്റ്സ് ആണ്. ആ, ആലോചിക്ക്, അതെ ഈ അതെ സാധാരണ അയ്യോ അതെ 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 ഈ ഒരു കാളവണ്ടി എൻഹാൻസ്മെന്റ് ഓടിച്ച് ഞാൻ ഈ നടക്കുന്ന അടുത്തിടയ്ക്ക് കണ്ടായിരുന്നു. എന്തുവാ നമ്മുടെ ഗോഡ് ഫാദർ ലൂസിഫറിന്റെ ഉണ്ടോ? റീമേക്ക്. അത് അത് അപ്ഗ്രേഡേഷൻ ആണ്, മനസ്സിലായി? അപ്ഗ്രേഡ് ചെയ്തത് ഇച്ചിരി കൂടുതലായി പോയിരുന്നു. എന്തൊക്കെ കൂടുതൽ നന്നായി പോയൊരു നന്നായി പോയോ. ഇച്ചിരി ഇത് അപ്പം അങ്ങനെ എൻഹാൻസ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് ആണ് ഇതൊക്കെ. എന്നിട്ട് പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന് പുറകില് വേറൊരു ഇതുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന രജനീകാന്താണ് കേട്ടോ. ഇങ്ങനെ ഈ കാരണം പുള്ളിക്ക് ആത്മീയതയോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പുള്ളി ഒരു സമയത്ത് ആക്ടിങ് ഒക്കെ നിർത്തിയിട്ട് ആത്മീയതയിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹിമാലയത്തിൽ പോകാമെന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളി ഡിസൈഡ് ചെയ്തതാണ്. പക്ഷെ ഫാൻസ് വന്നിട്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് പുള്ളിയുടെ വീടിന് മുമ്പിൽ ഒരു വലിയ ജനക്കൂട്ടം വന്ന്, അതായത് ഇങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ വന്നു, രജനീകാന്ത് അഭിനയം നിർത്താൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു വന്നു ആൾക്കാര്. ഞങ്ങള് അങ്ങനെ ചെയ്യുകയാണ്, ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളി റിയലൈസ് ചെയ്യുന്നത് എന്തുമാത്രം ഇവരെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. Yes, 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 I understand. കാര്യം പുള്ളിക്ക് അത് ഡിസൈഡ് ചെയ്യാനായിട്ട് പുള്ളിയുടെ ഒരു മോശം ഫേസ് ആയിരുന്നു ആ സമയത്തൊക്കെ. പടങ്ങൾ അങ്ങനെ വിജയിക്കുന്നില്ല എന്നുള്ള ഒരു ഫേസിലായിരുന്നു. അപ്പം പുള്ളി ഓർത്തു എന്തുമാത്രം ഇത്രയൊക്കെ ആയിട്ട് ഇവരെന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്തുമാത്രം സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോ പുള്ളിയുടെ തീരുമാനം. കാരണം പുള്ളിയുടെ ഗുരു കെ ബാലചന്ദ്ര ഒക്കെ സംസാരിച്ചപ്പോഴൊക്കെ പുള്ളി പറഞ്ഞതാണ്, നീ അങ്ങനെ ചെയ്യരുത്, ആക്ടിങ്ങിൽ തന്നെ തുടരണം, ആത്മീയതയിലോട്ട് അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് പോകരുത്. കാരണം നിനക്കത് വലിച്ചെറിഞ്ഞിട്ട് പോകാനായിട്ട് എളുപ്പമാണ്. ബട്ട് ഇവിടെ കുറെ പേരുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർക്ക് നിന്നെ വേണം എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മീയതയുടെ എലമെന്റ് നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇതില് അപ്പന്റെ ക്യാരക്ടർ ആ ഒരു സ്റ്റേജ് ലൈക്ക് പെർസോണ വരുന്നത് പുള്ളിക്ക്. പുള്ളി തിരിച്ചു വരുന്നുണ്ടല്ലോ, പുള്ളിയുടെ റിട്ടേൺ. ഇപ്പം ഇതിലെ അപ്പക്കാളയുടെ റോള് നമ്മുടെ പൊന്നമ്പലം ആയതുകൊണ്ട് പൊന്നമ്പലം വില്ലന്റെ കൂടെ ചേർന്ന് സ്വാഭാവികമായിട്ടും പാര പണിയുന്നു മറ്റേതിന്റെ അകത്തെ പോലെ തന്നെ. പക്ഷെ ഇതില് കുയിലിന്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ അവളെ മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിലല്ല. അല്ല, പക്ഷെ ഇതില് അതുപോലത്തെ ഒരു യജമാനന് സിമിലർ ക്യാരക്ടർ ഉണ്ട്. ഒരു വേലക്കാരി ഉണ്ട്. വേലക്കാരി ആയിരുന്നാലും നീൻ മോഹവല്ലി ഇതിനകത്തിലും ഉണ്ട്. പക്ഷെ അത് ഇവരല്ല, വേറെ. വേലക്കാരി ഉണ്ട്, പക്ഷെ അതല്ലല്ല. കാരണം അത് വടിവേലുമായിട്ടുള്ള ഒരു ഇതിലാണ്. അതിലൊരു ലെറ്റർ സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും. എന്റെ ദൈവമേ, അൾട്രാ കൺഫ്യൂസിംഗ് ഒരു വേലക്കാരി സീക്വൻസ് ഉണ്ട്. വേലക്കാരി വടിവേലുവിന് വേണ്ടിയിട്ട് ലെറ്റർ എഴുതുന്നു, എന്നിട്ട് അത് ഒളിച്ചിരുന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഒളിച്ചിരുന്ന് എറിഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അപ്പോഴത്തേക്കും വടിവേലുവിനെ വേറെ ആരോ വിളിച്ച് വടിവേലു അങ്ങോട്ട് പോകുന്നു. ആ ലെറ്റർ ഈ വേലക്കാരിയോട് ഇഷ്ടമുള്ള സെന്തിൽ ചെയ്യുന്ന ക്യാരക്ടർ എടുത്ത് വായിച്ചു നോക്കുന്നു. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത്, അതായത് ഇത്ര മണിക്ക് തോട്ടത്തിൽ വരണം, ദീപാവലി പരിസ് കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപാവലി പരിസ് വെയിറ്റ്. അപ്പൊ ദീപാവലി സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി പോകാൻ വേണ്ടി നിന്നപ്പോഴേക്ക് രജനീകാന്ത് വരുന്നു. അപ്പൊ പെട്ടെന്ന് രജനീകാന്തിനെ കണ്ട കൺഫ്യൂഷനിൽ പുള്ളി അത് അങ്ങോട്ടേക്ക് ചുമ്മാ എറിഞ്ഞു കൊടുക്കുന്നു. അത് ചെന്ന് വീഴുന്നത് മീനയുടെ അടുത്താണ്. മീന രജനിയുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പം മീന അത് വായിച്ചു നോക്കുമ്പോ രജനിയാണ് അത് എറിഞ്ഞു കൊടുത്തതെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് പുള്ളിക്കാരി അത് തിരിച്ചെറിഞ്ഞു കൊടുക്കുന്നു. രജനി നോക്കുമ്പോ മീനയാണ് അത് എറിഞ്ഞതെന്നാണ്. അന്നേരത്തേക്ക് വേറെ ആരോ വരുമ്പം പുള്ളി അത് എറിഞ്ഞു കൊടുത്തത് അത് പോയിട്ട് മറ്റേ നമ്മുടെ മറ്റേ ഇക്കിളുവെണ്ണിന്റെ അടുത്താ വീഴുന്നത്. അപ്പൊ ഇക്കിളുവെണ്ണ് നോക്കുമ്പം ബാൽക്കണിന്ന് മുകളിലോട്ട് നോക്കുമ്പോ ഇല്ലില്ല, രജനി അത് എടുത്തിട്ട് തിരിച്ച് എറിയും വേറെ ആരാണ്ട് വരുമ്പോഴത്തേക്ക്. അന്നേരം അത് പോതി വീഴുന്നത് മീനയുടെ ഇതിൽ തന്നെ ചെന്ന് വീണിട്ട് മീന അതും കൊണ്ടുപോയിട്ട് നമ്മുടെ ജമീന്ദാറിന്റെ ക്യാരക്ടറിന്റെ മുമ്പിൽ വെക്കുന്നു. ജമീന്ദാർ നോക്കുമ്പോൾ മീനയാണ് വന്നത്. അല്ല, അത് അവസാനാണ് പുള്ളിക്കാരി ചായയും കൊണ്ട് പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ആ ഇക്കിള് പെണ്ണ് കാണുന്നുണ്ട്. ഇവൻ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് എറിയുമ്പോ ശരി. ഇക്കിള് പെണ്ണിന്റെ അടുത്തോട്ടാണ് ചെന്ന് വീഴുന്നത്. ഇക്കിള് പെണ്ണ് നോക്കുമ്പോഴത്തേക്കും ജമീന്ദാർ മോളി വന്ന് നിൽക്കുന്നു. അപ്പൊ പുള്ളിയാണ് എറിഞ്ഞതെന്ന് വിചാരിക്കുന്നു. അപ്പൊ അമ്മ വിളിക്കുന്നു, ജയഭാരതിയുടെ ക്യാരക്ടർ വിളിക്കുമ്പോ അത് അങ്ങോട്ടേക്ക് എറിയുമ്പം മീനയുടെ പാത്രത്തിലോട്ട് വീഴുന്നു. മീൻ അതുകൊണ്ട് ജമീന്ദാറിന് കൊടുക്കുന്നു. ജമീന്ദാർ ലാസ്റ്റ് വായിച്ചിട്ട് പുള്ളി വിചാരിക്കും മീനയാണ്. എന്നിട്ട് ഇവരെല്ലാം രാത്രി അവിടെ പോയി നിൽക്കുന്നു. പുള്ളിക്കാരി ജയഭാരതി കാണുമ്പം അല്ല, മൊത്തത്തിൽ ആ സീക്വൻസ് കാണുമ്പോ ബോയിങ്ങിന്
വെട്ടത്തിലുണ്ടായ ഏതോ ഒരു കസിന്റെ കൂട്ട് തോന്നും. അതുപോലത്തെ ഒരു വൃത്തികെട്ട. ഐ മീൻ അങ്ങനത്തെ ഒരു വെട്ടവും സീക്വൻസ് ഉണ്ട്. വെട്ടവും പോയെങ്കിലും എക്സലന്റ് ഫിലിമാണ്. പക്ഷെ ഇതൊരു ഫിലിം ഫുള്ള് ആ കൺഫ്യൂഷൻ പോകുന്നോട്ട് നമുക്ക് മനസ്സിലാവും ഇതൊരു സീക്വൻസ് പക്ഷെ ആയി. അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു കോമഡി ആയിട്ട്. ഞാനൊക്കെ അന്ന് കണ്ടപ്പോ കൺഫ്യൂസിങ് കോമഡി എന്നൊക്കെ പറഞ്ഞു അതെ അതെ, ബ്രില്യന്റ് ആയിരുന്നു. അപ്പം ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ക്യാരക്ടറിനെ മറ്റേ കുയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അവനെ അവിടെ നിന്ന് പുറത്താക്കുന്നത്. ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തു ആ എന്നുള്ള രീതിയിൽ. ഉം. പക്ഷെ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ മറ്റേ ഇങ്ങേര് തന്നെ അടിച്ചു പുറത്താക്കുന്നതാണ്. അതായത് നമ്മുടെ ജമീന്ദാർ ക്യാരക്ടറാണ് മുത്തുവിനെ അടിച്ചു പുറത്താക്കുക. കാരണം പുള്ളി മീനയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. ആ അതെ 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 അതെ. കാര്യം പുള്ളി ആ രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇങ്ങേരെ അടിച്ചു പുറത്താക്കുന്നത്. അപ്പോഴാണ് അമ്മ വരുമ്പോഴത്തേക്കാണ് നീ ആരെ അടിച്ചു പുറത്താക്കിയെന്ന് അറിയാവോ എന്ന് ഒന്ന് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ട് ബാക്ക് സ്റ്റോറി വരുന്നത് തീർച്ചയായിട്ടും. ബാക്ക് സ്റ്റോറി ഓപ്പൺ അപ്പ് ആകുന്നത്. ബാക്ക് പാവം സ്റ്റോറി ഓപ്പൺ നമ്മുടെ അപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും അതെ പാവം നമ്മുടെ ലാലേട്ടന് പിന്നെ ബാക്ക് സ്റ്റോറി ഒന്നും ഇല്ലാത്തോണ്ട് പുള്ളി കാര്യം കൊണ്ട് പോയിട്ട് കള്ളി പൂങ്കുവല്ലേക്ക് പാടി തെക്കും മുടക്കും നടക്കും. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് ഈ ബാക്ക് സ്റ്റോറി. അപ്പൊ ഈ അമ്മ ഈ ഈ ഇത് സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അതിനു മുമ്പ് നമ്മുടെ അപ്പൻ രജനീകാന്തിന്റെ ക്യാരക്ടർ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട് അവിടെ. അവിടെ വന്നു പോകുന്ന സമയത്തേക്ക് ഇവിടുത്തെ അതായത് ജയഭാരതിനെ കാണാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷെ അപ്പം പുള്ളിക്കാരി അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് പറയും. അപ്പം അവിടെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സീനുണ്ട്. അതായത് അവരുടെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതെന്തുവാണെന്ന് ചോദിക്കും. അപ്പൊ പറയും അതെല്ലാം അത് അതും ഈ ദേവി തന്നെ, പക്ഷെ അമ്പലത്തിലെ ദേവീനെയാണ് കാണാൻ പോയത് എന്നൊക്കെ പറയാം. അപ്പൊ പുള്ളി ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് അമ്പലത്തിലെ ദൈവമൊന്നും അല്ല, നമ്മളെ മനുഷ്യരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം അവിടെ വരുന്നുണ്ട്. ഒരു മെസ്സേജിങ് വരുന്ന ഒരു ഡയലോഗ് ഉണ്ട് അവിടെ. അപ്പം അതിൽ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു സേജ് പോലെ അല്ലെ ഒരു വിസ്ഡം ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഈ അപ്പന്റെ ക്യാരക്ടർ. എന്നിട്ട് പുള്ളി തിരിച്ചു പോകുന്നു. അപ്പൊ ഇവരെല്ലാം പുള്ളി വരുന്ന തന്നെ ഒരു പിച്ചക്കാരന്റെ പോലത്തെ ഒരു ഇതിലൊക്കെയാണ്. അങ്ങനത്തെ രൂപത്തിലൊന്നും രജനീകാന്തിനെ ആൾക്കാർ കാണാറില്ല. അപ്പൊ അത് വേണമെങ്കിൽ നമുക്കൊരു ഒരു പ്ലസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാരണം പുള്ളി അങ്ങനെ ഒരു തീർച്ചയായും പറയാൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ അല്ല പറയാൻ പറ്റൂ. അല്ല, അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. കാര്യം ഇത് കളിയാക്കി അല്ലാണ്ട് ആലോചിക്കുകയാണെങ്കിൽ ആൾക്കാര് അങ്ങനെ തമിഴന്മാര് രജനീനെ കണ്ടിട്ടുണ്ടാവില്ല. കാര്യം അവര് കാണുന്ന സൂപ്പർ സ്റ്റാർ രജനീനെയാണ്. മനസ്സിലായി? ഇങ്ങനത്തെ പക്ഷെ ഒരു ഓട്ടോ ഡ്രൈവർ ഒക്കെ ആയിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഓട്ടോ ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു പിച്ചക്കാരനായിട്ടല്ലേ, ഒരു ഇങ്ങനെ കീറിയ തുണിയും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ പറയാൻ വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു റോളല്ലേ. അപ്പം പുള്ളി തിരിച്ചു പോകുന്ന വഴിക്ക് ഈ പുള്ളിക്കാരി കാണുന്നുണ്ട്. പുള്ളിക്കാരി ഉടനെ റെക്കഗ്നൈസ് ചെയ്യും. നമ്മുടെ ഇവര് ജയഭാരതിയുടെ ക്യാരക്ടർ, അതായത് എന്റെ മറ്റേ വലിയ തമ്പ്രാനായിരുന്നു പുള്ളി എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്ത് പുള്ളിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കും. മുത്തുവും പുള്ളിയും തമ്മിൽ കാണുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് അന്നേരം അറിയില്ല ഇതെന്റെ അപ്പനാണെന്നുള്ള കണ്ണാടി നോക്കാറില്ലല്ലോ, അതുകൊണ്ട് മനസ്സിലായി കാണില്ല. കാരണം പുള്ളി ഇല്ല, അതല്ല, കാരണം പുള്ളിയുടെ കോലം അങ്ങനെയാണ്. നീ ഒന്ന് ആലോചിക്കേ, പുള്ളി ഇപ്പം എന്താ മുടിയൊക്കെ നരച്ച് ഒരു പിച്ചക്കാരന്റെ വഴി ഇരിക്കുന്നു, കീറിയ തുണിയൊക്കെ ഇട്ട് എന്തോ ഒരു സന്യാസി എന്നുള്ള രീതിയിലാണ് പുള്ളി കാണുന്നത്. കാര്യം പുള്ളിക്ക് അറിയത്തില്ലല്ലോ നമ്മളപ്പനാണെന്ന് ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞല്ലേ ഇപ്പൊ ജയഭാരതിക്ക് അറിയാം, ജയഭാരതി വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്, ഇവൻ കണ്ടിട്ടില്ലല്ലോ. എന്നാലും എന്റെ കൂട്ടിരിക്കുന്ന ഒരാള് പോട്ടെ, തലമുടിയൊക്കെ നരച്ച് നിന്റെ കൂട്ടിരിക്കുന്ന, എനിക്ക് താടി വരത്തില്ലല്ലോ. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നിന്റെ കൂടെ ഇരിക്കുന്ന എല്ലാരും നിന്റെ അമ്മയാണ്, ആകണ്ട. പക്ഷെ പുള്ളിക്ക് ആ ഒരു സിമിലാരിറ്റി പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ല, പക്ഷെ അതിലൊരു കാര്യമുണ്ട്. അതില് എന്തോ ഒരു കണക്ഷൻ പുള്ളിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് പുള്ളിക്ക് അറിയത്തില്ല. അതാ ഞാൻ പറയാം, കണ്ണിന്റെ സ്ഥാനത്ത് വല്ല കുന്തമാണ് ഇരിക്കുന്നത്. പുള്ളി കണ്ടിട്ടില്ല അപ്പനെ കണ്ടിട്ടില്ല, പുള്ളിക്ക് അറിയത്തോലും. രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമല്ലോ, തലമുടി ജീവണ്ട്. അത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇവളൊരു കട്ട രജനി ഹേറ്ററാണ്, പറഞ്ഞിട്ട് കാര്യമില്ല.
എടി അത് ആ കോലം അങ്ങനെ ഇരിക്കുന്നേ. അതായത് ഇങ്ങനെ താടിയും മുടിയൊക്കെ വെച്ചിട്ട് ഒരുമാതിരി പിച്ചക്കാരനെ കൂട്ട് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് എന്താ പറയുന്നത്, നമുക്ക് ഇങ്ങനെ ഇത് കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ ഞാനങ്ങ് നമുക്ക്? അംഗീകരിച്ച് ഇപ്പൊ ഞാൻ തരുവാണ്. തന്നേ പറ്റുള്ളൂ, ഇല്ല ഞാൻ സമ്മതിക്കില്ല. തന്നു ദിഗംബര, നീ കടപ്പുറം. അടങ്ങ് ദിഗംബര. കമന്റ് കണ്ടപാടത്. വന്നിട്ട് നിങ്ങൾ പറയുക കേട്ടോ. ഈ കുമാരി പറയുന്നത് എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവള് UDC ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ശരിയല്ലേ. ഇളകി അടച്ചാക്ഷേപിക്കുകയാണ് തലൈവരെ. അത് ഞാൻ ഞങ്ങള് സമ്മതിക്കത്തില്ല. UDC-ക്കാരായതുകൊണ്ട് ട്രൂ ടു ദ സബ്ജക്ട് മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. അല്ലാതെ ഇമാതിരിയുള്ള ഊള ജസ്റ്റിഫിക്കേഷൻ ഒന്നും നമ്മള് വെച്ച് പൊറപ്പിക്കൂല. സോറി. അത് നമുക്ക് നമുക്ക് നോക്കാമല്ലോ, ആൾക്കാരെന്താ കമന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാമല്ലോ. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അപ്പം തീർച്ചയായിട്ടും. എന്നിട്ട് പുള്ളി അപ്പം ജെൻഡർ മുത്തുവിനെ തിരിച്ചു വിളിക്കാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. മുത്തുവിനെ തിരിച്ചു വിളിക്കാനാണ്, ഈ അപ്പൻ ക്യാരക്ടറിനെ തിരിച്ചു വിളിക്കാനാണ്, മുത്തുവിനെ തിരിച്ചു വിളിക്കാനാണ് പോകുന്നത്. അപ്പൊ പോകുന്ന വഴി നമ്മുടെ പൊന്നമ്പല അണ്ണൻ പണിയൊപ്പിക്കും. അവിടെ അപ്പക്കാള ഒന്നും ചെയ്യുന്നില്ല അല്ലെ? അപ്പക്കാള തമ്പ്രാൻ അല്ലല്ല, ചേട്ടനെ ഉണ്ടുണ്ട്. കൊല്ലാൻ നോക്കുന്നുണ്ടല്ലോ. അല്ല, ഉണ്ടോ? കൊല്ലാൻ നോക്കുന്നില്ല. പക്ഷെ ചെരുപ്പും തോർത്തും കൊണ്ട് വെള്ളത്തിൽ ഇടുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഫ്രെയിം ആ ചെയ്യുവാണ് മോഹൻലാലിനെ. ഐ മീൻ, ഫ്രെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ ഉണ്ട് ഉണ്ട്. പുള്ളിനെ ഡയറക്റ്റ് ആയിട്ട് അപായപ്പെടുത്താൻ നോക്കുന്നില്ല. ഇവിടെ ഇല്ല പക്ഷെ ഇല്ല. തലക്കടിച്ചിട്ട് പുള്ളിനെ കൊക്കയെന്ന് ഐ എടുത്ത് മീൻ, വെള്ളത്തിലോട്ട് അതിനുള്ള ഒരു എറിയും. ഐ മീൻ, ഈ അപ്പക്കാള എന്ന് പറയുന്ന ശ്രീനിവാസന്റെ ക്യാരക്ടറിന് ക്യാരക്ടർ അതിനുള്ള ഒരു ഫ്രെയിം ഇല്ല. പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. അത് പുള്ളി ഒരു ഇവൻ കണ്ണിങ് ക്രൂക്കഡ് ആ ആയിട്ടുള്ള ഒരു ഒരു ബുദ്ധി മനുഷ്യനാണ്. കൊണ്ട് കളിക്കുന്ന ഒരാളാണ് പുള്ളി. ഈവൻ Yes, yes. ഈ എന്താ കുയിലിന്റെ ക്യാരക്ടറിനെ മറ്റേ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി ആയിട്ട് ഇറക്കുന്നതും ശ്രീനിവാസന്റെ ക്യാരക്ടറാണ്. അതെ അതെ ഇച്ചിരി അതെ. പുള്ളി ഇച്ചിരി ക്ലെവർ ആണ് കുയിലിക്ക് അതിനകത്തുള്ള. മോഹൻലാലിനെയും കിട്ടും. അങ്ങനെ അതെ, അല്ല ഇവന്റെ അല്ല, ശല്യം ഒഴിഞ്ഞു കുയിലിക്ക് കിട്ടും. കുയിലിക്ക് മോഹൻലാലിനെ കിട്ടുമെന്ന് പറഞ്ഞ് അവളെ എന്താ വിശ്വസിപ്പിക്കും. സമ്മതിപ്പിക്കുകയും ചെയ്യാം. ശ്രീനിവാസൻ അവളെ കെട്ടുകയും ചെയ്യാം, റിയലി പ്രഗ്നന്റ് അല്ലാത്തത് കൊണ്ട്. ഉള്ള പക്ഷെ അവിടെ ലലിതൻ പരിപാടി. ബുദ്ധി ഉപയോഗിച്ചു. ഇവള് ശരിക്കും പ്രഗ്നന്റ് ആണെങ്കിൽ ഇന്ന് കൊച്ചുണ്ടായിട്ട് ഞാൻ കെട്ടും. അതെ അതെ അതെ. തീർച്ചയായിട്ടും. അപ്പം ഇവിടെ ഇപ്പം പൊന്നമ്പല എടുത്ത് തലക്കടിച്ചിട്ട് പുള്ളീനെ എടുത്ത് വെള്ളത്തിലോട്ട് എടുത്തെറിയും. കൊക്കയെന്ന് എടുത്തെറിയും. എന്നിട്ട് അവിടെ മുഴുവൻ പറഞ്ഞു നടക്കും രജനീകാന്തിന്റെ മുത്തുവാണ് മുത്തു കൊന്നതെന്ന്. ജമീന്ദാറിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ അവിടെ രജനീകാന്ത് കുറെ അടിയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതിന് മുമ്പത്തെ സീനിലും മറ്റേ അടിച്ച് പുറത്താക്കുമ്പോഴും നല്ലോണം അടിയൊക്കെ കൊടുത്ത് ചോരയൊക്കെ ഒഴുക്കിയിട്ടാണ് പറഞ്ഞു വിടുന്നത്. നിങ്ങളെ മീമിലൊക്കെ കണ്ടിട്ടുണ്ടോ പുള്ളി ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ ചോരയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നു ആ ഐറ്റം. അപ്പം എനിവേസ് അപ്പം പക്ഷെ ക്ലൈമാക്സിൽ നമ്മുടെ ജമീന്ദാറിനെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ രജനീകാന്താണ്. അപ്പൻ അപ്പൻ രജനീകാന്താണ്. അങ്ങനെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ അമ്പലത്താന്റെയും, അതായത് രാധാരവിയുടെ ക്യാരക്ടറിനെയും പൊന്നമ്പലത്തിന്റെയൊക്കെ കള്ളി പുറത്താകുന്നു. എന്നിട്ട് പിന്നെ അവര് അപ്പനെ അന്വേഷിച്ച് ചെല്ലുന്നു. അതായത് രജനി സത്യമെല്ലാം അറിയുന്നു. അതായത് ഞാനൊരു വലിയ എന്താ പറയുക ജമീന്ദാർ രാജാവായിരുന്നു, എന്നിട്ട് പിന്നീടാണ് ഞാൻ ഇങ്ങനെ പിച്ചക്കാരനായത് എന്നുള്ള സത്യം പുള്ളി വൈനോണ്ട്. തിരിച്ചറിയുന്നു. യെസ് യെസ് യെസ്. അല്ല പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അപ്പൻ അവരെ സ്വത്തൊക്കെ ഏൽപ്പിച്ചിട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട് എഴുതി ഈ കൊടുത്തിട്ടല്ലേ? പിന്നെ അല്ല, പറയുന്നുണ്ട്. എഴുതി ആ കൊടുത്തിട്ടല്ലേ പോകുന്നത്? എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഈ ഈ എന്റെ മോനെ അങ്ങനെ വളർത്തരുത്, അതായത് ഒരു രാജാവ് എന്നുള്ള രീതിയിൽ വളർത്തരുത് എന്നും കൂടെ പറഞ്ഞു വെച്ചിട്ടാണ് പോകുന്നത്. പറഞ്ഞിട്ടാണ് പോകുന്നത്. അതെ അങ്ങേർക്ക് അതെ. അത് പറയേണ്ട വല്ല കാര്യമുണ്ട്? ആ മോനെ ഇയാളോ പോവുകയാണ്, പിന്നെ ആ മോനെങ്കിലും അവസാനം നല്ല രീതിയിൽ അവനെ ഒരു തേന്മാവിൻ കുതിരക്കാരനാക്കി. കൊമ്പത്ത് തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് എടുത്തത് കൊണ്ട് അതിനെ ഇച്ചിരെങ്കിലും അതാണെന്ന് തോന്നിക്കാനുള്ള എന്തേലും വേണ്ടേ, അതുകൊണ്ട് കൊണ്ടുവച്ചതാകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സിമിലർ തീം തന്നെയാണ് അരുണാചലത്തിന്റെ അകത്തും ഉള്ളത്. പക്ഷെ അത് വേറൊരു കഥയാണ്. അത് വേണമെങ്കിൽ നമുക്കൊരു ദിവസം കാണാം. നല്ല ഇൻട്രസ്റ്റിംഗ് ലെറ്റ്സ് ആയിട്ടുള്ള ഒരു വാച്ച് ദാറ്റ് സംഭവമാണ്. സംഡേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കത് കാണണം. അപ്പം അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിന് ആക്ച്വലി മുത്തു മാത്രമല്ല, ഒരു ഹിന്ദി റീമേക്കും കൂടെ ഉണ്ട്. അത് പ്രിയദർശൻ തന്നെയാണ് ചെയ്തത്. എന്റെ ഒറിജിനൽ ഡയറക്ടർ തന്നെയാണ് ചെയ്തത്. സാത് രംഗ് കി സപ്ന എന്ന് പറയുന്ന. നിനക്ക് ഗസ്റ്റ് ചെയ്യാവോ ആരായിരിക്കും അതിനകത്തിലെ നടൻ എന്ന്? ഒരു തമിഴ് നടനാണ്. ഋത്തിക് റോഷൻ ഒന്നുമല്ല.
അതെ 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 അതെ. ഞാനോർത്ത് മറ്റേ റീമേക്ക് അന്നത്തെ കുമാറാണെന്ന്. അതാ പറയാൻ വന്നത്. നമ്മുടെ അക്ഷയ് കുമാർജി എല്ലാ പടവും എടുത്ത് റീമേക്ക് ചെയ്തിട്ട് റീമേക്ക് കുമാർ എന്ന് പറഞ്ഞ പേര് വാങ്ങിച്ചു. അല്ലല്ല. പാവമുണ്ട് പക്ഷെ കനേഡിയൻ കുമാർ, റീമേക്ക് കുമാർ എന്തെല്ലാം പേര് കേൾക്കണം. ഓ കഷ്ടമുണ്ട്. കഷ്ടം. ഇനി കഷ്ടം നമുക്ക് നാഗവല്ലി സീരീസ് ചെയ്യുമ്പോൾ നമുക്കത് പറയണം തീർച്ചയായിട്ടും. ആ, അതെ അതെ. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, സാത്വിൻ കി സപ്നയില് ആരായിരിക്കും അഭിനയിച്ചിരിക്കുന്നത്? ഒരു തമിഴ് നടനാണ്, ഭയങ്കര ഒരു റൊമാൻറ്റിക് നടനായിരുന്നു, ഒരു കാലത്തെ ചോക്ലേറ്റ് റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. നടി നടി നടിയാണോ? ജൂഹി ചൗളയാണ്. നരിയോ? നാഡിയല്ലേ? നാഡിയാണോ? ആര്? മാരിയോ? അതായത് നടി മാഡിയോ? എന്നാണ് പറഞ്ഞത്. ഓ, ഓ, ഞാൻ നീ മാഡി എന്നാണ് പറഞ്ഞത്. ഓ മാഡി എന്നാണ് പറഞ്ഞത്. അല്ല മാധവനല്ല. നോ നോ. ഓ, ഞാൻ ഓർത്തു ഓ മാഡി ജൂഹി ചവളാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓ കൊള്ളാലോ, വെറൈറ്റി അല്ല. കോമ്പോ ആണല്ലോ. നടി എന്നാണ് പറഞ്ഞത്. നടീനെ പറ്റി ആർക്കറിയണം ഇവിടെ? ഇതുണ്ടോന്ന് കണ്ടത്. ഞാൻ നീ മാഡി എന്ന് പറഞ്ഞപ്പോ നടീന്നാ കേട്ടത്. ആരാ അത്? അരവിന്ദ് സ്വാമിയാണ്? യെസ്, അരവിന്ദ് സ്വാമിയാണ്. അരവിന്ദ് ഓ, സ്വാമിയും ജൂഹിച്ചവളയാണ് അതിൻ്റെ റീമേക്കിൽ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാനത് നൈസ്. നമ്മളത് കണ്ടിട്ടില്ല. നമ്മളത് കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അനുപം ഖേർ ആണ് നമ്മുടെ നെടുമുടി വേണുവിന്റെ ക്യാരക്ടറിൽ തമ്പ്രാൻ അഭിനയിച്ചിരിക്കുന്നതെന്ന് ചേട്ടൻ തോന്നുന്നത്. കൊള്ളാം. ആ, തമിഴിന്റെയും മലയാളത്തിന്റെയും ഏറ്റവും വലിയ ഡിഫറൻസ് അതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമത്തിലൊരു തമ്പ്രാൻ അതെ. ചേട്ടൻ ഒരു ജന്മി ലെവലിലൊക്കെ വെക്കാവുന്ന ഒരു സെറ്റപ്പ്. അവിടെ അങ്ങനെയല്ല. അവിടെ സ്ട്രീറ്റ് രാജാവ് ലെവലിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഈ സാധാരണ ഇങ്ങനെ അല്ല, എന്താ പറയുക അതിപ്പം നാട്ടിലെ പ്രമാണം. അതിപ്പോ ഏത് റീമേക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം മണിച്ചിത്രത്താഴിന്റെ റീമേക്കുകൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. മണിച്ചിത്രത്താഴ് വെറും ഒരു ചെറിയൊരു മനക്കകത്തി നടക്കുന്ന ഒരു കഥ. മനയല്ല, അതൊരു കൊട്ടാരമാണ്. ബട്ട് സ്റ്റിൽ അതിനൊരു സൈസ് വ്യത്യാസം ഉണ്ട്. തമിഴ്നാട്ടിലെത്തുമ്പോൾ അത് വലിയ കൊട്ടാരമാണ്, മാസമാണത്. അതെ അതെ. ഹിന്ദി പിന്നെ പറയണ്ട, ഏതാണ്ട് കൊട്ടാരത്തിലൊക്കെയാണ് കൊണ്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. കാര്യം മലയാളത്തിൽ അത്രയും ബഡ്ജറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അത് സെറ്റപ്പിലായിരുന്നു മാത്രല്ല, ഞങ്ങളിങ്ങനെ ഹിന്ദിയിൽ പട്ടാഭിഷേകമുണ്ട്. ഓ, ഇതൊന്നും ഇല്ല പോരാഞ്ഞിട്ട്. തമിഴില് പിന്നെയും കുഴപ്പമില്ല. ഓക്കെ, തമിഴിലെ ഫ്ലാഷ് ബാക്കിലൊക്കെ രാജാവായിട്ട് വരുന്നു എന്നൊക്കെ ഉള്ളു. ഇത് പ്രസന്റ് ലൈഫിൽ അവരെങ്ങനെ രാജാവൊന്നും അങ്ങനെയല്ല. ഇല്ല. ഹിന്ദിയിൽ ഹിന്ദിയില് കൊട്ടാരവും ഒറിജിനലി രാജാഭിഷേകവും രാജാവാണ്, എല്ലാം ഉണ്ട്. എന്തോന്ന് ടൈപ്പ്. പക്ഷെ അവർക്ക് അത് ഒരുപാട് കണക്ട് ആയി കേട്ടോ. അത് അതെ അതെ അതെ. മണിച്ചിത്രത്താഴിന്റെ വീഡിയോയില് അവരുടെ ഒരു ഒരു നമുക്കത് ഒരു ക്ലാസിക് പടമായിട്ട് അവർ കണക്കാക്കുന്നതാണ്. അവർക്ക് ബൂൽബുലയ മാത്രമേ അറിയത്തുള്ളൂ, അവർക്ക് മണിച്ചിത്രത്താഴ് അറിയത്തില്ല. അവര് വിചാരിക്കുന്ന ബൂൽബുലയുടെ എന്താണ് റീമേക്കാണ് മണിച്ചിത്രത്താഴ് വിശ്വസിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂടെ പഠിച്ച സിമിലർ പിള്ളേരുണ്ട്. സിമിലർ അവസ്ഥയാണ് ഈ നമ്മുടെ മുത്തൂനാണെങ്കിലും ചന്ദ്രമുഖിക്കാണെങ്കിലും ഉള്ളത്. അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു ഇപ്പൊ കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ അന്നൊക്കെ ആൾക്കാർക്ക് അങ്ങനെ വലിയ അവയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനത്തെ അതായത് കണ്ടിട്ടും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് തമിഴ് മനസ്സിലാവും. പക്ഷെ അവർക്ക് മലയാളം എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് പിടികിട്ടത്തില്ല, അറിയത്തില്ല. എന്നാലും ഇത് കുറെയൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും അപ്പം എന്താണ് ഇതില് KPC ലളിതയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇല്ല. അതിനെ ഒന്ന് റീമോഡൽ ചെയ്ത് മറ്റവന്റെ കുറച്ചുകൂടെ യങ്ങർ മുറപ്പെണ്ണ് വേർഷൻ എന്നുള്ള ആക്കി. രീതിയിൽ മറ്റവന്റെ മുറപ്പെണ്ണ് എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവളെ തന്നെയാണ് പുള്ളി കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചിട്ടാണ് പുള്ളിയുടെ ഇത് മറ്റേതുപോലെ തന്നെ റിവീൽ ചെയ്യുന്നതൊക്കെ. എന്നിട്ട് പിന്നെ മുത്തുവിന്റെ അടുത്ത് സത്യമൊക്കെ പറഞ്ഞ് ഇവരെല്ലാം അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്കും അപ്പൻ രജനീകാന്തിന്റെ ക്യാരക്ടർ ഇരുന്ന ആ ആൽമരത്തിന്റെ കീഴിൽ പുള്ളി ഇല്ല. പുള്ളി ധരിച്ചിരുന്ന മറ്റേ പുതപ്പ് പോലത്തെ ബ്ലാങ്കറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. അതിങ്ങനെ കാറ്റിലിങ്ങനെ പറന്നു വന്ന് ഇങ്ങനെ മകന്റെ മേലിൽ തീർച്ചയായും. ഇങ്ങനെ മൂടുന്നു. അതെ 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 രോമാഞ്ചം, അതെ അതെ. ഗസ്പംസ്, ഗസ്പംസ്, നിർവ്വാണം എന്നൊക്കെ. എന്നിട്ട് നീ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം നേരത്തെ അപ്പനെ കണ്ടു. പക്ഷെ പുള്ളി തിരിച്ചറിയാൻ പറ്റില്ല. പുള്ളി തിരിച്ചറിഞ്ഞ് അപ്പനെ തേടി വരുമ്പോഴത്തേക്കും അദ്ദേഹം അവിടെ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സ് അവന്റെ മേലുണ്ട് എന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ ബ്ലാങ്കറ്റ് ഇങ്ങനെ പറന്നു വന്ന് ഇങ്ങനെ പുള്ളിയുടെ മേത്ത് കൂടുന്ന സീൻ. എന്നിട്ട് പിന്നെ തിരിച്ച് കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പുള്ളീനെ കൊണ്ട് ആ വേഷമൊക്കെ ഇങ്ങനെ ധരിപ്പിക്കും. ജമീന്ദാറിന്റെ വേഷമൊക്കെ മറ്റേ ജയഭാരതിയുടെ ക്യാരക്ടർ ധരിപ്പിക്കും. കുറെ നാള് എത്ര കാലമായി നിന്നെ ഇങ്ങനെ ഒന്ന് കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അപ്പന് കൊടുത്ത വാക്കിന്റെ പുറത്ത് സത്യം ഒന്നും അവൻ തീർച്ചയായിട്ടും. അറിയരുത് എന്നുള്ള വാക്കിന്റെ പുറത്ത് അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ലായിരുന്നു.
ഉം. എന്നിട്ട് പിന്നെ ഭാഗ്യത്തിനാണ് ഈ പടത്തില് മീനനെ ശരിക്കും രാജകുമാരിയാക്കാതിരുന്നത്. അതിന്റെയും കൂടെ കുറവുള്ളായിരുന്നു. അതും കൂടെ ആയിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. ഇല്ല, അപ്പൊ അതിലൊരു ത്രില്ലില്ല. കാരണം ഇവിടെ ജമീന്ദാർ ക്യാരക്ടർ വന്നു, രാജകുമാരിയായിട്ടുള്ള ആളും പിന്നെ നാടകം അഭിനയിക്കാൻ പോകുന്നു, അതിന്റെ ആവശ്യമില്ല ഇപ്പൊ. അല്ല, മൊത്തത്തിൽ എല്ലാവരും രാജാപാട്ടാണല്ലോ. അപ്പൊ അവളെയും കൂടെ അങ്ങ് ആക്കിയിരുന്നെങ്കിൽ പെർഫെക്റ്റ്. അപ്പം പുള്ളിനെ വേഷമൊക്കെ ധരിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റേ ജമീന്ദാർ അണ്ണൻ, അതായത് അവിടത്തെ തമിഴ് തമ്പ്രാൻ ചേട്ടൻ വന്നിട്ട് മുത്തുവിനെ പോലെ ഇങ്ങനെ വേഷമൊക്കെ കിട്ടി ആരെയും ഇങ്ങനെ തോർത്തൊക്കെ കിട്ടിയിട്ട് കുതിരക്കാരനായിട്ട് വന്ന് നിൽക്കും. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പുള്ളി ഒരു നന്മമരയായിരുന്നു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ മുത്തുവിന് സഹിക്കില്ല, കാരണം മുത്തുവിന്റെ തമ്പ്രാൻ ചേട്ടനാണല്ലോ. അപ്പൊ മുത്തു പറയും, തീർച്ചയായിട്ടും. ഇല്ല നീ തന്നെ ജമീന്ദാർ, ഞാൻ എന്നും കുതിരക്കാരനായിട്ട് തന്നെ നിന്നോളാം. മണ്ടൻ എന്നൊക്കെ നമുക്ക് തോന്നും. ഇത്രയും വലിയ ലോട്ടറി എടുത്തിട്ട് ഞാൻ കുതിരക്കാരനായിട്ട് നിന്നോളാം അല്ല ഒരു നമുക്കൊരു സങ്കടം. കാരണം അതാ ഞാൻ പറഞ്ഞത്, എത്ര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മുത്തു. ഒരു അപ്പനും അതുപോലെ തന്നെ ഭയങ്കര ഇന്നസെന്റ് ആയിരുന്നു. സ്വത്തല്ല എഴുതി വായിച്ചു പോലും നോക്കണ്ട പെട്ടു കൊടുത്തു. നമുക്ക് ആക്ച്വലി ഒരു ശത്രുക്കൾ അതിനെ റീമേക്ക് കൂടെ ഉണ്ട് മണ്ടത്തരം കേട്ടോ. പറയും. പക്ഷെ ഞാനത് കണ്ടില്ല. ഏതാണ്? അതെന്റെ കണ്ണിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. കന്നഡ ഭാഷയിൽ ഇത് റീമേക്ക് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ KS രവികുമാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഡയറക്ഷൻ ഓം പ്രകാശ് റാവുവിന്റെയാണ്. അതിന്റെ അകത്തില് എനിക്ക് തോന്നുന്നു മറ്റേ മോഹൻലാലിന്റെ ആദിപുരുഷന്റെ ഓം പ്രകാശാണോ? ഓം കം ആ ടു മൈ റൂം. ഇത് ഇതുണ്ടല്ലോ. വേറെ ആയിരിക്കും. അല്ലല്ല, ഇത് തേന്മാവിൻ കൊമ്പത്തിന്റെ റീമേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മുത്തുവിന്റെ റീമേക്ക് ആണെന്ന് എനിക്ക് മുത്തുവിന്റെ തോന്നുന്നു. കാരണം റീമേക്ക് ആയിരിക്കും. കാരണം ഇതിന്റെ അകത്തില് മുത്തു എന്നാണ് ഇതിന്റെ അകത്തിലെ മെയിൻ ക്യാരക്ടറിന്റെ പേര് എടുത്തിരിക്കുന്നത്. ആയിരിക്കും. അതായത് ഒരു നമ്മുടെ പി വാസുവണ്ണന്റെ ഒരു ട്രീറ്റ്മെന്റ് അതെ അതെ അതെ, ചിത്രത്താഴ് എടുത്ത് തമിഴിൽ തീർച്ചയായിട്ടും. ചെയ്തിട്ട് അതേ കഥ തന്നെ എടുത്ത് നാഗവല്ലി എന്നൊരു അതിനു മുമ്പ് എന്താ ചന്ദ്രമുഖിക്ക് മുമ്പ് ഒരു സാധനമുണ്ട് കന്നഡത്തില്, മറ്റേ ആപ്തരക്ഷത. സൗന്ദര്യം ചെയ്ത് സൗന്ദര്യം നല്ല ആപ്തരക്ഷത, പുള്ളിക്കാരിയുടെ. അതെ അതെ അതെ. സൗന്ദര്യം ആപ്തരക്ഷത. അപ്പം കൊള്ളാം. അതെ. പക്ഷെ ഇവരതിന് രണ്ടാം ഭാഗം ഒന്നും ഇറക്കി മിൽക്ക് ചെയ്തില്ല. അവരിങ്ങനെ ഭാഗ്യം. രണ്ടിതിലോട്ട് റീമേക്ക് ചെയ്തതേ ഉള്ളൂ. കഷ്ടമുണ്ട്. ആ മണിച്ചിത്രത്താഴെന്ന് പറയുന്ന സാധനം എടുത്തിട്ട് അതിനെ ഒരുമാതിരി പിച്ചി ചീന്തുന്ന അവസ്ഥയായിരുന്നു. എത്ര വട്ടാണ് അതിനെ റീമേക്ക് ചെയ്തിരിക്കുന്നത്. എന്തൊരു കഷ്ടം. ചന്ദ്രമുഖി ക്ലാസിക് ആണ്. നിനക്ക് മുതലവായിട്ട് മറക്കാൻ അതല്ലവാ. പറ്റും. എന്നെ കൊടുമൈ സർവണൻ, ഈ സെഗ്മെന്റിന്റെ തന്നെ പേര് ആ പടം ഇല്ലായിരുന്നു കിട്ടുമായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോഴും ഇത്ര ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡയലോഗ് വേറെ ഉണ്ടോ? എന്നെ കൊടുമൈ സർവണൻ. ഐ ക്യാൻ ഫീൽ ദ പെയിൻ. എനിക്ക് പ്രഭുവിന്റെ പെയിൻ ഫീൽ ചെയ്യാൻ പറ്റും ഇതിന്റെ. പുള്ളിയുടെ പ്രൊഡക്ഷൻ ഹൗസ് തകർന്നു പോകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശിവാജി പ്രൊഡക്ഷൻസിന്റെ പേരില്, അപ്പന്റെ പേരിലുള്ള പ്രൊഡക്ഷൻ ഹൗസ്, നിനക്കൊക്കെ കാശ് കൊടുത്ത് നിന്നെയൊക്കെ കൊണ്ട് പണം എടുപ്പിച്ചിട്ട് എന്നെ ഈ അവസ്ഥയില്. അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ. 100 ദിവസത്തിനൊക്കെ 200 ദിവസം 300 ദിവസം ഏതാണ്ട് ഓടിയ പടമാണ്. അതെങ്ങനെ ഹിറ്റ് ആവാതിരിക്കും? അത് മണിച്ചിത്രത്താഴിന്റെ മാത്രം റീമേക്ക് അല്ലല്ലോ, അത് ആറാം തമ്പുരാന്റെയും കൂടെ റീമേക്ക് ആണല്ലോ. നൈസായിട്ട് അതിന്റെ ഇടയിൽ കൂടെ അത് ഞാൻ ചെറുപ്പത്തിലെ നോട്ട് ചെയ്തായിരുന്നു. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അതെ അതെ, തീർച്ചയായിട്ടും. നമുക്ക് ലെറ്റ്സ് കം ബാക്ക് ടു ദ പോയിന്റ്. ആക്ച്വലി എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. തേന്മാവിൻ കൊമ്പത്ത് നമ്മള് ഈ മലയാളം ഫിലിമിന്റെ ക്രിട്ടിക്കൽ ഇവാലുവേഷന്റെ ഇങ്ങനത്തെ ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നതിൻ്റെ അതിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മോഹൻലാല് അതായത് ഹൈ കാസ്റ്റിൽ ഉൾപ്പെടുന്ന റോൾ, അതായത് പുള്ളിയുടെ ക്യാരക്ടർ എപ്പോഴും ഒരു ഹൈ കാസ്റ്റിലുള്ള ആളായിരിക്കും, ബ്രാഹ്മൺ നായർ അങ്ങനെ ആയിരിക്കും. അങ്ങനത്തെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിലുള്ള പടങ്ങൾ മാത്രമേ മോഹൻലാൽ അഭിനയിക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അതിലെന്തോരം വാസ്തവം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, ബട്ട് ഞാൻ ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്. സീരീസ് ഓഫ് റോൾസ് ഒക്കെ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എപ്പോഴും ഹൈ ക്ലാസ്സിലും ക്ലാസ്സിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതും നമുക്ക് എപ്പോഴേലും ഒന്ന് നോക്കണം. കാരണം തീർച്ചയായിട്ടും ഇപ്പം എന്താ പറയുന്നേ, താഴ്വാരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലെവിടെ ഹൈ ക്ലാസ് ഇരിക്കുന്നേ? താഴ്വാരത്തിന്റെ താഴ്വാരം മലയാളത്തിന്റെ പടമാണല്ലോ. അതെ അതെ അതെ, നമ്മുടെ റവനന്റ് ആണത്. തീർച്ചയായും. അപ്പം അങ്ങനത്തെ പടമാണ്. അപ്പൊ അതിലെവിടെ ഹൈ ക്ലാസ് വരുന്നത്?
അല്ല, അപ്പൊ ഇല്ല ഇല്ല. ഞാനതാ അപ്പൊ പറയാൻ പുള്ളി വന്നത്. അതുപോലെ ഈ തേന്മാവിൻ ആ കൊമ്പത്ത് ഒരു പാറ്റേൺ ബ്രേക്കർ ആണെന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു. അതങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പാറ്റേൺ ബ്രേക്കർ ആണ് പുള്ളി. അത് ഞാനും കേട്ടിട്ടുണ്ട്. ഈ ഇപ്പോഴും ഉള്ള ഒരു പരാതിയാണ്. പക്ഷെ അതാണോ അത്? ഓക്കെ, മേ ബി ഇപ്പൊ എനിക്കറിയില്ല അത്. പ്രിയദർശൻ പടങ്ങളിലൊക്കെ അപ്പുക്കുട്ടൻ നായർ അല്ല അങ്ങനെ നായർ അങ്ങനത്തെ ക്യാരക്ടറൊക്കെ ആയിരിക്കും. ആ ബട്ട് പക്ഷെ ആര്യൻ പോലത്തെ പടങ്ങളുണ്ട് അതിനകത്തില്. ദരിദ്രനായ ബ്രാഹ്മണൻ, നമ്പൂതിരി അങ്ങനത്തെ ബ്രാഹ്മണ അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ട്. അത് പക്ഷെ ശരിയാണ്. അല്ലാത്ത ക്യാരക്ടേഴ്സും ഉണ്ട്. ഇപ്പൊ ഹിസൈനസ് അബ്ദുള്ള പുള്ളി മുസ്ലിമാണ്. അതുപോലെ മുസ്ലിമാണ്, മാട്ടുചെറുത്താഴിലെ പുള്ളി ക്രിസ്ത്യാനിയാണ്. അപ്പം ക്രിസ്ത്യാനിയാണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് റോൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഹിന്ദു ആയിട്ട് ചെയ്യുമ്പോൾ പുള്ളി നായരായിട്ടോ ബ്രാഹ്മണനായിട്ടോ ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു ചീത്തപ്പേര്, ഒരു ചെയ്തിട്ടുള്ളൂ. അപഖ്യാതി ഉണ്ട് പുള്ളിക്ക്. അത് തീർച്ചയായിട്ടും ആ അതും ശരിയാണ്. അത് നമുക്കൊന്ന് നമുക്കത് അനലൈസ് ചെയ്തിട്ട് പൂർണ്ണമായും നമുക്കത്. തള്ളിക്കളയാൻ പറ്റത്തില്ല കാര്യം. ഇല്ല ഇല്ല ഇല്ല. കാര്യമുണ്ട്. ഇപ്പൊ അത് ജഗന്നാഥനാണെങ്കിലും ഒരു അതെ, ബ്രാഹ്മണനാണ്. അപ്പൊ ഹിന്ദുവിടെ റോള് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി അങ്ങനത്തെ ഒരു ഹൈ ക്ലാസ്സിലേ അത് പോവാറുള്ളൂ പുള്ളി എന്നൊക്കെയുള്ള സെലക്ട് രീതി. ചെയ്യുന്നതാവാനുള്ള ചാൻസ് കുറവാണ്. പുള്ളിക്ക് വരുന്ന റോൾസ് അങ്ങനെ ആവാനുള്ള ചാൻസ്, ആവാനുള്ള ഇതുണ്ടല്ലോ. അങ്ങനെ അതെ ഒരു അതെ. പ്രവണത. അത് എഴുതുന്നത് മോഹൻലാലല്ലല്ലോ. അതെ പുള്ളി ഇപ്പം കഥ കേൾക്കുമ്പോ നല്ല കഥകളാണല്ലോ. ആറാം തമ്പുരാനാണെങ്കിലും അതെ ഇപ്പൊ അതെ അതെ, തീർച്ചയായിട്ടും. നരസിംഹമാണെങ്കിലും ഒക്കെ. നരസിംഹത്തിന്റെ കാസ്റ്റ് എന്താണ്? പൂവള്ളി ഇന്ദുചൂടൻ, അതെന്ത് കാസ്റ്റ്? അങ്ങനൊന്നും പറയുന്നൊന്നും ഇല്ല. പക്ഷെ ഇല്ലല്ലോ. ഇതുണ്ട്. ഇല്ല, ദേവാസുരം രാവണപ്രഭു പുള്ളി പറയുന്നുണ്ട്. എന്താ, ക്ഷത്രിയനാണ് എന്ന് പറയുന്നുണ്ട്. രാജരക്തം ആണെന്ന് പറയുന്നുണ്ട്. ക്ഷത്രിയ രക്തം അങ്ങനെ എന്താ പറയുന്നുണ്ട്. അവിഹിതമാണെങ്കിലും ക്ഷത്രിയനാണ്. ക്ഷത്രിയനായിട്ട് അവിഹിതം ഉണ്ടാകുന്നത്. ക്ഷത്രിയനാണല്ലോ അവിഹിതമാണെങ്കിൽ താരെ. തീർച്ചയായിട്ടും. അത് നമുക്കൊന്ന് പക്ഷെ അനലൈസ് അതില് ചെയ്യേണ്ടിയിരിക്കുന്നത്. അത് ആൾക്കാര് ഇങ്ങനെ ഒരു ഒടിയനുണ്ട് ബാലൻസ് കേട്ടോ. ക്യാരക്ടറൊക്കെയാണ്. ഒടിയനുണ്ട്. മറ്റേ ലോലകളി. നരനുണ്ട്, പുലിമുരുകനുണ്ട്, ലൂസിഫർ. അങ്ങനെ കുറെ ഇപ്പോഴത്തെ പടങ്ങളിലൊക്കെ പുള്ളി ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മേ ബി പ്രീവിയസ് പടങ്ങളിലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത്. ഒരു വാലുണ്ടെന്നുള്ള രീതിയിൽ. അതെ അതെ അതെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിതൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അന്നൊക്കെ ആ പടങ്ങളൊക്കെ ഇതൊന്നും ആരും മൈൻഡ് പോലും തീർച്ചയായിട്ടും. ചെയ്തിട്ടുണ്ടാവില്ല. നമുക്കിപ്പോഴാണല്ലോ നമ്മളിങ്ങനെ അവയർനെസ് ഓരോന്ന് വരുന്നത്. അതെ. അനലൈസ് ചെയ്യുന്നതിന്റെ ഒരു കാര്യമുണ്ട്. ഈ പടങ്ങളിലൊക്കെ ഇങ്ങനെ ചില ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഇൻജെക്ട് ചെയ്യാറുണ്ട് ഓരോന്നൊക്കെ. ഉണ്ട്, അത് ഡെഫിനറ്റ്ലി ഉണ്ട്. വേറൊരു അത് ഇത് മാത്രമല്ല, കളർ പൊളിറ്റിക്സും ഉണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പം ഞാൻ ഈയിടെ ഉണ്ടല്ലോ, റീസെന്റ് പുതുക്കോട്ടയിലെ പുതുമണവാളന്റെ ഒരു കോമഡി സീൻ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഓർത്തു, ജയറാം പ്രേംകുമാറിനെ ഇങ്ങനെ അല്ലേ ഇച്ചിരി അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ നിങ്ങള് രണ്ടുപേരും കൂടെ എന്താ സംസാരിച്ച് ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതൊരു ഭയങ്കര നോർമൽ സീനാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ എക്സ്റ്റെന്റ് എന്ത് വരെ, എവിടെ വരെയാണ് നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പം കസബ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാം. പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇറ്റ് നീഡ്സ് ദാറ്റ് കൈൻഡ് ഓഫ് റോങ് റോൾ അല്ലേ. അപ്പം ഇവിടെ ക്രിസ്ത്യൻ ബ്രദേഴ്സിനകത്തിലൊരു സീനുണ്ട്. മോഹൻലാലും ദിലീപ് കൂടെ അകത്തോട്ട് കയറി വന്നിട്ട്, പുള്ളിക്കാരി പെണ്ണ് കാണാനിരിക്കുന്ന സീനാണ്. അപ്പോൾ അകത്തോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട്, ചട്ടുകാലനാണ്, കറുത്തയാളാണ്, സ്ക്വിൻറ്റായി ഉള്ള ആളാണ്. അപ്പം ഇതെല്ലാം ഒരു ബാഡ് ക്യാരക്ടറൈസേഷൻ. അതായത് ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെയോ അതായത് ദേ നോട്ട് വേർതി ഇനഫ് എന്നുള്ള ഒരു രീതിയിൽ പറയാണ്. പക്ഷെ സ്ക്രീൻ ടൈ ഒക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആട്ടെ എന്ന് വിചാരിച്ചെങ്കിലും, പക്ഷെ തത്തമ്മ ചുണ്ടാണെങ്കിലും കാക്കക്കറുമ്പനാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ വന്നത്. എന്തോ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ട്, എല്ലാവർക്കും ചിലപ്പോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. നമുക്ക് എന്തെങ്കിലും ഇത് പറയാം, പക്ഷെ അത് കേൾക്കുമ്പോ പുള്ളിക്കാരിയുടെ മുഖം പോകുന്നത്. അല്ല, അത് ഇതാ ഞാൻ ചോദിക്കാൻ വന്നത്. എനിക്കിത് ആക്ച്വലി ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് വരണം എന്നുള്ള എൻ്റെ ഒരു കാര്യം ഇതായിരുന്നു. കാരണം ഇത് എന്തുമാത്രം നമുക്ക് ഒരു എക്സ്റ്റെന്റിലോട്ട് നമുക്കിത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് ഒരു ബാരിയർ വേണമല്ലോ. ഐ മീൻ എന്തുവരെ നമുക്ക് പൊളിറ്റിക്കലി കറക്റ്റ് ആകാൻ പറ്റും. ഇപ്പം അതൊന്നും ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് കുറേ സിബ്ലിങ്സ് അവരുടെ പ്രൈവറ്റ് കോൺവെർസേഷനാണ്. അവർ പ്രൈവറ്റായിട്ടിരുന്ന് അവരുടെ ഒരു പ്രൈവറ്റ് മൊമെൻ്റ് ആണ്. അവർ പുറത്ത് പോയിട്ട് പറയല്ല കറുത്ത കൊള്ളത്തില്ല അങ്ങനെ പറയല്ല. അവർ പ്രൈവറ്റ് ആയിട്ടിരുന്ന് പറയുന്ന ഒരു കാര്യമാണ്.
അവിടെ അവര് വളർന്നു വരുന്നത് ഇതെല്ലാം ഇൻജെക്ട് ചെയ്യപ്പെടുന്ന, വർഷങ്ങളായിട്ട് ഇൻജെക്ട് ചെയ്ത് വരുന്ന കറുപ്പ് തെറ്റാണ്, അല്ലെങ്കിൽ കറുപ്പ് നല്ല ഭംഗിയുള്ള കളറല്ല എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിൽ വളർന്നു വരുന്ന ഫെയർ സ്കിന്നുള്ള ഒരു പെൺകുട്ടിയാണ് ലക്ഷ്മി. പെൺകുട്ടി വാട്ടെവർ, അവരുടെ പുള്ളിക്കാരുടെ ക്യാരക്ടർ പെൺകുട്ടിയാണ്. അപ്പം ലക്ഷ്മി ഗോപാലസ്വാമി. അപ്പം അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് ഇത് അവരുടെ ഒരു പ്രൈവറ്റ് കോൺവെർസേഷനിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടാകാമല്ലോ. ഇപ്പം എന്നെ കല്യാണം ആലോചിച്ചിട്ട് ഒരാൾ വരികയാണ്, അപ്പം എൻ്റെ ബ്രദർ വന്നിട്ട് അങ്ങനെ പറയാമല്ലോ. അതൊരു നോർമൽ കോൺവെർസേഷൻ ആണ് ഇന്ന മലയാളി ഹൗസ് ഹോൾഡ് അല്ലേ? അപ്പം അത് നമുക്ക് ഡിപ്പിക്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ എന്താണ് ഞാൻ ചോദിക്കുകയാണ്, എവിടം വരെയാണ് നമുക്കിതിനെ റെസ്ട്രിക്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നത്? this is the portrayal of a real situation. This happens in every household. പക്ഷെ ഇത് കാണിക്കുമ്പോൾ it injects a kind of stigma towards black. അപ്പം എവിടെയാണ് നമുക്ക് ഇതിനൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? This is something that we should discuss in the coming episodes, I think. അല്ലേ? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സിനിമയിൽ എപ്പോഴും ഒരു ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പം ഇപ്പൊ കസബയുടെ ഇത് അങ്ങനെ ഡിഫെൻഡ് ചെയ്യുവാണെങ്കിൽ അനിമലിൽ അങ്ങനെയല്ലേ നടന്നത് എന്ന് കസബേനേക്കാളും ഭീകരമാണ്. അതൊരു ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ആനിമൽ ആണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഞാൻ അതിന് ഐ ഡോണ്ട് ഈവൻ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ് ഫിലിം. എനിക്കൊന്നും പറയാനില്ല. അതൊരു ചില കാര്യങ്ങള് നമ്മള് നോട്ട് ചെയ്യും, ചിലത് നമ്മള് ഒരു കാര്യമുണ്ട്, ചില ഇതിനൊക്കെ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ആ സിനിമയുടെ കാലഘട്ടം എന്ന് പരിഗണിച്ച് നമ്മൾ കുറച്ചൊക്കെ ഒരു ഇത് കൊടുക്കും. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പം വേഷം, അല്ലെങ്കിൽ വേഷത്തിന്റെ ഡയലോഗ് അറിയാലോ, മറ്റേ ഭർത്താവിന്റെ കാൽ കീഴിലാണ് സ്ത്രീയുടെ സന്തോഷം. അതെ 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 അതെ, നമ്മള് പെണ്ണുങ്ങളാണ്, നമ്മള് താന്നു കൊടുക്കണം. അതുപോലെ ഏട്ടായി പറയുമ്പോ പെട്ടെന്ന് പോയിട്ട് എന്താ പഠിത്തമൊക്കെ നിർത്തിയിട്ട് പോയിട്ട് കല്യാണം കഴിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ. പിന്നെ ഇപ്പം മറ്റേ വാത്സല്യത്തിന്റെ അകത്താണെങ്കിൽ മമ്മൂട്ടി പിന്നെ പറയണ്ടല്ലോ, ഞാനിങ്ങനെ എല്ലാം ചെയ്തു ഇച്ചിരി ടോക്സിക് ആയിട്ടുള്ള പോട്ടെ. പക്ഷെ ഞാൻ വാത്സല്യത്തിന്റെ കാര്യമാണ് ആക്ച്വലി പറഞ്ഞു കേട്ടോ. മറ്റേ മമ്മൂട്ടി പോയിട്ട് മറ്റേ അവളുടെ അനിയത്തിയുടെ പഠിത്തം നിർത്തുന്നതും അത് അനിയത്തിക്ക് 100% അംഗീകരിക്കുന്നതും. അതുപോലെ വേറൊരു ഇത് ആക്ച്വലി ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. ഞാനൊരു മഞ്ജു വാര്യർ ഫാനാണ്. കാരണം എനിക്ക് മഞ്ജു വാര്യറുടെ പഴയ പടങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം കണ്ണെഴുതി പൊട്ടും തൊട്ട് മറ്റേ നമ്മുടെ ആറാം തമ്പുരാനിലെ ക്യാരക്ടറും അത്യാവശ്യം സ്ട്രോങ് ക്യാരക്ടറാണ്. എന്റെ ഫേവറേറ്റ് പടങ്ങളിലൊന്നാണ്. ഞാൻ ഒരു പ്രവാസി മലയാളി ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ അതിലൊരു ഡെസേർട്ട് അനുഭവം ഉള്ളത് കൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു ഫിലിമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പടം കാണാൻ. എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് വിജയിച്ചോ എന്നുള്ള കാര്യം അറിയത്തില്ല പടം. അതൊരു ബ്യൂട്ടിഫുൾ പടമാണ്. പിന്നെ കന്മദം ഉണ്ട്, ഡെഫിനറ്റ്ലി കന്മദം ഒക്കെ. അതെല്ലാം എല്ലാം പറയേണ്ട പടങ്ങളാണ്. പക്ഷെ ഇതിന്റെ എല്ലാം പ്രശ്നം എന്താ അറിയോ? ഇപ്പം കണ്ണെഴുതി പൊട്ടും തൊട്ട് ഇറ്റ്സ് ഡിഫറെന്റ്, അത് പോട്ടെ. കന്മദാണെങ്കിലും ആറാം തമ്പുരാനാണെങ്കിലും എല്ലാത്തിലും പുള്ളിക്കാരി സ്ട്രോങ് ആയിട്ടാണ് തുടങ്ങുന്നത്. പുള്ളിക്കാരി ഒരു ഇൻഡിപെൻഡന്റ് ഫീമെയിൽ ക്യാരക്ടറാണ്. പക്ഷെ പുള്ളിക്കാരിയുടെ പ്രശ്നം എന്താ പറയുക, അറ്റ് എ പോയിന്റ് ടൈം വെൻ ഒരു പുരുഷൻ പുള്ളിക്കാരിയുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പം ആ ഒരു ഇൻഡിവിജ്വൽ, അതായത് ഡിപ്പെൻഡൻസി, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡൻസിയാണ്. ഞാനത് ടോട്ടലി ഞാൻ അതിനോട് അംഗീകരിക്കുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ എന്നുള്ള കാര്യം അതിനകത്ത് നിന്ന് മിക്കവാറും അത് അലിഞ്ഞു പോകാറുണ്ട്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് മാറാറുണ്ട്. ഞാൻ അതെല്ലാം അംഗീകരിക്കുന്നു. ബട്ട് സ്റ്റിൽ അവിടെ ഒരു സബ്മിസീവ്നെസ് ആണ് വരുന്നത്. അതൊരു കോഡിപ്പെൻഡന്റ് അവസ്ഥയല്ല വരുന്നത്. കന്മദത്തിനകത്തിൽ ഒരു കിസ് കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരി എന്നങ്ങ് എവിടെ പോയി. അതുവരെ പുള്ളിക്കാരി ഒരു സിറ്റുവേഷനൊക്കെ കൊണ്ട് അങ്ങനെ ബോൾഡായിട്ട് നിൽക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു പുരുഷന്റെ ഒരു സ്പർശനം അല്ലെങ്കിൽ ഒരു ഇത് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരി അതിലങ്ങ്
ഇഷ്ടമാണ്. അങ്ങനത്തെ കുറെ അതൊരു ക്യാരക്ടർ പുതിയ ഉണ്ട് മഞ്ജു വാര്യർക്ക്. ഇത് ഏത് സിനിമയെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു ദിലീപും മഞ്ജു വാര്യരും കൂടെ ഉള്ള എനിക്ക് തോന്നുന്നു മറ്റേ ഉം, ഇത് ദിലീപ് ചെണ്ട കൊട്ടുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. എന്തോ ഒരു കോലും കൊണ്ടാണ് പുള്ളി നടക്കുന്നത്. എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ സീൻ മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്ക് ആ ഫിലിം വലിയ താല്പര്യമില്ല. അതിനകത്തില് പുള്ളിക്കാരി ഇങ്ങനെ ഈ എന്തോ വ- പുഴയുടെ എന്തോ അങ്ങനെ എന്തോ അല്ല ഈ ഈ പറഞ്ഞുകൊണ്ടുള്ള പുഴയും ഇതാണോ? കടന്നല്ല, ഈ പുഴയും കടന്ന് അല്ല അതല്ല, പുള്ളിക്കാരൻ പക്ഷെ വേറെന്തോ അതുപോലത്തെ എന്തോ സിമിലർ വേറെന്തോ എന്തോ. ഇനി ആ മറ്റേ പാട്ടാന്ന് തോന്നുന്നു, കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ പാട്ടുള്ള സിനിമയിലെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അത് പക്ഷെ ഈ പുഴയും കടന്ന് എനിക്ക് ആ പടങ്ങളെല്ലാം ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കുറെ അങ്ങനത്തെ പടങ്ങളുണ്ട് അവർ പേര് രണ്ടുപേരുടെയും കോംബോയില്. അപ്പം അതിനകത്തിൽ ഈ ചെണ്ടയുടെ ഈ വടി, പുള്ളിക്കാരി ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ് ഈ പറഞ്ഞ പോലെ. പക്ഷെ പുള്ളി ഈ ചെണ്ടയുടെ ഈ വടി പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് ഓടിയിട്ട് പുള്ളിക്കാരി അത് ഉടുപ്പിനകത്ത് വെക്കും. ഇത് പുള്ളി ആ വന്നിട്ട് പുള്ളിക്കാരിയൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ആ വടി എടുക്കും. എടുത്തു കഴിയുമ്പോഴത്തേനും പിന്നെ പുള്ളിക്കാരിയുടെ പഴയ സ്ട്രോങ് ക്യാരക്ടറൊക്കെ പോയി. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാണിത്. ഒരുപക്ഷെ ഇതിന്റെയൊക്കെ എഴുത്തുകാരനൊക്കെ ഒരു ഫാന്റസി ഒക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഒരു ഒക്കെ ആയിരിക്കും അതിൽ വന്നിട്ടുണ്ടാവും. അറിയത്തില്ല, നമുക്കറിയില്ലല്ലോ എന്താവും. അതുപോലെ തന്നെ ഇപ്പം ഉം, ആ നമ്മള് വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു സംശയം. ഡെഫിനറ്റ്ലി നമുക്ക് വേറെ ആൾക്കാര് ഇത് 100% ആയിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ലൈക്ക് സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഗോയിങ് ഡീവിയന്റ് ഫ്രം വാട്ട് ദേ വെർ. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ കമന്റിൽ ഇതൊക്കെ പറയാ, ഇത് ഞങ്ങൾ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയുടെ പേര് ഇവളിപ്പം പറഞ്ഞ നമ്മുടെ കുമാരി ഇപ്പൊ പറഞ്ഞ ഡിസി ഇപ്പൊ പറഞ്ഞ ആ സിനിമ ഏതാണെന്ന് നിങ്ങളുടെ കമന്റിൽ പറയുക, ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല ഓർമ്മശക്തിയുള്ള ആൾക്കാരായതുകൊണ്ട്. നമ്മുടെ ചക്രവാണി തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ചിലപ്പം ഐഡന്റിഫൈ ചക്രവാണിക്ക് ചിലപ്പോൾ ചെയ്തേനെ. അറിയാൻ സാധ്യതയുണ്ട്. ഞങ്ങള് രണ്ടുപേരും ഇച്ചിരി മെമ്മറി ഡിഫക്റ്റ് ഉള്ള രണ്ടുപേരാണ്. അപ്പം പേരുകളും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓവറോൾ നോക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? തേന്മാവിൻ കൊമ്പത്താണോ മുത്തുവാണോ? നിനക്ക് ചോദ്യം ഇല്ല എന്നുള്ളതാണ്. എന്ത് ചോദ്യമാണ്? ഹൗ ഡെയർ യു മുത്ത് നല്ല വളമാണ്. എന്ത് ഞാൻ തേന്മാവിൻ കൊമ്പത്ത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഇങ്ങനെ മുത്തു ഞാൻ കണ്ടേനെ. എനിക്കത് കുഴപ്പമില്ല. ആ മലയാളം വലുതല്ല മുത്തു എന്നാണല്ല ഞാൻ പറയുന്നത്. അല്ല അങ്ങനെയാണ് ഞാൻ പറയുന്നത്. വലുതല്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ മുത്തുവിനെ അങ്ങനെയൊക്കെ അടിച്ച് ഇതിനകത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായി. നമ്മൾ ഇത് കമ്പയർ ചെയ്യാനാണല്ലോ ഇരിക്കുന്നത്. ആസ് എൻ ഇൻഡിവിജ്വൽ മൂവി മാത്രം എടുക്കുകയാണെങ്കിൽ അതിപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നീല വെളിച്ചത്തിനോട് തോന്നിയ സെയിം അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ആ കാര്യത്തിൽ എനിക്ക് മറ്റൊരു അഭിപ്രായം. ഭാർഗവി നിലയം, അതെ, ഭാർഗവി നിലയം ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പടമാണ്. അന്തകാലത്തില് എന്തോ അവര് ചെയ്തു വെച്ചിരിക്കുന്നത്. അതും മധു എന്ന് പറയുന്ന ആക്ടർ ഇത്രയും നാച്ചുറലായിട്ട് പുള്ളി വന്നിട്ട് ഭാർഗവിക്കുട്ടി എന്ന് വിളിക്കുന്ന ആ ഒരു വിളി കേട്ട് കഴിഞ്ഞാല് ലോകത്ത് ഏത് പ്രേതാണെങ്കിലും പുള്ളിയോട് പറയാൻ തോന്നും. അമ്മ അത് ഇഷ്ടത്തോടെയാണ് വിളിക്കുന്നത്. പക്ഷെ അതൊരു ഇൻഡിവിജ്വൽ മൂവി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. നമ്മുടെ കുഴപ്പമില്ല. നീലവെളിച്ചം നമുക്ക് കണ്ടോണ്ടിരിക്കാം. ഭാർഗവിനിലേക്ക് കണ്ടുപോയി. അങ്ങനെ ഒരു പടം ഉള്ളത് കൊണ്ടാണ് അതിന് പ്രശ്നം. അല്ലാണ്ടുള്ള ഒരു പടമായിരുന്നെങ്കിൽ അത്രയും വിമർശനം അതിന് വരത്തില്ലായിരുന്നു. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ അതില് വിഷ്വലായിട്ടാണെങ്കിലും മറ്റേ ആ കടലിന്റെ അടുത്ത് പോയി പുള്ളി നിൽക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ പിന്നെ നല്ലായിരുന്നു. പിന്നെ ആ കിണറിന്റെ അവിടെ പുള്ളിക്കാരി ഒരു ജംപ് സ്കെയർ ഉണ്ട്. പുള്ളിക്കാരി സാരി ഇങ്ങനെ വരുന്ന ഒരു ട്വേൾ വരുന്ന ഒരു സാധനം, അതൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. അത് ഒരു ടെക്നിക്കലി ഒരു ചെയ്യാൻ നോക്കിയിട്ട്. പക്ഷെ പാട്ടുകളെല്ലാം അവർ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പാട്ടുകൾ ഈ ചിത്ര ചേച്ചിയുടെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഹ്യൂജ് ഫാൻ. പക്ഷെ ഒറിജിനലിനോട് കടപിടിക്കാൻ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ഒറിജിനലുമായിട്ട് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഷഹബാസ് അമീനെ എനിക്കിഷ്ടമാണ്. ലൈക്ക് ഹിസ് വോയിസ് ആൻഡ് എവറിത്തിങ്. പക്ഷെ നോ കമ്പാരിസൺ. അതന്നെ നമുക്ക് പോയിട്ട് കടലിൽ പോയി ചാടാൻ തോന്നും. ആ ലെവലിലാണ് അത് ഒറിജിനൽ പോകുന്നത്.
പക്ഷെ ഇത് കേട്ടാലും തോന്നും, പക്ഷെ അത് ഒറിജിനലിൽ ഇങ്ങനെ ആക്കിയല്ലോ എന്നുള്ളതിലാണ് ഡിഫറെന്റ് ഫീലിങ്സ്. അതും നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ ചെയ്യാം അനാലിസിസുകൾ ചെയ്യാം. ചെയ്യാം. യെസ് യെസ് യെസ്. അത് നല്ലൊരു കമ്പാരിസൺ ആയിരിക്കും. കാരണം അതൊരു ഒരു യമണ്ടൻ പടമാണത്, ഭാർഗവി നിലയം എന്ന് പറയുന്നത്. അതൊരു കാരണം നീലവെളിച്ചം എന്ന് പറയുന്ന ഒരു ബഷീറിന്റെ ബുക്കിനോടും ഭയങ്കര ജസ്റ്റിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു പടമാണ് എന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും. അപ്പം കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, കമ്മിങ് ബാക്ക് ടു മുത്തു. അപ്പം അല്ല, മുത്തു തേന്മാവിൻ കുടുംബത്തിന്റെ മെയിൻ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു എന്നാണ് കവർ എനിക്ക് തോന്നുന്നത്. ചെയ്തിട്ടുണ്ട്. കാര്യം മ്യൂസിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഏകദേശം ഇതാണ്. പിന്നെ കഥയൊക്കെ വെച്ചൊരു മറ്റേ ഇച്ചിരി രാജാപ്പാട്ടൊക്കെ ആയിട്ട് അങ്ങ് വേറെ ലെവലിൽ അപ്ഗ്രേഡ് ചെയ്ത് പോയെങ്കിലും ഓക്കെ, ഓക്കെ. പക്ഷെ എന്നെ പോലെ കുറച്ച് പേര് കാണും ഇങ്ങനെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. പക്ഷെ നമ്മള് ശരിക്കും ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാല് ഓൾവേസ് തേന്മാവിൻ കൊമ്പത്ത് തന്നെയാണ് ടോപ്പിൽ. ഡെഫിനറ്റ്ലി അതിന് ഡെഫിനറ്റ്ലി. തർക്കമൊന്നുമില്ല. ഇത് ലാലേട്ടൻ ആക്ച്വലി അങ്ങ് ഞാൻ അഭിനയിച്ച കേട്ടിട്ടുണ്ട്. ഇല്ല, ഇത് ഏതാ ഇത് ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റിൽ ഇടണം. ഇത് മറ്റേ തേന്മാവിൻ കൊമ്പത്ത് ആക്ച്വലി ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ കോപ്പി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ നെറ്റിൽ നോക്കിയിട്ട് ഞാൻ ഇവിടെ കണ്ടില്ല. അപ്പൊ എനിക്ക് അത് അറിഞ്ഞുകൂടാ അതിന്റെ കാര്യം. അത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പ്രിയദർശൻ പടങ്ങളോടുള്ള ഒരു അല്ലല്ല, അതൊരു നോർമൽ ട്രീറ്റ്മെന്റ് ആണ്. പ്രിയദർശൻ പടങ്ങളോട് നോർമലി ആൾക്കാർ കാണിക്കുന്ന ഒരു ട്രീറ്റ്മെന്റിൽ നിന്ന് വന്നതാണെന്ന് എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിന് ഇൻസ്പയർഡ് ആയി ഇപ്പം ജീത്തു ജോസഫ്, ഇപ്പം അതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞാലും പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുമുണ്ട് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിൽ പറയുന്ന പോലെ. എനിക്ക് എപ്പോഴും രണ്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റാൻഡ് വരുന്ന ഒരു കാര്യം, ഇപ്പൊ അവര് കോപ്പി അടിച്ചോ ഇൻസ്പയർഡ് ആയിട്ടോ എന്താന്ന് വെച്ചാൽ ചെയ്തു വെക്കുന്ന ആ വർക്ക് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു എന്നും എല്ലാ കാലത്തും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അവരെ നമ്മൾ കോപ്പിയടി എന്നൊക്കെ പറഞ്ഞ് അതിനെ അപമാനിക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. തേന്മാവിൻ കൊമ്പത്തൊക്കെ അല്ല, അതിന് ഒരു കഴിവ് വേണം. മീൻസ് ഇപ്പൊ ഒരു സാധനം നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എവിടെന്നെങ്കിലും കാണും, ഒരു ഇംഗ്ലീഷ് പടം. ഇപ്പം കമലഹാസൻ സിനിമകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ എപ്പോഴും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഒരിക്കലും മരിക്കില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ഒക്കെ പുള്ളിക്ക് ഒരു ഇൻസ്പിറേഷൻ കാണും. ഇപ്പൊ അവൈഷൺമുഖിയാണ് മിസ് ഡൗട്ട് ഫെയർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണെന്ന് പറയുന്നു. പക്ഷെ ആ മിസ് ഡൗട്ട് ഫെയറും അതിൽ റോബിൻ വില്യംസ് ആണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ജുമാൻജിയിലൊക്കെ ഉള്ള നമ്മുടെ എന്നെ പോലുള്ള പിള്ളേരുടെയൊക്കെ ഇതില് അലാഡിൻ അലാഡിൻ ആനിമേറ്റഡ് ഇതുണ്ട്, കാർട്ടൂണുണ്ട്. കാർട്ടൂണിന്റെ അകത്ത് ജീനിയുടെ വോയിസ് പുള്ളിയെ കൊടുക്കുന്നത്. ഒരു നമ്മളെപ്പോലുള്ള കുറെ പിള്ളേർക്ക് എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു നൊസ്റ്റാൾജി ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആക്ടറാണ് അതിൽ ചെയ്തേക്കുന്നത്. റോബിൻ വില്യംസ് ആണ് മിസ് ഡൗട്ട് ഫെയർ ആയിട്ട് ഇതുപോലെ തന്നെ വേഷം മാറി ചെയ്യും. പക്ഷെ ഔവൈ ഷൺമുഖി മിസ് ഡൗട്ട് ഫെയറും തമ്മിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് വേറെ ഒരു രീതിയില്ല. അത് നമ്മുടെ ഇന്ത്യൻ രീതിയിലിട്ട് അവരത് മാറ്റി കോമഡിയൊക്കെ അതിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്ത് അതൊരു വേറെ റേഞ്ചിൽ എത്തിച്ചു അവര്. അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പൊ തേന്മാവിൻ കൊമ്പത്തൊക്കെ എത്രയോ പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും. അത് കോപ്പിഡി ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിനൊക്കെ ഒരു അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു നല്ല ഫീലിംഗ്, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വന്ന ഒരു പടമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് എന്ത് കോപ്പിഡിയാണെന്ന് ആൾക്കാർ എന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാര്യം ആ സിനിമ എനിക്ക് തന്ന എക്സ്പീരിയൻസ് അതാണ്. ഒരു സിമിലർ ഇത് എപ്പോഴും ഞാൻ പറയുന്ന കേട്ടിട്ടുള്ളതാണ്. അതായത് ബിഗ് ബി ഫോർ ബ്രദേഴ്സിന്റെ ഇതാണല്ലോ. ഫോർ ബ്രദേഴ്സ് പക്ഷെ അത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള പടങ്ങളാണ്. കാര്യം അത് ഇവിടെ ഫോർ ബ്രദേഴ്സിന്റെ അത് എടുത്തിട്ട് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അത് ഒരു ഡിഫറെന്റ് ആയിട്ട് ഓക്കെ ഫോർ ബ്രദേഴ്സും നല്ല പടമാണ്. പക്ഷെ അത് കുറച്ചുകൂടെ ഇത്തിരി ഒരു വേറൊരു രീതിയിലാണ് പോകുന്നത്. എല്ലാവർക്കും ഐ മീൻ ഫോർ ബ്രദേഴ്സും ബിഗ് ബിയും കണ്ടിട്ടുള്ളവർക്ക് മിക്കവർക്കും ബിഗ് ബി ആണ് ഇഷ്ടം. ഫോർ ബ്രദേഴ്സിനെ ഞാൻ കേട്ടിട്ടുള്ളവർ മിക്കവരും പറയുന്നത്. ഞാൻ 2 പടം കണ്ടിട്ടില്ല. സോ ഇവിടെ ബിഗ് ബി കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ സ്ലോ മോഷൻ അമൽ നീരദ് പടങ്ങളുടെ ഫാനല്ല. എനിക്കിഷ്ടമല്ല. ഞാൻ സാഗർ ഇലിയാസ് ജാക്കി കണ്ടത് തന്നെ മോഹൻലാൽ ആയതുകൊണ്ട് അത് തന്നെ എനിക്കിഷ്ടമല്ല.
ഇതിന് കടുത്ത കടന്നാക്രമണം ഈ കമന്റ് സെക്ഷനിൽ നേരിടേണ്ടി വരും. ബിന്നി കാണോ എന്തോ ഭർത്താവ് ഈ പറയുന്നത്. എന്നെ പോലുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് സ്ലോ മോഷൻ പടങ്ങളോട് താല്പര്യമില്ലാത്ത എനിക്ക് ഒരു ബിന്നി ചെറിയ തിയേറ്ററിൽ കൂട്ടം കാണാൻ ആൾക്കാർ. പറ്റിയില്ല എന്നുള്ള വിഷമമുണ്ട്. ഞാന് CD ഇട്ടാണ് കണ്ടത്. അതിന്റെ DVD വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത്. പക്ഷെ സാഗരയിലേശാക്കി തിയേറ്ററിലാണ് കണ്ടത്. അങ്കിളും കൊണ്ട് കാണിച്ചു അങ്ങനെ. ബട്ട് എനിവേസ് അപ്പം ഫോർ ബ്രദേഴ്സിന്റെയും ബിഗ് പിയുടെയും ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ഇങ്ങനെ എന്ത് കോപ്പിയാണ് ഇൻസ്പിറേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സെറ്റിങ്ങിൽ അതേ കഥ ആപ്ലിക്കബിൾ ആണെങ്കിൽ ഒക്കെ ഒരു നല്ല സ്റ്റോറി നമുക്ക് പറയാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് ഇവിടെ സീൻ ബൈ സീൻ ചെയ്തു വെക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ കോണ്ടെക്സ്റ്റിന് അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി അത് ഇവിടെയും റെലവെന്റ് ആണ് എന്ന് തോന്നിയാൽ അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ ചിരുകാര് ചിരഞ്ജീവി എന്നും കൊണ്ടുപോയി ലൂസിഫർ അപ്ഗ്രേഡ് ഗോഡ് ചെയ്ത് ഫാദർ ആക്കിയത് കൊണ്ട് അങ്ങനെ അപ്ഗ്രേഡേഷൻ ചെയ്ത് കൊളാക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ അയ്യപ്പനും കോശിയും കൊണ്ടുപോയിട്ട് ഓ അല്ല, സത്യം പറഞ്ഞാലുണ്ടല്ലോ, മറ്റേ ലൂസിഫറിന്റെ അപ്ഗ്രേഡേഷൻ ആയിരുന്നു ഭേദം. അയ്യപ്പനും കോശിയൊക്കെ വീക്ക് ആയിരുന്നു. ഭീമനായിട്ട് കഷ്ടമുണ്ട്. കണ്ണൊക്കെ വെടിവെച്ച് വാണ്ടഡ് സ്റ്റൈലിൽ വെടിവെച്ചത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് തിരിച്ചു വരണം. നമ്മള് എന്നെ കൊടുമൈ സരവണനിത് തീർച്ചയായിട്ടും കൊടുമൈകൾ ഒരുപാട് ഉണ്ടല്ലോ. കൊടുമൈകൾ അതിനെ ഇതൊന്നും ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ സ്വന്തം എന്റെ ഫേവറേറ്റ് ഗ്രാവിറ്റി ഗോഡ് കൊക്കോകോള പെപ്സി ബലയഗരു സെക്സി. നമ്മൾ ബാലയഗരു ഫാൻസ് ആണ്. ബാലയഗരു ഫാൻസ് എല്ലാം കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഗിവ് us a high five. അഖണ്ഡ എന്ന് പറഞ്ഞ ഒറ്റ പടം ഇവിടെ കാണിച്ചതേ ഉള്ളൂ. അതോടെ ഞാൻ ഫാനായി. തീർച്ചയായും ഹാർഡ് കോർ ഫാനാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു മീറ്റ് ഹിം സംഡേ. എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള നമ്മൾ നെക്സ്റ്റ് ലെവൽ ഫാൻസ് ആണ്. നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് ഇതിന്റെ ഒരു എക്സ്റ്റെന്റ്, ഒരു ലെവൽ ഓഫ് ലവ് നിങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് പലയുള്ള. അത് ഞങ്ങള് പുള്ളിയുടെ പടം റിവ്യൂ ചെയ്യുമ്പം, ഐ മീൻ വെൻ വി ടോക്ക് അബൌട്ട് ഹിം, നിങ്ങൾക്ക് അത് മനസ്സിലാവും. തീർച്ചയായും അത് തന്നെ ഒരു സെപ്പറേറ്റ് സംഭവമായിട്ട് ചെയ്യണം. നമ്മൾക്ക് ആക്ച്വലി ഞങ്ങളൊക്കെ ഒരു കമൽഹാസൻ ഫാൻ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ബാലയുടെ ഇന്ത്യൻ ഒക്കമകാട് അതെ. ഇപ്പൊ നമ്മളെ ഞാനൊക്കെ ഇന്ത്യനൊക്കെ ചെറുപ്പത്തിലാണല്ലോ. അപ്പം ഇന്ത്യനൊക്കെ കണ്ട് രോമാഞ്ചിഫിക്കേഷൻ അടിച്ച് നമ്മളിപ്പോ ഈ ദേശഭക്തി എന്നൊക്കെ പറയുന്ന ലെവലില് പേട്രിയോട്ടിസൊക്കെ അങ്ങ് ബ്ലഡ് കയറി അങ്ങ് ആവേശത്തോടെ കണ്ട പടമാണ് അതൊക്കെ. പക്ഷെ അത് ഒക്കമകാട് കാണുന്നത് വരെ, ഒക്കമകാട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യനൊക്കെ അവിടെ കിടക്കുന്നത്. ഒക്കമകാട് ആണ് വേറെ ലെവൽ. അവിടെയും ബാലയ്ക്ക് കേരളത്തോടുള്ള സ്നേഹം കാണിക്കുന്നുണ്ട് പടത്തില്. ഒരു കളരിപ്പയറ്റ് സംഭവം ഫൈറ്റൊക്കെ കുറച്ചൊരു നമുക്ക് വേറെ ഒരു എപ്പിസോഡിൽ പറയാം. ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. ഒരു കേട്ടോണ്ടിരിക്കുന്നവനും ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. അപ്പം ചുരുക്കത്തിൽ നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി വിന്നറായിട്ട് വരുന്നത്. യെസ്, ലാലേട്ടൻ കി ജയ്. നമ്മളെപ്പോഴും ലാലേട്ടൻ ഫാൻസ് വിജയിക്കും. ഇത്തവണ നീ ജയിച്ചു. പക്ഷെ ചന്ദ്രമുഖിയിൽ ഞാൻ കാണിച്ചു തരാം. So until then, it is me, UDC Kumari, and Mr. Digambaran signing out. Bye. Bye.